പ്രൈസ് ലോർഡ്. വിമൻ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് എല്ലാ പ്രിയമുള്ളവരും ഞങ്ങൾ ഒരു പ്രാവശ്യത്തോടെ വെൽക്കം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷി നമ്മൾ ഒന്നിച്ച് കേൾക്കാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നമുക്ക് ചേർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തിരുസന്നിധിയിലേക്ക് ഒന്നിച്ച് അടുത്ത് വരുവാന്തപ്പെടണം. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ സാവകാശത്തിനായി സ്തോത്രം. പ്രത്യേകമായി കർത്താവെ ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്നു അവിടുത്തെ ദാസിക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീക അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ പോകുന്നത് സ്തോത്രം. ഞങ്ങളെല്ലാം സമർപ്പിക്കുകയാണ്. അപ്പം മുറ്റുമായി സമർപ്പിക്കുന്നു കർത്താവ്. വലിയ ദൈവപ്രവൃത്തി ഞങ്ങൾക്കായി വെളിപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവ്. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുനിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. സഹായിച്ചാട്ടപ്പ, അനുഗ്രഹിച്ചാട്ടപ്പ. വൻ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന സമയം മുതൽ ആസ്വാദ പ്രാർത്ഥന വരെ പ്രത്യേക സാന്നിധ്യമുണ്ടാകും. സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കെട്ടുപിടിച്ചിരിക്കൽ സ്തോത്രം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി പ്രിയ മകൾ ലിഷ ജിജോയാണ്. പ്രിയ മോളെ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ വിമൻ ഫോർ ജീസസിലേക്ക് വെൽക്കം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് മോളെ. പ്രൈസ് ലോർഡ്. ലിഷ ജിജോ അല്ലയോ? എവിടെ നിന്നാ ജോയിൻ ചെയ്ത സ്ഥലമൊക്കെ ഒന്ന് പറയാം. മൂവാറ്റുപുഴ അല്ലയോ? മൂവാറ്റുപുഴ. ഓക്കെ. ജനിച്ചു വളർന്നൊക്കെ മൂവാറ്റുപുഴയാണോ? അല്ല, എന്റെ സ്വന്തം നാട് കറ്റാണമാണ്. മാവേലിക്കര, കായംകുളം ആ ഭാഗത്തുള്ള ഡിസ്ട്രിക്ട്. ശുശ്രൂഷയുമായിട്ടുള്ള ബന്ധത്തില് മൂവാറ്റുപുഴയായിരിക്കും അല്ലേ? അതെ. എന്നെ കല്യാണം കഴിപ്പിച്ചത് വാളകം, മൂവാറ്റുപുഴ വാളകം, എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള മൂവാറ്റുപുഴ വാളകത്ത്. അപ്പം ഞങ്ങൾക്ക് ചർച്ച് മൂവാറ്റുപുഴയിലാണ്. വാളത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. വീട് വാളത്താണ്. പാസ്റ്റർ ജിജോ ലയൺ ഓഫ് ജൂത ചർച്ചിൻ്റെ പാസ്റ്ററിൻ്റെ വൈഫാണ്. ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ പലപ്പോഴും നിങ്ങളുടെ പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ചർച്ചിൽ പ്രത്യേകിച്ച് നിങ്ങൾ പലപ്പോഴും ഇൻവൈറ്റഡ് ഗസ്റ്റിനെയൊക്കെ വെച്ച് ഒത്തിരി മീറ്റിങ്ങുകൾ നടത്തും അല്ലേ? സ്പെഷ്യൽ മീറ്റിങ്ങുകൾ, അങ്ങനെ പല മീറ്റിങ്ങുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതെ, ജിസി സിസ്റ്ററാണ് നമ്പർ തന്നത്. ജിസി സിസ്റ്റർ നേരത്തെ നമുക്ക് സാക്ഷ്യം പറഞ്ഞിരുന്നു. സജിപ്രദം ജിസി സിസ്റ്ററൊക്കെ നിങ്ങളുടെ ചർച്ചിൻ്റെ ഭാഗമാണ് അല്ലയോ? ദൈവത്തിന് സ്തോത്രം. നല്ല അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായിരുന്നു ജി സിസ്റ്റർ. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു സഹോദരി വന്ന് സാക്ഷ്യം പറഞ്ഞാൽ നണ്ണൊക്കെ ആയിരുന്ന ഒരാൾ റീബ. അതെ അതെ അതെ, റീബ ലയൺ ഓഫ് ജൂത. ഓ ശരി ശരി. പിന്നെ ഫ്ലൈറ്റ് അസിസ്റ്റന്റ് ഒക്കെ ആയിരുന്നു അല്ലേ? ശരി. അപ്പൊ ചുരുക്കി പറഞ്ഞ ലയൺ ഓഫ് ജൂതയിൽ നിന്ന് 3 പേര് ഇതിനു മുമ്പ് തന്നെ 3. അതെ. സജി ബ്രദറും കൂട്ടുമ്പോൾ 4 പേര്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഒത്തിരി നല്ല അനുഭവങ്ങളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ദൈവാത്മാവിനെ ഒരു വിഷൻ കാണിക്കുകയായിരുന്നു. തുടക്കത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഈ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോഴേ ബിൽഡിങ്ങിൻ്റെ പുറമേ ഉള്ള കോൺക്രീറ്റേ നമ്മൾ കാണത്തുള്ളൂ അല്ലേ? പക്ഷേ ഈ ഓരോ തൂണിൻ്റെ അകത്തൂടെയും കമ്പികൾ പോകുന്നുണ്ട്. പെട്ടെന്ന് ദൈവം എന്നെ ആ കാഴ്ച കാണിച്ചു. ഈ കമ്പികളാണ് ശരിക്കും അതിൻ്റെ ബലം. ആ കമ്പി ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പൊളിഞ്ഞു പോകും, അത് ഇടിഞ്ഞു പോകും. നമ്മൾ പലപ്പോഴും പുറമേ ഉള്ള പാസ്റ്റർ ജിജോയുടെ വൈഫ് ലിഷയെ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു ഇങ്ങനെ സംസാരിക്കാൻ, അകത്ത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കമ്പികൾ, അതാണ് നമ്മുടെ എല്ലാവരുടെയും ലിഷ സിസ്റ്ററുടെ മാത്രമല്ല എല്ലാവരുടെയും ജീവിതത്തിൻ്റെ രഹസ്യം. രണ്ടാമത് ദൈവാത്മാവിനെ ഒരു വിഷൻ കാണിച്ചു. ഒരു മരത്തിൽ ഒരു ചില്ലയിലിരിക്കുന്ന ഒരു കിളിക്കൂട്, ഒരു കാറ്റടിച്ചത് വീണുപോയാൽ അത് നഷ്ടപ്പെടും. എന്താണ് ആ കിളിക്കൂടിൻ്റെ സുരക്ഷിതത്വം? കിളി എന്തോർത്തിട്ടാണ് ആ കൂട് അവിടെ കൊണ്ടുവച്ചത്? പക്ഷേ തമ്പുരാൻ്റെ ഒരു വലിയ പ്രൊട്ടക്ഷനാണ് പലപ്പോഴും നമ്മുടെയും ബലം അല്ലേ? ഇത് 2 ഭാഗമാണ്. ഒന്ന്, ഈ 2 വിഷൻ പെട്ടെന്ന് ദൈവം എന്നെ കാണിച്ചു കേട്ടോ. സാധാരണ നമ്മുടെ ഈ ഓരോ സെഷനും പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ തന്നെ ദൈവം എനിക്കൊരു നിയോഗം തരും. അതുകൊണ്ട് ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്നറിയാം. എനിക്കറിയത്തില്ല ലിഷ സിസ്റ്റർ സാക്ഷി എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുക, ഇന്ന് പലരെയും ആന്തരികമായിട്ട് ദൈവം ബലപ്പെടുത്തും, പലരോടും ദൈവം ഉറപ്പ് കൊടുക്കും. ജീവിതത്തിലെ ആങ്സൈറ്റികളുടെ നടുവിൽ പിടിച്ചു നിർത്തുന്നത് ദൈവമാണെന്ന് ഉറപ്പ് കൊടുക്കുക. ഞാൻ അങ്ങനെ അങ്ങ് വിശ്വസിക്കുക. അങ്ങനെയൊക്കെയാണോ സാക്ഷ്യം?
അതെ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ പാസ്റ്റർ പറഞ്ഞ കേൾക്കണം. എല്ലാം റിലേറ്റഡ് ആണ്. എല്ലാം റിലേറ്റഡ് ആണ്. ആണോ? പറഞ്ഞു വരുമ്പം പറഞ്ഞു വരുമ്പം സ്തോത്രം. കൺക്ലൂഷൻ വരുമ്പോൾ പാസ്റ്റർ മനസ്സിലാവും ഫുള്ളി റിലേറ്റഡ്. നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം വലിയവന്. എനിക്ക് അന്നേരം കേട്ടാൽ മതി. അതെ, സാക്ഷി അന്നേരം ഞാൻ ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമുക്ക് ഞങ്ങളും ഫ്രഷ് ആയിട്ട് സാക്ഷ്യം കേൾക്കുക കേട്ടോ. ജിസി സിസ്റ്റർ ഇത്രയും മാത്രം പറഞ്ഞു, നല്ല സാക്ഷിയാ പാസ്റ്ററെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ 2 വിഷൻ എനിക്ക് ഭയങ്കര, ഞാൻ എക്സൈറ്റഡ്. നമ്മുടെ പ്രേക്ഷകർക്ക് വലിയൊരു ബ്ലെസ്സിങ് ആയി മാറാൻ പോവുകയാണ്. അപ്പം ചെറിയ പ്രായം മുതലുള്ള അനുഭവം പറയാം, പരിചയപ്പെടുത്തലുകൾ, കുടുംബത്തെക്കുറിച്ച്, മാതാപിതാക്കളെക്കുറിച്ച്, പാസ്റ്ററെക്കുറിച്ച്, കുഞ്ഞുങ്ങളെക്കുറിച്ച്, പാസ്റ്ററുടെ കുടുംബത്തെക്കുറിച്ച് എല്ലാം ആദ്യം ഒന്ന് പറഞ്ഞ് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടാൻ അത് ഹെൽപ്ഫുള്ളായിരിക്കും. അതിനുശേഷം മുഴുവൻ ജീവിതാനുഭവങ്ങളും പറയാം കേട്ടോ. ശരി, കണ്ടിന്യൂ ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. എന്നെ ഇവിടെ ക്ഷണിച്ച ആസാദി ഫാമിലിക്ക് ആദ്യമേ തന്നെ നന്ദി അറിയിക്കുന്നു. എന്റെ പേര് ലിഷ എന്നാണ്. എന്റെ ഹസ്ബൻഡിന്റെ പേര് പാസ്റ്റർ ജിജോ ആണ്. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളാണ്. മൂത്ത ആള് ജോവാന, ഇപ്പൊ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ കുഞ്ഞ് ജോനാഥാൻ, ഇപ്പം LKG പഠിക്കുന്നു. മൂന്നാമത്തെ കുഞ്ഞിനെ ഇപ്പം പ്രഗ്നന്റ് ആണ്, 2.5 മാസം ആയിട്ടിരിക്കുന്നു. ഞങ്ങള് ഹസ്ബൻഡ് പപ്പയുടെ മമ്മിയുടെയും കൂടാണ് താമസിക്കുന്നത്. ഹസ്ബൻഡ് വേറെ ഒരു ബ്രദറും കൂടെയാണ്, മൂത്തൊരു ബ്രദറുണ്ട്, പാസ്റ്റർ ജോജോ. എന്റെ സ്വന്തം വീട് കറ്റാണം എന്ന സ്ഥലത്താണ്, ആലപ്പുഴ ഡിസ്ട്രിക്റ്റില്. കായംകുളത്തിന്റെയും അടൂരിന്റെയും ഒക്കെ ആ ഒരു മാവേലിക്കര ആ ഭാഗത്തായിട്ട് ആണ് കറ്റാണം എന്ന് തുടങ്ങിയ ദേശം. എനിക്ക് നിലവിൽ ഇപ്പം മമ്മിയുണ്ട്. എന്റെ പപ്പ മരിച്ചു പോയതാണ്. മമ്മി, പിന്നെ 2 ബ്രദേഴ്സും ഉണ്ട്. ഒരു മൂത്ത ബ്രദർ ഫാമിലി ആയിട്ട് ദുബൈയിലും, രണ്ടാമത്തെ ബ്രദർ ഫാമിലി ആയിട്ട് ബാംഗ്ലൂരിലുമാണ് താമസിക്കുന്നത്. ഇപ്പം ഞങ്ങള് ഇവിടെ ശുശ്രൂഷയുടെ ബന്ധത്തിൽ മൂവാറ്റുപുഴയിലായിരിക്കുന്നു. എന്റെ സാക്ഷ്യം ശരിക്കും പറഞ്ഞാൽ ചെറിയ ചെറിയ അനുഭവങ്ങളാണ്. ഈ ചെറിയ ചെറിയ അനുഭവങ്ങൾ ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തിയ ഓരോ കാര്യങ്ങളാണ്. കാരണം ഈ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ പോലും കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളിൽ കൂടി എങ്ങനെ ദൈവവുമായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടായി, അല്ലെങ്കിൽ ദൈവമായിട്ട് ഒരു ഇന്റിമസി എങ്ങനെ ഉണ്ടായി എന്നാണ് ശരിക്കും പറഞ്ഞാൽ എന്റെ കഥയായിട്ട് വരുന്നത്. ഞാൻ ജനിച്ചതാണെങ്കിൽ മർത്തോമ ഫാമിലിയിലാണ്. എന്റെ പപ്പ മർത്തോമയും മമ്മി യാക്കോബ കുടുംബത്തിലായിരുന്നു. പപ്പയുടെ മമ്മിയുടെ ഫാമിലി ജസ്റ്റ് ഓരോ ഫാമിലി മാത്രമുള്ളായിരുന്നു വിശ്വാസത്തിൽ അന്നേരം ഉണ്ടായിരുന്നത്. പക്ഷേങ്കിൽ അവർക്ക് ഞങ്ങളെ വിശ്വാസി വരുമെന്നൊന്നും യാതൊരു ഉറപ്പും ഇല്ലാത്തൊരു സമയമായിരുന്നു. എനിക്ക് 1 വയസ്സായ സമയത്ത് എന്റെ രണ്ടാമത്തെ ബ്രദറിന് 3 വയസ്സ്. ആ ഒരു പ്രായമായപ്പോൾ ഈ രണ്ടാമത്തെ ബ്രദറിന് ഒരു രോഗമുണ്ടായി. ITP എന്നാണ്, ഇമ്മ്യൂണോ ത്രോംബോസൈറ്റോപിനിക് പർപ്പുറ എന്ന് പറഞ്ഞത്. അതായത് പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞിട്ട് ബ്ലീഡിങ് ഉണ്ടാവും. അപ്പം അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളായിട്ട് വരുന്നൊരു സമയമാണ്. പെട്ടെന്നുണ്ടായ ഒരു രോഗമായതുകൊണ്ട് എല്ലാവരും ഒരു എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. അപ്പം മമ്മിയുടെ ഒരു സിസ്റ്റർ ഉണ്ട്. ആ സിസ്റ്റർ അവരന്നേരം അബുദാബിയിൽ, ഞങ്ങൾ ദുബൈയിലായിരുന്നു അന്നേരം ആ സമയത്ത് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം അമ്മച്ചി എപ്പോഴും ഇങ്ങനെ മമ്മിയെ നിർബന്ധിക്കുമായിരുന്നു, സ്നാനപ്പെടണം എന്നുള്ള രീതിയിൽ ഒത്തിരി നിർബന്ധിക്കുന്നു. മമ്മിക്ക് ഇത് കേൾക്കുമ്പോഴേ ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. എന്തിനും എപ്പോഴും അമ്മമ്മ ആരാധിക്കുന്ന ഒരു ദൈവം, ഞാൻ ആരാധിക്കുന്ന സെയിം ദൈവം, പിന്നെ ഇതിനകത്ത് എന്ത് ഡിഫറൻസ് ഇരിക്കുന്ന രീതിയിൽ അമ്മ ഇങ്ങനെ മാറി മാറി നടക്കുമായിരുന്നു. സ്നേഹബന്ധത്തിനൊന്നും കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെ മാറി മാറി നടക്കുമായിരുന്നു. പക്ഷെ ഈ രോഗം പിടിപെട്ടപ്പോൾ അമ്മച്ചി ഇങ്ങനെ പറയുന്നു, സ്നാനപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ രോഗം വന്നിരിക്കുന്നത്, അപ്പം നീ വേഗം സ്നാനപ്പെട്ട രോഗം മാറുന്നു. പക്ഷെ മമ്മി അങ്ങനെ വിട്ടുകൊടുക്കത്തില്ലായിരുന്നു. ഈ ബ്രദർ ആണെങ്കിൽ വേദനയും കൊണ്ട് പൊളയുമായിരുന്നു. വയറ്റിൽ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ പോകുന്ന കാരണത്തല്ല. അപ്പം ഒരു ദിവസം ഇങ്ങനെ മരുന്ന് മാറി കൊടുക്കുവോ എന്തോ സംതിങ് അങ്ങനെ പ്രശ്നം ഉണ്ടായ സമയത്ത് ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് ആ ഒരു രോഗാവസ്ഥയിൽ നിന്ന് മോചിക്കാനുള്ള ഇതങ്ങ് മാറിപ്പോയി. അപ്പൊ ഡോക്ടർമാർ അവസാനം മമ്മിയോട് പറഞ്ഞു, മമ്മി ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി സംഭവം, ഇനി നിങ്ങൾ അറിയിക്കാനുള്ളവർ അറിയിച്ചു, 3 ദിവസം സമയം തരാം, അതിനുള്ളിൽ എന്താ നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തോ, അല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല എന്നുള്ള ഒരു അവസ്ഥയായിട്ട് മാറി. അത് ഒരു ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ. അപ്പം മമ്മി ആകെപ്പാടെ തളർന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ബ്രദർ 3 വയസ്സേ ഉള്ളെങ്കിലും മമ്മിയോട് ഇങ്ങനെ കിടന്നുകൊണ്ട് പറയുവാണ്, മമ്മി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറയൂ. മമ്മി നോക്കുമ്പോൾ മമ്മി യാക്കോബ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മർത്തോമയിൽ നിൽക്കുന്ന ഒരു ടൈം. അപ്പൊ മമ്മി നോക്കിയപ്പോൾ ഈ കൊച്ചു കുഞ്ഞിന് പ്രാർത്ഥിക്കാനുള്ള ഒരു വിശ്വാസമാണ്, ഈ പ്രാർത്ഥിച്ചാൽ ദൈവം സൗഖ്യമാക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ എന്നുള്ളൊരു ചിന്ത മമ്മിയുടെ ഉള്ളിൽ കയറി. അങ്ങനെ മമ്മി ജസ്റ്റ് ആദ്യമായിട്ട് കൈ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാൻ ദൈവം കൃപ കൊടുത്തു. അങ്ങനെ മമ്മിയുടെ വിശ്വാസം വർദ്ധിച്ചിട്ട് മമ്മി ഒരു തീരുമാനം എടുത്തു, ഇങ്ങനെ ഒരു പ്രാർത്ഥനയിൽ കൂടി ദൈവത്തിന് സൗഖ്യമാക്കാൻ കഴിയുമെങ്കിൽ എന്തോ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ഇതിനകത്ത് ഉണ്ട്. അപ്പം അമ്മച്ചി പറഞ്ഞ കാര്യങ്ങൾ, മമ്മിയുടെ സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ, സ്നാനപ്പെടണം, മമ്മിക്ക് കാര്യം സത്യങ്ങളൊക്കെ അറിയെങ്കിലും അതിലേക്ക് കടക്കാൻ, അല്ലെങ്കിൽ കുറെ റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ പെന്തക്കോസ് ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഉള്ള ചിന്തയിൽ മമ്മി വേണ്ടാന്ന് വെച്ചിരിക്കുമായിരുന്നു.
അങ്ങനെ മമ്മി മമ്മി തീരുമാനം എടുത്തു, ദൈവം ഈ പൈതലിനെ ജീവനോട് നൽകി തരുന്നെങ്കിൽ ഞാനും എന്റെ കുടുംബവുമായിട്ട് ദൈവകാര്യങ്ങൾ സമർപ്പിക്കുന്നതുകൊണ്ട് സ്ഥാനപ്പെടാനൊക്കെ തീരുമാനം എടുത്ത് അങ്ങനെ പപ്പയും മമ്മിയും ലേറ്റർ സ്ഥാനപ്പെട്ടു. പിന്നീട് ഇത് ചെക്കപ്പ് നടത്തുന്ന സമയം ഇവർ പറഞ്ഞു, ഡോക്ടർമാർ ആദ്യമേ പറഞ്ഞു ഒന്നുകിൽ ജീവിതകാലം മൊത്തം കാണും അല്ലെങ്കിൽ ഈ കുഞ്ഞ് മരിച്ചു പോകും, രണ്ടിൽ ഒന്നായിരിക്കും സംഭവിക്കുന്നത്. പക്ഷേ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ചെക്കപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഫുള്ളി ദൈവം സൗഖ്യമാക്കി. ഇതിന്റെ ഒരു സിംറ്റംസ് പോലും ഇല്ലാത്ത രീതിയിൽ, ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അന്ന് ദൈവം തൊട്ടതാണ്. പിന്നെ ഇന്ന് 3 ദിവസത്തിനുള്ളിൽ മരിക്കാനുള്ള ചാൻസ് പറഞ്ഞ ആള് ഇന്ന് PhD പഠിച്ചുകൊണ്ടിരിക്കുന്നു. പഠിത്തം സ്കൂൾ ലൈഫും കഴിഞ്ഞ് കോളേജ് ലൈഫ് ഹയർ ഡിഗ്രിയും എടുത്തിട്ട് ഇപ്പൊ PhD പഠിക്കാൻ അന്ന് ദൈവം സൗഖ്യം കൊടുത്തത് ഇന്ന് വരെയും ദൈവം നിലനിർത്തി, ഒരു കുഴപ്പമില്ലാതെ ദൈവം നടത്തി. അതിനുശേഷം എനിക്കൊരു തിരിച്ചറിവ് വരുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കാണുന്ന കാഴ്ചകളൊക്കെ മമ്മി ഇങ്ങനെ ഓരോരുത്തരോടും സുവിശേഷം പറഞ്ഞു. പപ്പ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോകും, ഓരോ വീടുകളിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ അവരോട് സുവിശേഷം പറഞ്ഞു മമ്മി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എടുക്കുന്നു. മമ്മിക്ക് സ്നാനപ്പെട്ടതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഉറക്കത്തിലാണ് അഭിഷേകം പ്രാപിക്കുന്നത്. മമ്മി ഉറക്കത്തിൽ നിന്ന് അഭിഷേകം പ്രാപിച്ചുകൊണ്ട് അന്യഭാഷ പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുകയാണ് ചെയ്തത്. അപ്പൊ തന്നെ മമ്മിയുടെ സിസ്റ്റർ അന്നേരം കൂടെ കിടക്കുമ്പോൾ അമ്മച്ചി ചോദിക്കുന്നുണ്ട്, ഞാൻ 10 വർഷം കാത്തിരുന്നിട്ടാണ് എനിക്ക് അഭിഷേകം പ്രാപിച്ചത്, നീ എന്താ ഉറക്കത്തിൽ നിന്ന് അന്യഭാഷ പറഞ്ഞുകൊണ്ട് വരുന്നത്? ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു മമ്മിയുടെ ഒരു അനുഭവം എന്ന് പറഞ്ഞു. ആ അന്യഭാഷ പ്രാപിച്ചതിന് ശേഷം മമ്മി ഭയങ്കര കൃപാവരങ്ങളാൽ നിറങ്ങിയിട്ട് ഭയങ്കരമായിട്ട് ദൈവം യൂസ് ചെയ്യുന്ന ഒരു ടൈമായിരുന്നു. അതിനും ശക്തമായ ദൈവം എടുത്ത് ഉപയോഗിക്കാൻ ഇവൻ പാസ്റ്റർമാർ പോലും മമ്മിയുടെ അടുത്ത് വരുമായിരുന്നു ദൂത് കേൾക്കാൻ വേണ്ടി. അഭിഷേകം പ്രാപിക്കാത്ത ആൾക്കാർ ഇതുപോലെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക എടുക്കുകയോ ചെയ്യും. അങ്ങനെ അവർ അഭിഷേകം പ്രാപിക്കും, സ്ട്രെങ്തൻ ആവുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കും. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ആ ആദ്യത്തെ കാഴ്ചകൾ, എന്റെ എനിക്ക് ബോധം വരുന്ന സമയമുള്ള ഫസ്റ്റ് കാഴ്ചകൾ. അപ്പൊ എനിക്ക് ഇത് കണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ദൈവവേലയോട് അല്ലെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹവും അതിനോടുള്ള പാഷൻ, എനിക്കൊരു മിനിസ്ട്രിയോടുള്ള ഒരു പാഷൻ എനിക്ക് തോന്നി തുടങ്ങി. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു 5 വയസ്സൊക്കെ ആയ 5ാമത്തെ ബർത്ത്ഡേയുടെ ദിവസമായപ്പോൾ മമ്മി, ഞങ്ങൾ ഈ കുടുംബ പ്രാർത്ഥനയ്ക്കാണ് സാധാരണ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത്, അന്ന് എന്നോട് പറഞ്ഞു, നിനക്കിപ്പോൾ 5 വയസ്സായി, പണ്ടത്തെ പോലല്ല, ഇനി നീ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നിന്നെ അതിനെല്ലാത്തിനും കണക്ക് പറയേണ്ടി വരും. ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, ഓക്കെ ഞാനൊരു റെസ്പോൺസിബിൾ പേഴ്സൺ ആയി മാറണം, അപ്പം ഞാനൊരു വലിയ കൊച്ചായി, അങ്ങനെയൊക്കെ പറഞ്ഞു എന്നെ പറഞ്ഞ് ഇതാക്കുക. അപ്പൊ ഞാൻ അതൊക്കെ അതുപോലെ തന്നെ അങ്ങ് ഏറ്റെടുത്തു. കുറച്ച് കഴിഞ്ഞപ്പം 2-3 ദിവസം കഴിഞ്ഞപ്പം ഞങ്ങൾ 3 പേരാണെങ്കിലും എന്റെ 2ാമത്തെ ബ്രദറുമായിട്ടാണ് ഞാൻ കുറച്ചും കൂടി ക്ലോസ്. 2 വയസ്സിന് വ്യത്യാസമാണ് ഞങ്ങൾ തമ്മിൽ. അപ്പം ഞങ്ങൾ കൂട്ടുകൂടാനാണെങ്കിലും ഭയങ്കര കൂട്ടായിരിക്കും, വഴക്കുണ്ടാക്കാനും ഞങ്ങൾ തമ്മിലായിരിക്കും ഭയങ്കര വഴക്കം. മൂത്ത ബ്രദർ കുറച്ചും കൂടി മെച്യൂർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ട് ആ ഒരു രീതിയിൽ അങ്ങ് പോയത്. അപ്പം ഒരു ദിവസം ഈ കുടുംബ പ്രാർത്ഥന സമയത്ത് മമ്മി ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, മമ്മിക്ക് എന്തോ നിയോഗം തോന്നി പറഞ്ഞതായിരിക്കും. മമ്മി പറഞ്ഞു രക്ഷിക്കപ്പെടാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. അപ്പം ഫസ്റ്റ് 2ാമത്തെ ബ്രദറോട് ചോദിച്ചപ്പം ബ്രദർ പറഞ്ഞു യെസ് എന്ന് പറഞ്ഞു. അപ്പം ബ്രദർ യെസ് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു നോ എന്ന് പറഞ്ഞു. അപ്പം ആളുടെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാനുള്ള ഉദ്ദേശത്തോടെ ഞാൻ അങ്ങനെ പറഞ്ഞു. മമ്മി പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ പറയുന്നത് അങ്ങ് ഏറ്റു പറയണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ സ്പിരിച്വൽ റിലേറ്റഡാ, ഞാൻ അതിനെ ഒരിക്കലും തടസ്സം പറയത്തില്ല, സ്പിരിച്വൽ റിലേറ്റഡ് ഒരു കാര്യം ഞാൻ തടസ്സം പറയത്തില്ല. മമ്മി പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു, ഞാൻ അതുപോലെ തന്നെ ഏറ്റു പറഞ്ഞു. എനിക്കറിയാം യേശു കർത്താവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ അതിന്റെ ഡെപ്ത് ഒന്നും അത്രയും അധികത്വം അറിയത്തില്ല. അവിടെ ദുബായിൽ ജൂലൈ ഓഗസ്റ്റ് സമയത്താണ് അവധിക്കാലം. അപ്പം ആ സമയത്ത് ഞങ്ങളുടെ 3 പേരുടെയും കൂടി ബഹളം വരണ്ടാലോ എന്ന് വെച്ചിട്ട് മമ്മി ഏറ്റവും മൂത്ത ബ്രദറിനെ അബുദാബിയിലോട്ട് പറഞ്ഞു വിട്ടു. അതായത് ഈ മമ്മിയുടെ സിസ്റ്ററിന്റെ വീട്ടിലോട്ട് പറഞ്ഞു. അവിടെ 21 ദിവസം ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്ന സമയം ആയതുകൊണ്ട് ബ്രദർ അവിടെ പോയിട്ട് അന്നേക്ക് അഭിഷേകം പ്രാപിച്ചു. അവിടെ വെച്ചാണ് അഭിഷേകം പ്രാപിക്കുന്നത്. അഭിഷേകം പ്രാപിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ TV ഒക്കെ ഉണ്ട്. TVക്കകത്ത് ഞങ്ങൾ ഓരോ ചാനലിൽ കാണുകൊടുക്കും. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ അത് വരുന്ന സമയത്ത് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞങ്ങളെ ഒരുമിച്ച് എല്ലാവരും കൂടി വിളിച്ച് കാണിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ ആന്റിയുടെ വീട്ടിൽ അങ്ങനത്തെ TVയോ അങ്ങനത്തെ പരിപാടി വന്നു. അപ്പൊ ഞങ്ങൾ തന്നെ ചോദിച്ചിട്ടുണ്ട്, അതെന്താ TV വെക്കാത്ത, നമുക്ക് ജനറൽ നോളജ് ഒക്കെ കിട്ടണമെങ്കിൽ TV ഒക്കെ വേണം. അന്നത്തെ കാലം 94-95 ആ ഒരു കാലം. അപ്പം അവര് സ്പിരിച്വലി ഭയങ്കര ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് അവർ പറഞ്ഞു TVയുടെ ഒന്നും ആവശ്യമില്ല, ദൈവിക ജ്ഞാനം ഉണ്ടെങ്കിൽ എല്ലാം ആവും എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിലാണ് അവർ പോകുന്നത്. അപ്പം പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇത് കാണും. ഈ ബ്രദർ തിരിച്ചു വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഈ മൂത്ത ബ്രദറോട് പറഞ്ഞു, നമുക്ക് ഇഷ്ടപ്പെട്ട ഏതോ ഒരു പ്രോഗ്രാമാണ്, അത് നമുക്ക് കാണാമെന്നുള്ള രീതിയിൽ പറയുമ്പോൾ എന്റെ ബ്രദർ എന്നോട് പറഞ്ഞു, ഇല്ല ഇനിയും തൊട്ട് ഞാൻ കാണത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ കാണാത്തെന്ന് ചോദിച്ചു. പറഞ്ഞു എനിക്ക് ഹോളി സ്പിരിറ്റ് കിട്ടി, അതുകൊണ്ട് ഇനിയും തൊട്ട് ഞാൻ കാണുന്നത്. ഞാൻ ചോദിച്ചു ഹോളി സ്പിരിറ്റ് കിട്ടിയാൽ എന്താ കാണാൻ പാടില്ലേ എന്നുള്ള ഒരു ചിന്തയായിരുന്നു. ഇല്ല ഞാൻ ഇനി തൊട്ട് കാണത്തില്ല, ഭയങ്കര ഡിറ്റർമൈൻഡ് ആയിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഓക്കെ, കാണത്തില്ലേ കാണണ്ട, അതൊക്കെ അവരവരും ദൈവമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടു കളഞ്ഞു. അതിനുശേഷം ആണെങ്കിൽ 2ാമത്തെ ബ്രദർ ഈ കുറച്ച് സമയമായപ്പോഴത്തേക്കാണെങ്കിൽ ഇതുപോലെ അഭിഷേകം പ്രാപിച്ചു. 2ാമത്തെ ബ്രദർ അഭിഷേകം പ്രാപിച്ചു അന്യഭാഷ പറയുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എനിക്ക് ഫീൽ ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ഇനി സ്വർഗത്തിൽ പോകത്തില്ല, എനിക്ക് മാത്രമുള്ള അഭിഷേകം ഇല്ലാത്ത, ബാക്കി എല്ലാവർക്കും അഭിഷേകം പ്രാപിച്ചു, എനിക്ക് മാത്രം അന്യഭാഷ പറയുന്നില്ല. അപ്പൊ ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കും. ഇത് 5 വയസ്സുള്ള പ്രായമാ
പ്രായമായിട്ടിരിക്കുന്ന സമയം. അപ്പൊ എനിക്ക് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും അറിയത്തൊന്നുമില്ലെങ്കിലും മമ്മി എന്നോട് പറഞ്ഞു, നീ മുട്ടയിൽ ഇരുന്നാൽ മതി, യേശുവിൻ രക്തം പറഞ്ഞാൽ മതി, നിനക്ക് അഭിഷേകം പ്രാപിച്ചോളും, കുഴപ്പമില്ലെന്ന് പറയും. ഞാൻ മുട്ടയിൽ ഇരുന്നെന്നറിയാം. പക്ഷെ മമ്മി പറഞ്ഞു ഞാൻ കരങ്ങി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ കരങ്ങിയിട്ടൊന്നും ഓർക്കുന്നില്ല. എനിക്ക് വരുന്ന ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫുള്ളി ഏതോ ഒരു റിയാമിൽ, ഒരു അപ്പർ റിയാമിൽ നിൽക്കുന്ന പോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ, ഫുള്ളി വെളുത്ത ഒരു അറ്റ്മോസ്ഫിയർ, എവിടേക്കോ ദൂരെ ദൂരെ കുറച്ച് ആൾക്കാർ നിന്ന് ആരാധിക്കുന്ന ഒരു പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം മാത്രമേ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. എനിക്ക് താഴോട്ട് ഇറങ്ങി വരാൻ ആഗ്രഹമില്ല. എനിക്ക് ഇവിടെ ചുറ്റും ബാക്കി ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ആരാധിക്കുന്ന ശബ്ദമൊക്കെ എനിക്ക് കേൾക്കാം. ഇവർ നിർത്തരുത് എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പതുക്കെ എന്തായാലും ആരാധന നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം കണ്ണു തുറന്ന് നോക്കിയപ്പോൾ മമ്മി പറയുവാണ്, ഇന്ന് ലിഷ അഭിഷേകം പ്രാപിച്ചു. ഞാൻ വിളിച്ചു, ഞാനോ അഭിഷേകം പ്രാപിച്ചു? എനിക്ക് വിശ്വസിക്കാനായില്ല. ബിക്കോസ് ഞാൻ കേട്ടില്ല, ഞാൻ അന്യഭാഷ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഈ അറ്റ്മോസ്ഫിയർ ആണെന്ന് മാത്രം ഞാൻ അറിയത്തില്ല. ഞാൻ പറഞ്ഞു, ശരിക്കും ഞാൻ പറഞ്ഞോ, ഞാൻ അന്യഭാഷ പറഞ്ഞു? മമ്മിയോട് ചോദിക്കുക. അപ്പം മമ്മി പറഞ്ഞു, അന്യഭാഷ പറഞ്ഞു. ഞാൻ എന്തോ പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര എക്സൈറ്റ്, ആ ഒരു 5 വയസ്സായ കൂടെ എനിക്ക് എന്താ പറഞ്ഞെടുത്തെന്നുള്ള എക്സൈറ്റ്മെന്റ് എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ എന്നുകൊണ്ട് മമ്മി പറഞ്ഞു. അപ്പൊ നെക്സ്റ്റ് ഡേ ചർച്ചിൽ പോകുന്ന സമയത്ത് ഇതുപോലെ ഞാനിങ്ങനെ ആരാധിക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ അന്യഭാഷ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു കേട്ടു, ഞാൻ പറയും. അപ്പോഴാണെങ്കിൽ എനിക്ക് വിശ്വാസമായ, അപ്പൊ എനിക്ക് ശരിക്കും അന്യഭാഷ പ്രാപിച്ചു അല്ലേ. അപ്പൊ കുറച്ച് അതിനുശേഷം വലുതായതിനു ശേഷം ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഈ 5 വയസ്സ് പ്രായമുള്ള സമയത്ത് മമ്മി പറഞ്ഞതിന്റെ പേരിലാണല്ലോ ഞാൻ രക്ഷിക്കപ്പെട്ടെ, അത് ശരിക്കും അത് രക്ഷിക്കപ്പെടൽ തന്നെ ആണോ എന്നൊരു സംശയം എന്റെ മനസ്സിൽ വന്നു. അങ്ങനെ പറയുമായിരുന്നു. പക്ഷെ ദൈവം അന്നേരം എന്നോട് സംസാരിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, രക്ഷിക്കപ്പെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി പറഞ്ഞ് നമ്മൾ ഫോഴ്സ്ഫുള്ളി ആയിക്കോട്ടെ അങ്ങനെ അല്ലാതെ ചെയ്തെന്ന് പറഞ്ഞാലും അഭിഷേകം പ്രാപിക്കുക അല്ലെങ്കിൽ അന്യഭാഷ പറയുക എന്ന ദൈവം തരുന്നൊരു സംഭവം, അല്ലെങ്കിൽ മനുഷ്യൻ തരുന്ന സംഭവം. അപ്പം ദൈവം ആ രക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റുപറയുന്ന ദൈവം അത് അക്സെപ്റ്റ് ചെയ്തത് കൊണ്ടാണല്ലോ അന്യഭാഷ ദൈവം തന്നത് എന്നൊരു കൺഫർമേഷൻ ദൈവം എനിക്ക് തന്നു. അപ്പൊ എനിക്ക് ഓക്കെ, അപ്പം ദൈവം എന്റെ രക്ഷിക്കപ്പെടൽ കൺഫർമേഷൻ ആക്കി, അഭിഷേകം കാര്യങ്ങൾ എല്ലാം ഇതായെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി കിട്ടി. അതിനുശേഷമാണെങ്കിൽ ഞാൻ ഒരു 9 വയസ്സൊക്കെ ആയ സമയത്താണെങ്കിൽ ഞങ്ങൾ ദുബായിൽ നിന്ന് നാട്ടിലോട്ട് ഇങ്ങി പോകുന്നു. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പപ്പയുടെ ജോലിയൊക്കെ പോയി അങ്ങനെ ഞങ്ങൾ നാട്ടിലോട്ട് പോകുന്നതിന് ശേഷമാണെങ്കിൽ ഞാനൊരു ഹിന്ദു സ്കൂളിലാണ് പഠിച്ചത്, നാട്ടിൽ വന്നതിന് ശേഷം. അപ്പൊ അവിടെ എനിക്ക് ഇങ്ങനെ ഫ്രണ്ട്സ് റിലേഷൻഷിപ്പ് എനിക്ക് എന്തോ പറ്റുന്നില്ലായിരുന്നു, എല്ലാവരുമായിട്ട് അങ്ങനെ ചേർന്ന് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർ കുറവായിരുന്നു. എന്തോ എനിക്ക് മാനസികമായിട്ട് അവരോട്ട് ചേർന്ന് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. എന്റെ ലാംഗ്വേജ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, മലയാളം അങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് എല്ലാം കൊണ്ട് ഇങ്ങനെ പോവാൻ. അപ്പം ഞാൻ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു. വീട്ടിലാണെങ്കിലും ഇങ്ങനെ പറമ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മമ്മി അങ്ങനെ ആ ഒരു പണി കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടിരിക്കും. ഏറ്റവും മുതൽ ബ്രദറിന് പഠിത്ത കാര്യങ്ങളിങ്ങനെ ആള് 11th ആയിരുന്നു. പക്ഷെ ഈ രണ്ടാമത്തെ ബ്രദർ ടീനേജിലോട്ട് കടന്ന ഒരു സമയമായതുകൊണ്ട് ഇച്ചിരി ഭയങ്കര ഇറിറ്റേറ്റീവ് ആയിരുന്നു. നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഇടയ്ക്കിടയ്ക്ക് തോണ്ടിക്കൊണ്ട് വരും, അല്ലെങ്കിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മളെ ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് അടിക്കാൻ പോയി കഴിഞ്ഞാൽ 2 ഇടി കൂടുതൽ കിട്ടുമെന്നല്ലാതെ അല്ല നമ്മൾ അങ്ങോട്ട് ചേർത്തില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. എല്ലാ ദിവസവും ഇതുപോലെ അടിയിടിയും എന്നൊക്കെ ഉള്ള രീതിയിൽ. പക്ഷെ ഞങ്ങൾ അങ്ങനെ വഴക്കുണ്ടാക്കി തുടങ്ങിയാൽ സ്നേഹത്തിന് ഒരു കുറവോ ഒന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ എല്ലാം നോർമലായിട്ട് നമ്മൾ സംസാരിക്കുക, ഇടപെടി കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പക്ഷേ ഈ ലോൺലിനെസ് എന്നെ കയറി ബാധിക്കാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് എനിക്ക് ആരും ഇല്ല എന്നൊരു ഫീലിലേക്ക് വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ആരുണ്ട് എന്നെ സ്നേഹിക്കാൻ പറ്റുന്ന ആരുണ്ട്? അപ്പൊ നമുക്ക് ദൈവമായിട്ട് അങ്ങനെ പ്രോപ്പർ ബന്ധമൊന്നും ആയിട്ടൊന്നുമില്ല. ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ പപ്പയുടെ ഫാമിലി, എന്റെ ഗ്രാൻഡ് പേരൻസ് എല്ലാം മരിച്ചു പോയതാണ്. മമ്മിയുടെ ഫാമിലി മമ്മിയുടെ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ അമ്മച്ചിയെ മാത്രം എനിക്ക് സ്നേഹിക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് ഞാൻ കയറി. വേറെ ആരും എന്നുമായിട്ട് യാതൊരു ബന്ധം മീൻസ് പ്രോപ്പർ ഇത് വരുന്നില്ലെന്ന് വെച്ചു. അപ്പൊ ഞാനാണെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം അമ്മച്ചിക്കിന് നമ്മുടെ ബ്രദറിന്റെ വീട്ടിൽ താമസിക്കുന്നത്, ഇടയ്ക്ക് കുറച്ച് ദിവസം താമസിക്കാൻ വേണ്ടിയിട്ട് വരും. അമ്മച്ചി ഇങ്ങനെ വീട്ടിൽ വന്ന സമയത്ത് ഒരു ഞാൻ ചെയ്ത കുറ്റം തന്നെയാണെങ്കിൽ പോലും മമ്മി എന്നെ അടിക്കാൻ വേണ്ടി വരും. മമ്മി അടിക്കണം എന്ന് വെച്ചാൽ പിന്നെ അടിച്ചിട്ടേ പോത്തുള്ളൂ, ആ ഒരു രീതിയാണ്. അപ്പൊ അമ്മച്ചി പറയും അടിക്കടി എന്ന് പറയുന്നത് അമ്മച്ചിയും പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. കാരണം ഞാൻ സ്നേഹിക്കണം എന്ന് വിചാരിച്ച ലാസ്റ്റ് പേഴ്സൺ ആയിരിക്കുന്ന അമ്മച്ചി വരെ എന്നെ അടിക്കണം എന്ന് തുടങ്ങിയെങ്കിൽ തീർന്നു എന്റെ കാര്യത്തിൽ തീരുമാനം. ഇനി ആരുമില്ല എന്നെ സ്നേഹിക്കാനോ എനിക്ക് സ്നേഹിക്കാനൊന്നും ആരുമില്ല എന്നുള്ളൊരു ഫീലിലേക്ക് വന്നെത്തി. ഞാൻ സാധാരണ എനിക്ക് ദേഷ്യം തീർക്കാൻ പറ്റാത്ത കാരണത്താൽ ഞാൻ എന്തെങ്കിലും ഒന്നുകിൽ പാത്രങ്ങൾ വലിച്ചെറിയും, അങ്ങനെ. കാരണം ഇപ്പൊ എന്നെ അടിച്ചാലും എനിക്ക് തിരിച്ചടിക്കാൻ എനിക്കൊരു ഇതില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്റെ ദേഷ്യം, എന്റെ സങ്കടം തീർക്കുന്ന അങ്ങനെ നോക്കിയും കണ്ടൊക്കെ അറിയത്തുള്ളൂ. പൊട്ടുന്നൊന്നും അറിയത്തില്ല, പൊട്ടാത്ത എന്തെങ്കിലുമൊക്കെ വെച്ച് എറിയ എടുക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ സ്റ്റോപ്പ് ചെയ്യപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ പിന്നെ അടിക്കാൻ വരുള്ളൂ. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, ഏതെങ്കിലും റൂമിൽ കയറി കുറ്റിയിടുക, കഥകളിട്ട് അടിച്ച് എടുക്കുക. കാരണം എന്റെ വിഷമം എവിടെയെങ്കിലും തീർക്കണമല്ലോ, ആ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ അവസാനം കട്ടളകളെല്ലാം ഇങ്ങനെ പൊളിഞ്ഞു തുടങ്ങി. ഇങ്ങനൊരു അമ്മച്ചി ഇങ്ങനെയും കൂടി പറഞ്ഞ് എനിക്ക് അടിയും കൂടി കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് ഫുൾ ഡെസ്പായിട്ട് ഞാൻ ആകെ ഇനി ഒരു ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോർ റൂം മാത്രമല്ല, ആ സ്റ്റോർ റൂമിനകത്ത് കയറി ഞാൻ അടിച്ചുകൊണ്ടിരുന്നു. അപ്പം ഈ രണ്ട് ബ്രദേഴ്സും വന്നിട്ട് എന്നോട് പറഞ്ഞു, മതി നിർത്ത്, ഇനി അങ്ങനെ ചെയ്യണ്ട, ഇനി ഈ ഡോറും കൂടി ഉള്ളൂ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരിക്കും അന്നേരം ഞാൻ തുറന്ന്
എന്റെ ആ വിഷമത്തിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഇനി അങ്ങ് ചത്താ മതി, ഇനി എനിക്ക് ജീവിക്കണ്ട എന്നുള്ള രീതിയിൽ പറയും. ഈ ഇങ്ങനെ പറയുകയും എന്റെ ഏറ്റവും മൂത്ത ബ്രദർ, ഈ ബ്രദറാണ് എന്നെ ഞങ്ങളെ കുറച്ചും കൂടി സ്പിരിച്വലി മെന്റർ ചെയ്യുകയൊക്കെ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഈ ബ്രദർ ഉടനെ പറഞ്ഞു അങ്ങനൊന്നും പറയാൻ പാടില്ല, ദൈവത്തിന് അത് ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് പെട്ടെന്ന് ആ ചിന്ത കയറി, ദൈവത്തിന് അത് ഇഷ്ടമല്ല എന്നൊരു വാക്ക്. അപ്പം ദൈവത്തെ ഒരിക്കലും ഇഷ്ടമൊക്കെ അങ്ങനെ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചു ദൈവത്തിന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ലൈഫ് ഞാൻ ജീവിക്കേണ്ട അവസ്ഥ വരുന്നു എന്നൊരു ചിന്തയിലേക്ക് ഞാൻ കയറി. അപ്പം എന്റെ വിഷമങ്ങളെല്ലാം പിന്നെ നേരെ റീഡയറക്ട് ചെയ്യാൻ തുടങ്ങി. വേറെ ആരോടും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവത്തോടല്ല വേറെ ആരും പറഞ്ഞിട്ട്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ചിലപ്പം മംഗ്ലീഷിലെ രീതിയിലായിരിക്കും നമ്മൾ. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, വൈ കാണ്ട് യു മേക്ക് ദിസ് ഫാമിലി ഹാപ്പി ഫാമിലി, വൈ ഷുഡ് ഐ കീപ് ഓൺ ക്രൈങ് ഈച്ച് ആൻഡ് എവറി ഡേ എന്നുള്ള രീതി. എന്തിനാ ഈ ഒരു ഫാമിലി എന്തുകൊണ്ട് ഒരു സന്തോഷമുള്ള ഒരു കുടുംബം, ഈ ഒരു ദിവസം പോലും കരയാത്ത ഒരു ദിവസം ഇല്ലല്ലോ എന്നുള്ളൊരു ഭയങ്കര ഒരു എണ്ണം എന്റെ ഉള്ളിൽ വന്നിട്ട് ഇങ്ങനെ ആയിരിക്കും. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതൊന്നും പറഞ്ഞിട്ടൊന്നും ആരോടും പറഞ്ഞിട്ട് കാര്യം, ദൈവം ഒരു റിപ്ലൈ തരുന്നില്ല, ഒന്നുമില്ല, ഒരു രക്ഷയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു എങ്ങനെ മരിക്കണം. അപ്പൊ നമുക്ക് നാട്ടിൽ വന്നപ്പോഴാണ് ഈ ന്യൂസ് പേപ്പർ കാണുന്നത്, നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യം നമുക്ക് അറിയത്തൊന്നുമില്ല. അത് 4ലോ 5ലോ പഠിക്കുന്ന ആ ഒരു പ്രായം. ഞാനിങ്ങനെ തൂങ്ങി മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്, പോയിസൺ കഴിച്ചാൽ എങ്ങനെയുണ്ട്, മുറിച്ചുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ അറിവിലുള്ള മാത്രം കാര്യങ്ങൾ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, ഇത് വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാ എന്ന് അറിയുമ്പോഴത്തേക്ക്, അതായത് ഞാൻ സൂയിസൈഡ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ദൈവനാമം ദുഷിക്കപ്പെടും, പെന്തക്കോസ് നാമം ദുഷിക്കപ്പെടും, ഫാമിലി നാമം പ്രശ്നമാവും, അങ്ങനെയൊക്കെ വരുമ്പം ശരിയാവത്തില്ല. അതൊന്നും ആർക്കും ഒരു പ്രശ്നം വരാൻ പാടില്ല, പേരുദോഷം വരാൻ പാടില്ല. പക്ഷെ ഞാൻ സംഭവം എനിക്കങ്ങ് മരിച്ചാൽ മതി എന്നുള്ളൊരു ചിന്തയിലേക്ക്. അപ്പൊ ഞാൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് ഇതൊന്നും വർക്ക്ഔട്ട് ആകും. ഇനി ആകെപ്പാടെ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ്. അതാകുമ്പോൾ ആരും അറിയത്തില്ല, ഏതെങ്കിലും ഒരു കൊച്ചു വെച്ച് റോഡ് ക്രോസ് ചെയ്തപ്പോൾ വണ്ടി ഇടിച്ചു മരിച്ചുപോയി, അത്രയും അല്ല ചിന്തിക്കത്തുള്ളൂ എന്ന് വെച്ചിട്ട് അത് പ്ലാൻ ഔട്ട് ചെയ്യാൻ തുടങ്ങി. ഇനി നെക്സ്റ്റ് ഡേ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ എങ്ങനെ ചെയ്യണം, അതോടൊക്കെ എന്റെ കാര്യത്തിൽ തീരുമാനം. അപ്പൊ ഒരു ദൈവശബ്ദം എന്നോട് ദൈവം സംസാരിക്കുകയാണ്, പ്രാണൻ ഇരിക്കുന്ന എന്റെ കയ്യിലാ, നീ മരിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. നീ വേണമെങ്കിൽ വണ്ടിയുടെ മുമ്പിൽ ചാടുമായിരിക്കാം, പക്ഷെങ്കിൽ ഞാൻ നിന്റെ ജീവനെ എടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നീ കാലും കൈ ഒടുങ്ങി നീ ആശുപത്രി കിടക്കുമെന്നല്ല, നിനക്ക് നിന്റെ ജീവൻ പോകാൻ പോകുന്നില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത്, നീ കാലും കൈ ഒടുങ്ങി അതിന്റെ വേദനയും സഹിക്കണം, ഇതിനുള്ള വിഷമം കൂടാതെ ആണെങ്കിൽ കാലും കൈയും വേദന. അപ്പം ബാക്കിയുള്ളവർ പറയുമായിരിക്കും അയ്യോ പാവം, കാല് ഒടിക്കലോ കൈ ഒടിക്കലോ പറയും. ഇവർക്ക് അയ്യോ പാവം എന്ന് പറയാനല്ലാതെ അവർക്ക് ഈ വേദന പകരം സഹിക്കാൻ പറ്റത്തില്ല. നീ തന്നെ സഹിക്കണം. അപ്പൊ ഭേദം എന്താ, ഒന്നും ചെയ്യാതിരിക്കുക, ദൈവസന്നിധിയിൽ ഇരിക്കുക എന്നുള്ളത്. അപ്പം പിന്നെ എനിക്ക് ദൈവത്തോട് ഒരു ദേഷ്യം പോലത്തെ ഫീൽ ചെയ്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, പിന്നെ എന്താ ഞാൻ ചെയ്യണ്ടേ, ഇനി ഇതിനപ്പുറം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവം അന്നപ്പം നീ ഒരു ഡിസിഷൻ എടുക്കണം, രണ്ടിലൊന്ന് തീരുമാനം ദൈവം എടുക്കണം എന്നുള്ള ഇത് ദൈവത്തോട് ഞാൻ പറഞ്ഞു, ഒന്നുകിൽ എന്റെ ബ്രദറിനെ നന്നാക്കി എടുക്കണം, ഇല്ലെങ്കിൽ പിന്നെ ഇത് സഹിക്കാനും ക്ഷമിക്കാനും വഹിക്കാനുള്ള കൃപ എനിക്ക് തന്നെ. രണ്ടിലൊന്ന് ദൈവം എന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി, അല്ല എന്നെ കൊണ്ട് പറ്റും, എനിക്ക് ഒരു നിമിഷം അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നു. അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെ കരഞ്ഞു തീർക്കും. പിന്നെ ഞാൻ ചിന്തിച്ചു, ഇനി ഫാമിലിയിൽ അമ്മച്ചിയെ വിട്ടു, അമ്മച്ചിയെ നീ നോക്കിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അപ്പൊ ഫാമിലിയിൽ ഇനി എങ്ങനെ എന്റെ സ്നേഹത്തിന്റെ ഡിഗ്രി എന്നുള്ളത് നോക്കാം. പപ്പ അന്നേരം ഗൾഫിൽ തന്നെ ദുബൈക്ക് തിരിച്ചുപോയി, ഒരു ജോലി കിട്ടി, പോയ ജോലി തിരിച്ച് വേറെ ഒരു ജോലി കിട്ടി ശരിയായി വന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ പപ്പയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ബിക്കോസ് പപ്പ എന്നെ വഴക്ക് പറയുന്നില്ല, അങ്ങനെ വലിയ പ്രശ്നം വരുന്നില്ല. നെക്സ്റ്റ് വരുന്നത് ഈ ഏറ്റവും മൂത്ത ബ്രദർ, ബിക്കോസ് അവരുമായിട്ടും വലിയ പ്രശ്നം വരുന്നില്ല. പിന്നെ വരുന്നത് രണ്ടാമത്തെ ബ്രദറെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റത്തില്ല, വഴക്കാവാനുള്ള അവരുമായിട്ട്. പിന്നെ വരുന്നത് മൂന്നാമത്തെ വരുന്ന മമ്മി, പിന്നെ ലാസ്റ്റ് രണ്ടാമത്തെ ബ്രദർ. അങ്ങനെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ട് ഓക്കെ എന്നാൽ പിന്നെ പപ്പായെ ഓർത്തെങ്കിലും തൽക്കാലത്തേക്ക് ഈ സൂയിസൈഡൽ തോട്ട് പോസ്റ്റ്പോൺ ചെയ്യാന്ന് വെച്ചു. കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പപ്പ ഉടനെ തന്നെ നാട്ടിൽ വരേണ്ടി വരും, ജോലിക്ക് പ്രശ്നം വരും, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരുമല്ലോ. അപ്പോൾ വേണ്ടാന്ന് വെച്ചു. അപ്പൊ ഇനി വരുന്ന സമയത്തേക്ക് ആക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ മാറ്റി വെച്ചു. അപ്പൊ ഞാൻ വെച്ചു പിന്നെ ഇനിയിപ്പോ എന്താ ചെയ്യുക. അപ്പൊ ഞാൻ പിന്നെ അങ്ങനെ പ്രാർത്ഥിച്ചങ്ങ് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇറങ്ങി അങ്ങ് പോന്നു. പക്ഷെ ആ ഒരു പ്രാർത്ഥന ദൈവം കേട്ടിട്ടാണെങ്കിൽ ദൈവം ബ്രദറിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നു. ദൈവം തന്നെ ബ്രദറിനോട് സംസാരിക്കാൻ തുടങ്ങി. അന്ന് പ്രാർത്ഥിച്ച ഒന്നുകിൽ ദൈവം ബ്രദറിനെ നന്നാക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇതിനുള്ള ശേഷി തരണം. അപ്പം ബ്രദറിനെ ദൈവം മാറ്റാൻ തുടങ്ങുമ്പോൾ ദൈവം തന്നെ ഈ ബ്രദറിന് ഈ ദേഷ്യ സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് ദേഷ്യപ്പെടും, അങ്ങനെയൊക്കെ ഉള്ളതാണ്. ദൈവം തന്നെ കാണിച്ചു കൊടുത്തു, മോശ കോപിച്ചത് കൊണ്ടാണ് പാറയിൽ അടിച്ച് അങ്ങനെ കനാൻ ദേശം കടക്കാൻ പറ്റത്. അപ്പം മമ്മിയോട് ഇങ്ങനെ ഞങ്ങളോടൊന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ മമ്മി പറഞ്ഞു നമ്മുടെ കോപം മാറ്റണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ആള് ഫുള്ളി മാറി. ദൈവശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ അതിലേക്ക് തിരിയാനുള്ള ദൈവത്തോടുള്ള സ്നേഹം കണ്ടോ അതങ്ങ് അങ്ങനെ അങ്ങ് മാറ്റാൻ നോക്കും. ബ്രദർ ആകെപ്പാടെ അങ്ങ് മാറി, ബൈബിൾ വായിക്കാൻ തുടങ്ങി, പല എൻകറേജ്മെന്റ്സ് വന്ന് ബൈബിൾ വായിക്കാൻ തുടങ്ങി. അപ്പൊ ആളിങ്ങനെ ബുക്സുകൾ എഴുതാൻ തുടങ്ങി, വായിക്കുന്ന കാര്യങ്ങൾ എന്താണ് ഇൻസ്പയർ ആവുന്ന കാര്യങ്ങൾ ഇങ്ങനെ ബുക്കുകൾ 2-3 ബുക്കുകൾ എഴുതി തുടങ്ങി. അപ്പോഴത്തേക്ക് ബൈബിൾ വായിച്ചു തുടങ്ങിയപ്പോൾ ആൾക്ക് ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷൻ വരാൻ. അന്ന് അടി ഉണ്ടാക്കി എടുത്തിരുന്ന ആള് നേരെ ഒരു കോയിൻ തിരിയുന്ന പോലെ തിരിഞ്ഞ് ആളുടെ ക്യാരക്ടർ ഫുള്ളി അങ്ങ് മാറിയിട്ട് ഇന്ന് നമ്മൾ അങ്ങോട്ട് തോണ്ടിയാൽ പോലും
ആള് നമ്മളോട് ചിരിച്ചോണ്ട് നിൽക്കും. ആ മാതിരി ഫുള്ളി ഇന്ന് കാണുന്ന ആ ബ്രദറിനെ കണ്ട ഒരിക്കലും ആരും പറയത്തില്ല അന്ന് ഇറിറ്റേറ്റ് ചെയ്ത് എന്നെ ആ സൂയിസൈഡൽ തോട്ടിലേക്ക് പോലും കൊണ്ടെത്തിച്ചത് ഈ ബ്രദറാന്ന് ഒരിക്കലും പറയത്തില്ല. ആ മാതിരി ആളങ്ങ് ഫുള്ളി അങ്ങ് മാറി ഇതായി ചെയ്തു. അതിനുശേഷമാണെങ്കിൽ എനിക്കൊരു ഒരു 6ാം ക്ലാസ്സിലോട്ടൊക്കെ എത്തുന്ന സമയമായപ്പം എന്റെ ഏറ്റവും മൂത്ത ബ്രദർ ആണെങ്കിൽ പഠിത്തത്തിന് ഹയർ സ്റ്റഡീസിന് വേണ്ടി എഞ്ചിനീയറിംഗിന് പഠിക്കാൻ വേണ്ടിയിട്ട് പപ്പ പിന്നെ നെക്സ്റ്റ് വന്നു. ബ്രദറിനെ ചേർക്കാൻ വേണ്ടിയിട്ട് അന്നാണ് നെക്സ്റ്റ്. അപ്പൊ ആ സമയത്ത് ഞാൻ തിരിച്ച് ചിന്തിച്ചു, അന്ന് സൂയിസൈഡ് ചെയ്യാൻ ചിന്തിച്ചത് ഈ പപ്പ വരുന്ന സമയത്ത് ചെയ്യാന്നുള്ളൂ. അപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട് എന്റെ തോട്ട് എന്നുള്ള രീതി ഞാൻ തന്നെ എന്നെ തന്നെ അനലൈസ് ചെയ്തപ്പോൾ ഞാൻ ഇപ്പൊ എല്ലാം ശാന്തമായി, കുഴപ്പമില്ല, ഇനിയിപ്പം സൂയിസൈഡ് ചെയ്തതിലും കുഴപ്പമില്ല, അങ്ങ് ജീവിച്ചു പോകാം എന്നുള്ള രീതിയിൽ. അപ്പൊ പപ്പ കൊണ്ട് ഈ ബ്രദറിനെ കൊണ്ട് ചേർത്തു, തിരിച്ചുപോയി. നെക്സ്റ്റ് മമ്മി ബ്രദറിനെ കൊണ്ട് ആക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അമ്മച്ചി ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു താമസിക്കും. അപ്പൊ ഞാനും എന്റെ 2ാമത്തെ ബ്രദറും അമ്മച്ചി മാത്രമേ ഉള്ളൂ. അപ്പം ബ്രദർ വേറെ റൂമിൽ കിടക്കുന്നു, ഞാനും അമ്മച്ചിയും സെയിം റൂമിൽ കിടക്കുന്നു. മമ്മി എന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞിട്ട് പോയി, നീ വേണം എല്ലാം കാര്യങ്ങൾ നോക്കണ്ടേ, രാത്രി കഥകളൊക്കെ പൂട്ടിയോ എല്ലാം നോക്കിയിട്ടൊക്കെ വേണം കിടക്കണ്ടേ, ബ്രദറിനെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല, അമ്മച്ചിക്കൊന്നും അറിയത്തുമില്ല, നീ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു എന്നെ ഏൽപ്പിച്ചു. ഞാൻ അന്ന് രാത്രി കിടക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ ഇങ്ങനെ ഈ റൂഫിലോട്ട് നോക്കി ഞാൻ ഇങ്ങനെ കിടക്കുമെന്ന് ഞാൻ ചിന്തിച്ചു, മമ്മി എന്നെയാണല്ലോ ഏൽപ്പിച്ചിട്ട് പോയി, ഞാൻ വേണം സൂക്ഷിക്കണം, വല്ല കള്ളന്മാരും വന്നു കഴിഞ്ഞാൽ ഞാൻ വേണം ഫസ്റ്റ് അലേർട്ട് കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇന്ന് ഉറങ്ങാൻ പാടില്ല, ഉറങ്ങാതെ കണ്ണ് തുറന്ന് ഇങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കും. അപ്പം പെട്ടെന്ന് എന്റെ മനസ്സിൽ ഒരു പാട്ട് വരുക. മലയാളമൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ, മലയാളം പാട്ടൊന്നും അധികം അറിയത്തില്ല. പക്ഷെങ്കിൽ ഇങ്ങനെ ഒരു പാട്ട് വരും, അമ്മേ പോലെ താലോലിച്ചണച്ചിടുന്നു, സമാധാനമായി കിടന്നുറങ്ങാം തന്റെ മാർഗൽ ദിനം ദിനമായി. അപ്പം എനിക്ക് വാക്കുകൾ സത്യം പറഞ്ഞാൽ അറിയത്തില്ല, ആ താതൻ എന്താന്നോ അല്ലെങ്കിൽ ആ ഓരോ വാക്കുകൾ അതിന്റെ എക്സാക്ട് മീനിങ് എനിക്കറിയില്ല. പക്ഷെ എന്തെല്ലാം ഊഹിച്ചെടുത്തു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഈ വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ എന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള കറക്റ്റ് വാക്ക്. ഈ പാട്ട് ഏത് പാട്ടാന്ന് എനിക്കൊരു പിടിപ്പിടുത്തില്ല. ഞാനിങ്ങനെ ചിന്തിച്ച് നോക്കിയപ്പോഴാണ് സ്തുതി എൻ മനമേ അങ്ങനെ ഒരു പാട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം. അപ്പം അന്നത്തെ വാക്കുകൾ നോക്കാം. ഞാൻ ചിന്തിച്ചെന്താ, മമ്മി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉറങ്ങാൻ പാടില്ല. പക്ഷെ ദൈവം പറയുന്ന അമ്മയെ പോലെ താതൻ താലോലി ചണച്ചെടുത്തു, സമാധാനമായി കിടന്നുറങ്ങാം തന്റെ മറവ് ദിനം ദിനമായി. അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവത്തിന്റെ പ്രസൻസ് ആണ്, വേറെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ ദൈവകരങ്ങൾ സമർപ്പിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ കിടന്നുറങ്ങി. അപ്പം ശരിക്കും പറഞ്ഞ ഈ പറഞ്ഞ ഇൻസിഡൻസ് ഒക്കെ ആണെങ്കിൽ ആദ്യത്തെ ഞാൻ എന്റെ ഫസ്റ്റ് ഇമോഷൻസ് ദൈവത്തിലോട്ട് പറയുന്ന ആദ്യത്തെ സംഭവമായിരുന്നു എന്റെ ആ സൂയിസൈഡൽ തോട്ട് വന്ന സമയത്ത്. കാരണം ദൈവത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ഇതാക്കാം, നമ്മൾ എന്താണോ ഫീലിംഗ് അത് അതുപോലെ തന്നെ ദൈവത്തോട് പറയാന്നുള്ള ആ ഒരു ഇൻസിഡന്റ് ആയിരുന്നു അന്നത്തെ. ഈ പാട്ടിൽ കൂടിയാണെങ്കിൽ ദൈവം നമ്മളോട് ദൈവം സംസാരിക്കുന്ന ഒരു ദൈവമാണ്, അല്ലെങ്കിൽ പാട്ടിൽ കൂടിയാണ് ഏത് രീതിയിലാണെങ്കിലും സംസാരിക്കുന്നത്. അപ്പം ദൈവമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രോപ്പർ ഒരു ഇത് വരാൻ തുടങ്ങി, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് വരുന്നത്, നമുക്ക് എന്തും പറയാന്നുള്ളത്. ഒരു 11 വയസ്സൊക്കെ ആയ സമയത്ത്, അതായത് 2000ന്റെ സമയം ഇപ്പം എല്ലാവരും ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമല്ലോ, യേശുവിന്റെ 2ാമത്തെ വരവായി അല്ലെങ്കിൽ ലോകാവസാനം അങ്ങനെയുള്ള സംഭവം വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ന്യൂ ഇയറിന്റെ സമയമായപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ഇനി സ്വർഗത്തിൽ പോവോ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ ബൈബിൾ വായിക്കുന്നില്ല, പ്രോപ്പറായിട്ട് പ്രാർത്ഥിക്കുന്നില്ല, അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ബൈബിൾ വായിച്ചു തുടങ്ങുമെന്ന് ചിന്തിച്ചു. അപ്പൊ ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇനി എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വേറെ എന്തെങ്കിലും ഒരു അക്ഷരം വായിക്കുന്ന മുമ്പേ തന്നെ ബൈബിൾ വായിച്ചിട്ട് വേറെ എന്ത് പരിപാടിയും ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഞാൻ ബൈബിൾ വായിച്ചു തുടങ്ങി. ബൈബിൾ വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ദാവീദ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, രാവും പകലും ഞാൻ അന്നെങ്കിൽ വചനം ധ്യാനിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഞാൻ ചോദിക്കാം രാവിലെയും വൈകിട്ടും വായിക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഓക്കെ രാവിലെ ന്യൂ ടെസ്റ്റ്മെന്റ് വായിക്കാം, രാത്രി ഓൾഡ് ടെസ്റ്റ്മെന്റ് വായിക്കാം, അങ്ങനെ ഒരു രീതിയിലേക്ക് വന്നെത്തി. അപ്പൊ ഞാൻ എനിക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങാനും ഒരു ദിവസം വായിക്കാൻ പറ്റിയില്ലെങ്കിൽ അന്നത്തെ ദിവസം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പം ദൈവം റിപ്രിമെന്റ് ചെയ്യുന്ന പോലെ, അടി തന്ന് വളർത്തുന്ന പോലത്തെ അന്ന് മുതലാണ് ഈ പട്ടാളച്ചിട്ട എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള പട്ടാളച്ചിട്ട ശരിക്കും അനുഭവിച്ചു തുടങ്ങുന്ന അന്നേരം. കാരണം ഞാൻ അത് ദൈവത്തിന് മുമ്പാകെ ഒരു തീരുമാനം എടുത്തിച്ച് ചെയ്തില്ല എന്ന് വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ഇത് അടിയെന്ന് പറഞ്ഞാൽ ചിലപ്പം ദൈവം ചിലപ്പോൾ ആരെങ്കിലും ടീച്ചർമാരെങ്കിലും വഴക്ക് പറയുമായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും പിള്ളേരുമായിട്ട് വഴക്കുണ്ടാക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പൊ ഈ ഒരു സംഭവം വരുമ്പോഴത്തേക്ക് ഞാൻ ചെയ്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ബൈബിൾ സ്കൂളിൽ തന്നെ കൊണ്ടുപോയിട്ട് വായിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കൊണ്ടുപോയി തുടങ്ങിയപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ എന്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ഞാൻ എനിക്ക് സുവിശേഷം പറയാനിടയായി. ആ കുട്ടി എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ എന്തോ ഒരു കറുത്ത ശക്തി എന്റെലേക്ക് വരുന്നെന്നുള്ളത് പോലെ തോന്നുന്നു പറയും. അപ്പൊ ഈ പറഞ്ഞ നീ ഒരു ദൈവബൈതലായിരുന്നെങ്കിൽ എനിക്ക് പറയാൻ വരുന്നു, യേശുവിന്റെ രക്തത്താൽ നിനക്ക് ജയം കിട്ടുന്നുണ്ട് ഇത്. അപ്പം പറഞ്ഞു അതെങ്ങനെ എന്താന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇങ്ങനെ സുവിശേഷമൊക്കെ പറഞ്ഞു. അവൾ എനിക്ക് യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി നീ ഒരു ദൈവബൈതലാണ്, നീ യേശുവിന്റെ രക്തം പറഞ്ഞു ഇനി ഇത് നിന്നെ ബാധിക്കുന്നില്ല. ഞാൻ ട്രൈ ഔട്ട് ചെയ്യുക, എനിക്ക് അറിയത്തില്ല, എവളോട് പറയുന്നില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു മേ ബി ഹെൽപ്ഫുൾ ആയിരിക്കും, അവർ ഹിന്ദു ഇതിൽ നിൽക്കുന്നത്. അപ്പൊ അവൾ ഇതുപോലെ രക്ഷിക്കപ്പെട്ട
കഴിഞ്ഞ ശേഷം ഇതുപോലെ ഏഷ്യൻ രക്തം പറഞ്ഞു. അപ്പൊ പിന്നീട് ഞാൻ ചോദിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചു, പറഞ്ഞു ഇപ്പം ഞാൻ ഏഷ്യൻ രക്തം പറയുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ എനിക്കൊരു ഉറപ്പായി, ഓക്കെ, യേശുവിന്റെ രക്തത്തിൽ ശരിക്കും പറഞ്ഞ ജയമുണ്ട്. അത് ഏതൊരു വ്യക്തിക്കാണെങ്കിലും അത് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഒരു ഇതുണ്ടെന്നുള്ള കാര്യം അതിൽ കൂടി എനിക്കും മനസ്സിലാവാൻ തുടങ്ങി. അങ്ങനെ ഞാനാണെങ്കിൽ ബൈബിൾ വായിക്കാനും എടുക്കാനൊക്കെ തുടങ്ങി. ദൈവസന്നിധിയിൽ ഇരിക്കാനും പ്രസംഗങ്ങൾ കേൾക്കാൻ എടുക്കാൻ തുടങ്ങിയപ്പോൾ മമ്മി ഇങ്ങനെ സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ ആ സമയമായപ്പം ചെയ്തു തുടങ്ങി. മറ്റു വീടുകളിൽ നാട്ടിൽ വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് പ്രവർത്തനങ്ങളൊക്കെ മമ്മി എന്നെയും കൂടി വിളിച്ചോണ്ട് പോകും. ബിക്കോസ് ഞാനാണ് കൂടെ പോകാൻ പറ്റുന്ന ഒരു വ്യക്തി എന്നുള്ളത്. വീടുകളിലെല്ലാം കയറി ഇറങ്ങിയപ്പം ട്രാക്റ്റുകളൊക്കെ കുറച്ച് എന്നെയും കൂടി ഏൽപ്പിക്കും. ഞാനിങ്ങനെ ഓർത്തുള്ളൂ. എനിക്ക് നേരിട്ട് സുവിശേഷം പറയാനെടുക്കാനുള്ള പേടി ആയതുകൊണ്ട് ഞാൻ ഈ ഓട്ടോ എല്ലാം അവിടെ എടുപ്പുണ്ടെങ്കിൽ ആരും കാണാതെ ഓട്ടോയ്ക്കകത്ത് എടുത്ത് വെച്ചിട്ട് പോകും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട് വല്ലതും ഉണ്ടെങ്കിൽ സിറ്റ് ഔട്ടിലോട്ട് എടുത്ത് വെച്ചിട്ട് പോകും. ആരും അറിയരുത് ഞാനാ വെച്ചെന്ന് അറിയരുത് എന്നുള്ളതിൽ ഞാൻ ഹൈഡ് ചെയ്ത് അങ്ങ് പോവുകയാണ് ചെയ്തത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മമ്മി ഇങ്ങനെ സുവിശേഷം പറയുമ്പോൾ എങ്ങനെയാണ് മമ്മി പറയാൻ എടുക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള ആന്റിമാരൊക്കെ എങ്ങനെ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടിട്ട് ഇത് എങ്ങനെ നമുക്ക് ശരിക്കും പറയാൻ പറ്റുന്നുള്ളത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പം ഇവർ ഓരോ സംശയങ്ങൾ, ഇപ്പം മറിയോട് പ്രാർത്ഥിക്കുന്ന അപേക്ഷിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മരിച്ചവരോട് യാക്കോബക്കാർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പൊ അവരോട് എങ്ങനെ പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ സ്നാനത്തിനെ കുറിച്ച് അങ്ങനെയുള്ള ഡൗട്ട്സ് ഒക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ ഒന്നും ഇല്ല എന്നൊക്കെ അവർ ബാധിക്കുന്ന സമയത്ത് ഇതെങ്ങനെ ബിബ്ലിക്കൽ പ്രൂഫിൽ ചെയ്യണം എന്നുള്ള ചിന്തയായി എന്റെ മനസ്സിൽ. അപ്പൊ ഞാൻ ഇതെല്ലാം കേട്ടേച്ച് തിരിച്ചു വന്നിട്ട് ഞാൻ ഇതുപോലെ ബൈബിൾ വെച്ചിട്ട് വായിക്കുന്നുണ്ട്. ദൈവമേ എങ്ങനെ ഇവരോട് പറയണം. അപ്പൊ ഇങ്ങനെ എന്റെ മനസ്സിലും ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അതേ സമയം തന്നെ ദൈവം എനിക്ക് ഹൈലൈറ്റ് ചെയ്തിട്ട് ഓരോ വാക്യങ്ങളും കറക്റ്റ് ആപ്റ്റ് വാക്യങ്ങൾ ദൈവം എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് അത് അണ്ടർലൈൻ ചെയ്ത് ഇങ്ങനെ പോകാൻ തുടങ്ങി. നെക്സ്റ്റ് ഇതുപോലെ സുവിശേഷം പറയാൻ പോകുമ്പോൾ ഞാൻ പറയാൻ തുടങ്ങി. അപ്പൊ എനിക്കിങ്ങനെ അവരോട് ഓരോരുത്തരോടും ഇങ്ങനെ കറക്റ്റ് വാക്യങ്ങൾ വെച്ച് പറഞ്ഞ അങ്ങനെയാണ് എന്റെ മിഷണറി അല്ലെങ്കിൽ എന്റെ മിനിസ്ട്രി ആയിട്ട് തുടങ്ങുന്നത് ആ സമയത്ത്. അപ്പൊ അങ്ങനെ ദൈവസനത്തിൽ ഇങ്ങനെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന എന്റെ ഭാഗം തുടങ്ങുന്നത് അങ്ങനെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഒരു ഭൗതികമായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ ദുബായ് വെച്ച് ഞാൻ 4ാം ക്ലാസ് ആയപ്പോഴാണ് നാട്ടിലോട്ട് വരുന്നത്. 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് സമയത്ത് ഈ ഓരോ വർഷം എനിക്ക് ഓരോ മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ മെഡൽ ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ തൂക്കി വെക്കും. ആൾക്കാരെല്ലാം വരുന്ന സമയത്ത് ഞാനിങ്ങനെ എല്ലാവരെയും കാണിച്ചിടും. എനിക്ക് മാത്രമേ മെഡലൊക്കെ കിട്ടിയിട്ടുള്ളൂ അപ്പം സ്പോർട്സിന്. അപ്പം വലിയ സംഭവമായിട്ട് കാണിച്ചിടും. അപ്പം ഓക്കെ മിടുക്കി എന്നുള്ള രീതിയിൽ അവർ വരും. പക്ഷെ ഞാൻ വേറെ വീടുകളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവരുടെ ഷോക്കേസ് നിറച്ചും ട്രോഫികളും ഷീൽഡുകളും സംഭവങ്ങളായിട്ട് നടക്കും. കാരണം അവർക്ക് പള്ളികളിൽ നിന്നും അല്ലാതൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും. നമുക്ക് അങ്ങനെ നമുക്ക് സാധാരണ പാത്രങ്ങളോ അങ്ങനെയൊക്കെ ആയിരിക്കും സാധാരണ നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ സ്കൂളിൽ കോമ്പറ്റീഷൻ ഞാൻ ചുമ്മാ എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. കിട്ടിയാലും കിട്ടില്ല. അപ്പൊ കിട്ടുവാണെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും പാത്രങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ എന്റെ മനസ്സിൽ ഇവരുടെയൊക്കെ വീടുകളിൽ പോയപ്പോൾ ഈ ട്രോഫികൾ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു എനിക്ക് ഒരു ട്രോഫി പോലും ഇല്ലല്ലോ എന്ന് ഞാൻ എന്റെ മനസ്സിൽ ജസ്റ്റ് ഇങ്ങനെ ചിന്തിച്ചു. ഇങ്ങനെ ആഗ്രഹിച്ചു. 9ാം ക്ലാസ്സിൽ ഞാൻ ഇതുപോലെ സ്പോർട്സ് കോമ്പറ്റീഷൻ നടക്കുന്ന ദിവസമായപ്പം ഞാൻ എന്റെ മനസ്സിൽ പ്രാർത്ഥിച്ചു, ദൈവമേ ഏലിയാവിന്റെ മേൽ പകർന്ന ആ ഒരു അഭിഷേകം എന്റെ മേലും കൂടി പകർന്ന ആത്മാവിന്റെ എന്റെ മേൽ പകർന്ന് എനിക്ക് ആ സ്പീഡ് തരണമെന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ഇറങ്ങുന്ന സമയത്ത് മമ്മിയോട് പറയും, മമ്മി എനിക്ക് ഇന്ന് സ്പോർട്സ് കോമ്പറ്റീഷൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മമ്മി പറഞ്ഞു പിന്നെ സ്പോർട്സിന് വേണ്ടിയില്ല പ്രാർത്ഥിക്കാൻ പോകുന്നത്, വല്ല പഠിച്ച് വല്ല മാർക്ക് മേടിക്കാൻ നോക്കുക, ഇതൊക്കെയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ എന്തും പ്രാർത്ഥിച്ചുകൂടെ, എന്തും ദൈവത്തോട് നമ്മൾ പറയാം. അപ്പൊ ഓൾറെഡി എന്റെ മൈൻഡ് അങ്ങനെ ആയിക്കഴിഞ്ഞല്ലോ, എന്തും നമുക്ക് ദൈവത്തോട് പറയാം. ഞാൻ എന്തായാലും പോയി ആദ്യത്തെ ഒരു ഐറ്റമിനെ ചേർന്നു. സാധാ എന്നെക്കാട്ടിൽ നല്ല സ്പീഡിലുള്ള കൊച്ച് എന്തോ അബദ്ധവശാൽ കിട്ടിയില്ല. അപ്പൊ ഫസ്റ്റ് പ്രൈസ് എനിക്ക് കിട്ടി. അപ്പൊ നെക്സ്റ്റ് ഒരു ഐറ്റം വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഒരു പ്രൈസേ ഞാൻ ചോദിച്ചുള്ളൂ. അപ്പൊ പിന്നെ ഇങ്ങനെ രണ്ടാമത് പിന്നെയും ചോദിക്കുന്ന വെച്ചാൽ എന്നാലും കർത്താവ് ഒരു പ്രൈസും കൂടി തരണേന്ന് പ്രാർത്ഥിച്ച് അതിനും ഫസ്റ്റ് പ്രൈസ് കിട്ടി. 3ാമത് റിലേ ആയിരുന്നു. റിലേയുടെ സമയം വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത്, ദൈവം 2 പ്രൈസ് എനിക്ക് കിട്ടി, ഇനിയിപ്പോ ദൈവത്തോട് എങ്ങനെ ചോദിക്കുന്നത് എന്നുള്ള ചിന്തയെ. പക്ഷെ എന്നാലും ദൈവഹിതം ഉണ്ടെങ്കിൽ തരണേ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇടും. അപ്പം എന്റെ അവിശ്വാസം കൊണ്ടായിരിക്കും ആ സമയത്ത് സെക്കൻഡ് പ്രൈസ് ആയിട്ടായി മാറി. ഇതെല്ലാം ഇങ്ങനെ പ്രൈസ് പാത്രമൊക്കെ കിട്ടുന്നത് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അറിയുന്നത് എനിക്ക് വേണ്ടി ഒരു ട്രോഫി അവിടെ വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിയുന്നു. അപ്പൊ ഞാൻ വിശ്വസിച്ചില്ല. അപ്പം ചെന്ന് നോക്കും PT സാർ എന്റെ ട്രോഫി കണ്ടപ്പോൾ ബെസ്റ്റ് ചാമ്പ്യൻ ഗേൾസ് ചാമ്പ്യൻ ആയിട്ടാണെങ്കിൽ ഡിക്ലെയർ ചെയ്തുകൊണ്ടാണെങ്കിൽ ഉള്ള ട്രോഫിയും സർട്ടിഫിക്കറ്റും എനിക്ക് തരുവാണ് ചെയ്തത്. അപ്പൊ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ ഒരു ട്രോഫിക്ക് വേണ്ടി ആഗ്രഹിച്ച ദൈവം ആ ഒരു ട്രോഫി എനിക്ക് തന്നല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. നെക്സ്റ്റ് ഇയർ ആയപ്പോൾ ഇതുപോലെ തന്നെ VBSന്റെ സമയത്തും VBSൽ നിന്നും ട്രോഫി കിട്ടി. അടുത്ത 10ാം ക്ലാസ് കയറിയപ്പോഴും അവിടെ ഇതുപോലെ തന്നെ ചാമ്പ്യൻഷിപ്പിന് ട്രോഫി പിന്നെ എനിക്ക് കിട്ടി. 11ാം ക്ലാസ്സും 11ാം ക്ലാസ്സിൽ അങ്ങനെ 4 വർഷം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ട്രോഫികൾ തന്നെ കിട്ടി. 11ാം ക്ലാസ് ചെന്നപ്പോൾ 11ാം ക്ലാസ് കയറിയ സമയത്ത് ഓരോ ഐറ്റമിനും ഈ പാത്രങ്ങൾ മാറിയിട്ട് ട്രോഫി ആയിട്ട് മാറി. അത് അപ്ഡേറ്റ് ചെയ്തു അവര്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ 10 ഐറ്റം ആണെങ്കിൽ 10 ഐറ്റത്തിനും എനിക്ക് ചുമ്മാ പങ്കെടുക്കുന്നതായിരിക്കും, പക്ഷെ സംഭവം ദൈവം എനിക്ക് എന്നെ മാനിക്കാൻ വേണ്ടി, എന്റെ ആഗ്രഹത്തെ മാനിക്കാൻ വേണ്ടിയിട്ട് ദൈവം എനിക്ക് ഓരോന്നും ട്രോഫി തന്നു. അപ്പൊ നോക്കുമ്പോൾ ഈ മറ്റുള്ളവരുടെ വീടുകളിൽ കണ്ട പോലെ എനിക്ക് നിരത്തി പിടിച്ച ട്രോഫി ആയിട്ട് ഷോക്കേസിൽ വെക്കാൻ സ്ഥലമില്ലാത്ത ഒരു രീതിയിലേക്ക് മാറി. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഒരു ട്രോഫിക്ക് വേണ്ടി ആഗ്രഹിച്ച ഞാൻ, അല്ലെങ്കിൽ ഒന്നിനു വേണ്ടി ആഗ്രഹിച്ച ഞാൻ ചോദിച്ചതും നിലച്ചതും അത്യന്തപരമായിട്ട് ദൈവം നടത്തിയല്ലോ, ആ ഒരു ചിന്തയിലേക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം ഇത് ഞാൻ പറയാനുള്ള കാരണം ആണെങ്കിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുക ആത്മീക കാര്യങ്ങൾ മാത്രമേ ദൈവസന്നിധിയിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യം. പക്ഷെ ഭൗതികമായിട്ടുള്ള ചെറിയ ആഗ്രഹങ്ങളാണെങ്കിൽ പോലും ദൈവം അതിനെ ദൈവം മാനിക്കാൻ ദൈവം മതിയായിരുന്നു. അത് ഞാൻ പിന്നീട് ചിന്തിച്ചു, ഇപ്പൊ ട്രോഫികൾ മാത്രമല്ലോ മെഡലുകളില്ലല്ലോ. പ്രത്യേകിച്ച് സ്കൂൾ ലൈഫ് ഒക്കെ കഴിഞ്ഞ് കോളേജിലോട്ട് കയറുന്ന സമയത്തും
ആ സാധാരണ 4 വർഷത്തിൽ ഒരിക്കലേ കോമ്പറ്റീഷൻസ് നടക്കത്തുള്ളൂ. അപ്പൊ ഞാൻ കയറിയ വർഷം തന്നെ സ്പോർട്സ് കോമ്പറ്റീഷൻ നടന്നു. അന്നും ഇതുപോലെ ട്രോഫിക്ക് പകരം ശരിക്കും പറഞ്ഞ മെഡലുകളായിരുന്നു. അപ്പൊ നോക്കിയപ്പോൾ കുറെ മെഡലുകൾ അന്നും കിട്ടി. അപ്പൊ ട്രോഫിക്ക് ട്രോഫി, മെഡലിന് മെഡല്, എല്ലാം ആഗ്രഹിച്ചതിന് അപ്പുറമായിട്ട് ദൈവം എനിക്ക് തന്നു. അപ്പൊ എനിക്ക് ആ ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ദൈവമുമ്പാകെ എനിക്ക് ഭയങ്കര ഒരു ഒരു സന്തോഷം തോന്നി. കാരണം എന്തും നമുക്ക് ദൈവസ്ഥാനത്തിൽ പറയാന്നുള്ള ചിന്തയായി. അത് കൂടാതെ ഒരു 8ാം ക്ലാസ് മുതൽ ഇതൊരു വേറൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു 8ാം ക്ലാസ് ഒക്കെ ഞങ്ങൾ നാട്ടിൽ വന്ന സമയത്ത് ഞങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ചു. അതിനെ ഒരു 10 എണ്ണത്തിന് ഒരുമിച്ച് മേടിച്ച് ഇതാക്കി. ഇത് കേട്ടാൽ ചിലപ്പം ചിരി വരുമായിരിക്കും, എന്നാലും എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയാണ്. ഈ ആദ്യത്തെ 10 കോഴിക്കുഞ്ഞിന്റെ സെറ്റ് മാറിയതിനു ശേഷം അടുത്ത കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ചപ്പം ഇതിങ്ങനെ ഒന്നുകിൽ കീരി വന്ന് പിടിച്ചോണ്ടും അല്ലെങ്കിൽ പട്ടി വന്ന് പിടിച്ചോണ്ടും അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചത്തുപോവാ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തുടങ്ങിയ മനുഷ്യരെക്കാട്ടിലും കൂടുതൽ ഈ കോഴികളുമായിട്ട് കുറച്ചും കൂടെ അറ്റാച്ച്മെന്റ്, മേ ബി വെളിയിൽ വളർന്നത് കൊണ്ടായിരിക്കും നമുക്ക് ഈ മൃഗങ്ങളോടുള്ള ഒരു താല്പര്യം കൂടുതൽ തോന്നാൻ കാരണം. അപ്പൊ ഞാൻ ഈ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുകയും അല്ലെങ്കിൽ അതിന് മരുന്ന് കൊടുക്കുകയും എല്ലാ കാര്യങ്ങളും ഞാനാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ ഓരോന്ന് ചാവാൻ തുടങ്ങിയപ്പോൾ എന്റെ മൈൻഡ് അങ്ങ് മാറാൻ തുടങ്ങി. കാരണം എന്റെ ഇമോഷൻസിനെ ഓൾറെഡി ഞാൻ തന്നെ എല്ലാം ഇങ്ങനെ അടിച്ചമർത്തി. കാരണം ഒന്നാമത് കാര്യം, നമ്മൾ അല്ലാതെ വിഷമങ്ങൾ ആരോടും പറയുന്നില്ല എന്നൊക്കെ ചിന്ത വന്നത്. ഇതിപ്പം ചാവുന്ന മാത്രമേ ഉള്ളൂ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, ചത്തുപോയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മമ്മി എന്നോട് ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ ഒരു വിഷമോ ഇല്ലല്ലോ? ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമം. ഓരോന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമം, നീ കൂടെ കൊണ്ട് നടക്കുകയും ചെയ്യും, പക്ഷെ നിന്റെ കണ്ണിന് ഒരു തുള്ളി കണ്ണുനീരും. അപ്പൊ ആ സമയങ്ങളൊക്കെ ആരെങ്കിലും എന്നെ വഴക്ക് പറഞ്ഞാൽ പോലും ഞാൻ ചിരിച്ചോണ്ട് നിൽക്കുന്നല്ലാതെ തിരിച്ച് എനിക്ക് വിഷമിച്ച് നിൽക്കുവോ കരയുവോ ഒന്നും ചെയ്ത് കരയാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത. കണ്ണീര് വന്നു കഴിഞ്ഞാൽ നമ്മള് ഒരു ബലമില്ലാത്ത ഒരാളെന്നുള്ള രീതിയിൽ വരുന്ന വെച്ചാൽ അങ്ങനെ പോലും ചെയ്യത്തില്ല. അപ്പം ഈ കോഴിക്കുഞ്ഞുങ്ങൾ സമയത്തെല്ലാം ഞാൻ എന്റെ മനസ്സിൽ ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓൾറെഡി കുഞ്ഞിലേ മുതലേ ഒരു മിഷണറി ആവണമെന്നുള്ളൊരു ആഗ്രഹം എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. ദൈവവേല ചെയ്യണം എന്നുള്ള ആഗ്രഹം കിടക്കും. ഈ സ്പോർട്സും മിഷണറിയാണ് എന്റെ ബ്ലഡിൽ അലിഞ്ഞു കിടക്കുന്ന സംഭവം പോലെ കിടക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഓക്കെ, ചിലപ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ചാവുന്നത് എന്നെ ദൈവം ലേറ്റർ ഓൺ ബലപ്പെടുത്താൻ വേണ്ടിയായിരിക്കും. ചിലപ്പോൾ ഞാൻ വല്ല മിഷണറി വല്ല കല്യാണം കഴിക്കും. അപ്പൊ ഈ ജിം എലീറ്റ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഓട്ടോബയോഗ്രഫി ഞാൻ ആ സമയത്ത് വായിച്ചിട്ടുണ്ട്. അപ്പൊ ജിം എലീറ്റ് ഇതുപോലെ സുവിശേഷ വേലയായിട്ട് ഒരു ട്രൈബൽ ഏരിയ പോയപ്പോൾ അവരെ കൊന്നു, ബാക്കി ഭാര്യയും മക്കളും ഒക്കെ ആയിരുന്നു, പിന്നെ ബാക്കി പ്രവർത്തനം. അപ്പൊ ഞാൻ ആ ഒരു റിലേഷൻ ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ചിലപ്പോൾ എന്റെ ഭർത്താവ് ചിലപ്പോൾ മരിച്ചുമായിരിക്കും, പിന്നെ ഞാനും പിള്ളേരുമായിട്ട് വേണം മിനിസ്ട്രി ചെയ്യുന്ന ആ ഒരു ചിന്തയിൽ. അപ്പൊ ദൈവം അതിനുവേണ്ടി എന്നെ പ്രിപ്പയർ ചെയ്തെടുക്കും എന്നുള്ള ചിന്തയിലേക്ക് വന്നത്. കുറച്ച് കഴിഞ്ഞപ്പം ഒരു 8ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാനൊരു സ്വപ്നം കാണുവാണ്. എന്റെ പപ്പയുടെ ചേട്ടന്റെ വീട് തൊട്ടപ്പുറത്തന്നെയാണ്. പപ്പയുടെ ചേട്ടന്റെ വീട്ടിലോട്ട് പോകുന്നു, പക്ഷെ തിരിച്ചു വരുന്നില്ല. ഇത്രയും ഞാൻ കണ്ടോളൂ. പക്ഷെ ഞാൻ ചെന്ന് മമ്മിയോട് എന്താ പറയാം, മമ്മി ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, പപ്പ മരിച്ചു പോകുന്നതായിട്ട് ഒരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു. അപ്പം ശരിക്കും പറഞ്ഞാൽ മരിച്ചു പോകുന്ന സ്വപ്നം ഞാൻ കണ്ടില്ല. മമ്മിയോട് പക്ഷേ അയ്യോ അങ്ങനൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു മമ്മി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പറയുന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല, പ്രാർത്ഥിച്ചാൽ മതി, കുഴപ്പമൊന്നും വരുത്തുന്നതുകൊണ്ട് ഞാൻ തള്ളിവിട്ടു. പപ്പയ്ക്ക് പക്ഷേ ആ സമയങ്ങളൊക്കെ ഈ വീസിങ്ങിന്റെ പ്രോബ്ലം ഉണ്ട്, ആസ്മയുടെ പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു ഇച്ചിരി ഇത് വരാറുണ്ട്. അപ്പം പക്ഷെ അത്ര സീരിയസ് ആയിട്ട് അങ്ങനെ വലിയ പ്രശ്നം വരാതെ എങ്ങനെയെങ്കിലും മരുന്ന് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകുമായിരുന്നു. കുറച്ച് ഇപ്പം ഇതുപോലെ ഇടയ്ക്ക് വെച്ചൊന്ന് ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് എമർജൻസി ആയിട്ട് കൊണ്ടുകൊണ്ടേക്ക് വന്നു. അപ്പം മമ്മിയുടെ ബ്രദർ ഇതുപോലെ വിളിച്ചു പറഞ്ഞു, സീരിയസ് ആണ്, പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ വിളിച്ചു പറയുകയൊക്കെ ചെയ്തു. അപ്പൊ ഞങ്ങൾ നാട്ടിൽ പപ്പ ദുബൈയിലാണല്ലോ. അപ്പൊ മമ്മി അവിടെ നിന്ന് ഭയങ്കരമായിട്ട് പൊട്ടി കരയെടുക്കുകയോ ചെയ്തു. എനിക്ക് ഈ കരച്ചിൽ പുറത്ത് കാണിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ ബാത്റൂമിൽ കയറിയിട്ട് ഷവർ ഓൺ ചെയ്തിട്ട് ഞാൻ അങ്ങ് ഭയങ്കരമായിട്ട് ഞാൻ കരഞ്ഞിട്ട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ഒന്നാമത് ഒരു ഗ്രാൻഡ് ഫാദർ ഇല്ല, അപ്പം എന്റെ പിള്ളേർക്ക് ഒരു ഗ്രാൻഡ് ഫാദർ ഇല്ലാതിരിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കൊരു അപ്പൻ ഇല്ലാതിരിക്കണേ, അപ്പം ആയുസ് കൊടുക്കണേ, ആരോഗ്യം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ അത് വിട്ടു. പിന്നെ ദൈവം സഹായിച്ച് ദൈവം സൗഖ്യമാക്കി കൊടുത്തു, അങ്ങനെ അങ്ങ് മാറി. പക്ഷെ അതിനുശേഷമാണെങ്കിൽ 10ാം ക്ലാസ് ഒക്കെ പരീക്ഷയൊക്കെ കഴിഞ്ഞു, അങ്ങനെ പോയി. ആ സമയത്ത് ദൈവം സഹായിച്ച് മമ്മിയുടെയൊക്കെ ഫാമിലിയിലൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഡിസ്റ്റിങ്ഷൻ മേടിക്കുന്നത് ഞാൻ. എന്റെ കൂടെ കസിൻ ഉണ്ട് മേടിച്ചെങ്കിലും അവരെക്കാട്ടി കൂടുതൽ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് കിട്ടുന്നത് എനിക്കാണ്. അപ്പം മറ്റുള്ളവരുടെ മുമ്പിൽ നോക്കുമ്പോൾ ദൈവത്താൽ മാനിക്കപ്പെട്ട ഒരു വ്യക്തി എന്നുള്ളൊരു ഒരു സ്റ്റേറ്റസിലോട്ട് കയറി വന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എനിക്ക് അർഹിക്കാത്ത പല ദാനങ്ങളും ദൈവം എനിക്ക് തന്നു എന്നൊരു ഫീലിലേക്ക് വന്നെത്തി. ഇതേ സമയം തന്നെ ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഇറങ്ങിയ ഒരു സമയം വന്നപ്പം അതുവരെ എന്റെ ഇമോഷൻസ് എല്ലാം ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് കിടക്കുന്ന ഒരു സമയമുള്ളൂ. ഞാൻ എല്ലാം ഇങ്ങനെ കരയാൻ പാടില്ലെന്ന്. അപ്പൊ ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടിട്ട് മറ്റുള്ളവർ കിടന്ന് കരയുന്നത് കണ്ടിട്ട് പോലും എനിക്കൊരു ചലനവും ഇല്ല, എനിക്കൊരു കരച്ചിലോ അങ്ങനെ ഒരു സംഭവം ഒന്നും എന്റെ കണ്ണിന് ഒരു തുള്ളി കണ്ണീര് വരുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, മമ്മി പറഞ്ഞ ശരിയാണോ, എനിക്കിനി മമ്മി ഇങ്ങനെ ആരെങ്കിലും മരിച്ചാൽ പോലും നീ കരയത്തില്ലല്ലോ എന്ന് വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കണ്ണിന് വല്ല കുഴപ്പമുണ്ട്, എന്താ അപ്പൊ ഞാനും ചിന്തിക്കും എനിക്ക് സൈക്കോളജിക്കലി വല്ല കുഴപ്പമാണ്, എന്റെ കണ്ണിന് വല്ല, അപ്പൊ ഓൾറെഡി ഞാൻ കണ്ണാടി വെക്കുന്നുണ്ട്, എന്താ പ്രശ്നം എനിക്കും അറിയാമാത്ത അവസ്ഥ. അപ്പൊ ഞാൻ ഇങ്ങനെ അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ചിന്തിച്ചു, ദൈവമേ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടിട്ട് പോലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ദൈവസ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ട്, ശരിക്കുമുള്ള സ്നേഹം എനിക്ക് ഉണ്ടോ എന്ന് ഞാൻ എന്നെ തന്നെ അനലൈസ് ചെയ്യാൻ തുടങ്ങി. ദൈവമായിട്ട് ശരിക്കും ഒരു ബന്ധമുണ്ട്, ദൈവമേ വിളിക്കുന്നു, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, എടുക്കുന്നു, പക്ഷെ ശരിക്കും ലവ് എന്ന് പറഞ്ഞ സംഭവം എന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടോ എന്ന് ഞാൻ മനസ്സിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ആ സംഭവം ഇല്ല, സത്യമായിട്ട് എനിക്കില്ല. അപ്പൊ ദൈവം എനിക്ക് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് നിന്നെ ഒന്ന് സ്നേഹിക്കാനുള്ള കൃപ തരണമെന്ന് വെച്ച് പ്രാർത്ഥിച്ചു.
അങ്ങനെ പ്രാർത്ഥിച്ചാൽ പറ്റും. ഈ 10ാം ക്ലാസ്സിന് ശേഷം ഇതുപോലെ ദൈവം തന്ന ദാനങ്ങളെ ഓർത്തിട്ട് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആവാൻ തുടങ്ങി. ഞാനാണെങ്കിൽ ദൈവസന്നിധി ഈ 11ാം ക്ലാസ് കയറിയ ആ സമയങ്ങളൊക്കെ ഞാൻ വെച്ച് ഈ പ്രൈസും ഒക്കെ കിട്ടിയ ഒരു സമയം കൊണ്ട് എല്ലാം ദൈവം എനിക്ക് എല്ലാം ചെയ്തു തരുന്നു എന്നൊരു ഫീൽ വന്നപ്പോൾ ഞാനൊക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, എനിക്ക് ദൈവത്തോട് സ്നേഹം കൂടിയിട്ട് ഒരു പില്ലോ, ദൈവത്തെ ഫിസിക്കലി നമുക്ക് ഹഗ് ചെയ്യാൻ പറ്റാത്ത കൊണ്ട് ഒരു പില്ലോ എടുത്തിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ജീസസ് ഐ ലവ് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ പറയാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ ഫസ്റ്റ് സമയത്ത് ഇതുപോലെ പറഞ്ഞ സമയത്ത് തന്നെ ദൈവം എന്നോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുവാണ്. ഈ സമയത്ത് ഞാൻ ഗ്രാംസ്റ്റൈന്റെ ഒരു ഇങ്ങനെ ഓട്ടോബയോഗ്രഫിയുടെ ഒരു ചെറിയൊരു സമ്മറി വായിച്ചിട്ടിരിക്കുകയും ഗ്രാംസ്റ്റൈന്റെ ഗ്ലാഡിസ് സ്റ്റെയിൻസിനോട് ദൈവം സംസാരിച്ചു, നിന്റെ ഭർത്താവ് മരിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ഇതൊക്കെ എന്റെ മനസ്സിൽ ഓൾറെഡി കിടപ്പുണ്ട്. അപ്പം ദൈവം പ്രിപ്പയർ ചെയ്തെടുക്കുന്നു. അപ്പം ദൈവം ഞാനിങ്ങനെ ഐ ലവ് യു സോ മച്ച് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ദൈവം എന്നോട് നെക്സ്റ്റ് ചോദിക്കുന്ന ചോദ്യമാണ്, ഇഫ് യു ലവ് മീ വിൽ യു ഗിവ് മീ വൺ ഓഫ് യുവർ ഓൺ. അപ്പം നിനക്ക് എന്നോട് അത്ര സ്നേഹമാണ്, നിന്നിൽ ഒരുവനെ എനിക്ക് തരുമോ? അപ്പൊ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അപ്പം ഹസ്ബൻഡ് സംഭവം ഇല്ല. അപ്പൊ എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിൽ വരുന്നത് പപ്പയ്ക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു. പപ്പയ്ക്ക് ഓൾറെഡി ഇച്ചിരി വീസി ഇടയ്ക്ക് പ്രോബ്ലം ഒക്കെ ഉണ്ട്, ഇടയ്ക്ക് എമർജൻസി ഒക്കെ വരും എടുക്കുന്നത്. പപ്പയ്ക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു. ദൈവം പറഞ്ഞിട്ടില്ല പപ്പയ്ക്ക് സംഭവിക്കാൻ ഒന്നും പറഞ്ഞിട്ടൊന്നും, പക്ഷെ എന്റെ മനസ്സിൽ വരുവാണ് പപ്പയ്ക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു. ഞാൻ വെച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങനെ സംഭവിക്കാൻ പാടില്ല, ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന പ്രായമാണ്, അത്രയും ഇതാവരുത് എന്നുള്ള രീതിയിൽ ഞാൻ അന്നെനിക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങ് ദൈവം ഇതൊന്നും താങ്ങാനുള്ള ശേഷിയില്ല, അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു, ദൈവം ഇതൊന്നും താങ്ങാനുള്ള ശേഷിയില്ല, അതൊന്നും സംഭവിക്കില്ലെന്നാണ് പ്രാർത്ഥിച്ചു. ഞാൻ വിട്ടു. ദൈവം തിരിച്ച് റിപ്ലൈ ഒന്നും, ചില സമയത്ത് ഇങ്ങനെ നമ്മൾ നിങ്ങൾ പറയുവാണെങ്കിൽ ദൈവം തിരിച്ച് റിപ്ലൈ എന്തെങ്കിലും പറയും, പക്ഷെ ഇതിനകത്തൊന്നും ദൈവം ഒരു റിപ്ലൈയും പറയുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ ദൈവം എന്തോ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു സംഭവം പോലെ തോന്നി. പിന്നെ പ്രാർത്ഥിച്ചാൽ വിടും. കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇതുപോലെ ആണെങ്കിൽ ആ സ്നേഹം കൂടുന്ന ഒരു സമയമാകുമ്പോൾ ഇതുപോലെ പിന്നെ ഇതുപോലെ പില്ലെടുത്ത് ഹഗ് ചെയ്ത് ഇതുപോലെ തന്നെ സെയിം വാചകം പറയും, സെയിം തന്നെ ദൈവം തിരിച്ചും പറയും. ഈ സെയിം ഇൻസിഡന്റ് 2-3 വട്ടം ആവർത്തിച്ചു. ഞാൻ പറയും പറ്റത്തില്ല ദൈവമേ, ഇപ്പോഴേ ദൈവം ജീവനെ എടുക്കരുത്, ഞങ്ങൾ അതിന് മാത്രം വളർന്നില്ല, സ്പിരിച്വലിയും വളർന്നിട്ടില്ല, അതിനെ കൈകാര്യം ചെയ്യും, ഫിസിക്കലി നമ്മൾ അത്രയും വളർന്നിട്ടില്ല എന്നുള്ള ഇതിൽ താങ്ങാനുള്ള ശേഷിയില്ല. ഇത് തന്നെ പിന്നെ പറയും. കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞു 11ാം ക്ലാസ് തീരാറൊക്കെ ആയ സമയത്ത് എന്റെ മനസ്സിൽ ദൈവം പിന്നെ പ്രിപ്പയർ ചെയ്ത് എടുത്തിട്ട് എന്നോട് പറഞ്ഞു, ഇനിയിപ്പം ബ്രദർ ഇപ്പം ഏറ്റവും മൂത്ത ബ്രദർ അപ്പുറത്തേക്ക് ദുബൈക്ക് പോയി ജോലിയൊക്കെ ആയി സെറ്റായി ഒക്കെ ഒരുമിച്ച് നിൽക്കുക. അങ്ങനെയുള്ള സമയത്ത് എന്റെ മനസ്സിൽ ചിന്തിക്കും, ഇപ്പൊ ബ്രദറിനൊക്കെ ജോലിയായി, മമ്മി കാര്യങ്ങളൊക്കെ നോക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല, പപ്പ ഇൻ കേസ് ദൈവം അങ്ങാണം ജീവൻ എടുക്കുവാണെങ്കിലും എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നമില്ല. ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് എന്റെ മനസ്സ് വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ എന്റെ ശരിക്കും പറഞ്ഞു എന്റെ പ്രാർത്ഥന ഇച്ചിരി അയഞ്ഞോ എന്ന് എനിക്കൊരു സംശയമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ 11th റിസൾട്ട് വന്നു. പപ്പയോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ റിസൾട്ട് ഒക്കെ പാസ്സായി എടുത്തു എന്നൊക്കെ പറഞ്ഞു. 11ാം ക്ലാസ് 2 ഡേയ്സിനുള്ളിൽ എനിക്ക് തിരിച്ച് കയറണം. ഞാൻ ഒരു ട്യൂഷന് പോകുന്നുണ്ട്, മാത്സിന് ട്യൂഷൻ പോകുന്നുണ്ട്. അപ്പം ഞാൻ രാവിലെ ഒരുങ്ങി റെഡി ആവാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പുറത്തു നിന്ന് കേൾക്കുവാണ്, മമ്മി അന്യഭാഷയിലാണ് നീ ഫോണിൽ കൂടി സംസാരിക്കും. മമ്മി എന്തിനാ അന്യഭാഷ ഫോണിൽ കൂടി സംസാരിക്കും, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പെട്ടെന്ന് കുളിച്ച് ഇറങ്ങിയിട്ട് എനിക്ക് നോക്കുമ്പോൾ എനിക്ക് മമ്മി കരയോണ്ട് അന്യഭാഷയിലാണെങ്കിൽ ഫോണിൽ കൂടി സംസാരിക്കുന്നത്. അപ്പോഴത്തേക്ക് മമ്മിയുടെ അമ്മച്ചിയും മമ്മിയുടെ വേറൊരു ബ്രദറും, സാധാരണ അങ്ങനെ വീട്ടിൽ എപ്പോഴും വരാത്ത ഒരു ബ്രദർ, അപ്പം ഈ രണ്ടുപേരും കൂടി ഇവിടെ വന്ന് നിൽക്കുന്നു. അമ്മച്ചിയുടെ കയ്യിലൊരു ചാക്കിട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ അങ്കിൾ എനിക്കൊന്നും എല്ലാം കൺഫ്യൂസ്ഡ് ആയിട്ട് അപ്പൊ അങ്കിൾ എന്നോട് ചോദിച്ചു, മോൾ എവിടെ പോകാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ട്യൂഷന് പോകുമ്പോൾ. മോൾ ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെന്താ പോണ്ട, എന്താ കാര്യം? അപ്പൊ എനിക്ക് മനസ്സിൽ എന്തോ സംതിങ് ഒരു പ്രോബ്ലം ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു എന്താ കാര്യം എന്തോന്ന് പറയുമ്പോൾ അപ്പം അങ്കിൾ എന്നോട് പറഞ്ഞു, പിന്നെ വേറെ നിമിത്തത്തിൽ എന്നോട് പറഞ്ഞു, ഞാനും മമ്മി മാത്രം രണ്ടാമത്തെ ബ്രദറൊക്കെ കോളേജിലോട്ട് ഇങ്ങനെ കയറുന്ന സമയം. അപ്പൊ ഞാൻ എനിക്ക് പറഞ്ഞു, അപ്പൊ എന്നോട് കാര്യം പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ചു പോയി, പപ്പ ഇങ്ങനെ മരിച്ചു പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിച്ചു, അപ്പൊ ഞാൻ അങ്കിളിനോട് ചോദിക്കുന്ന പോലെ ഫസ്റ്റ് ഞാൻ ദൈവത്തോട് ചോദിക്കും, ദൈവം ഇസ് ഇറ്റ് ട്രൂ എന്ന് ചോദിച്ചു. അപ്പം ദൈവം ഉടനെ പറയാണ് യെസ് എന്ന്. അപ്പൊ എനിക്കില്ല മുഖത്തിട്ട് അടിക്കുന്ന പോലത്തെ പെട്ടെന്നുള്ളൊരു ഉത്തരം കിട്ടുന്നത്. അപ്പം അങ്ങനെ അംഗീകരിക്കാൻ എനിക്ക് അത്ര ആയില്ല. അപ്പൊ ഞാൻ പിന്നെ വിട്ടു എന്താ. അപ്പൊ ഞാൻ അങ്കിളോട് ചോദിച്ചു എന്താ സംഭവിച്ചു, എങ്ങനെയാ സംഭവിച്ചെന്ന് പറഞ്ഞു ചോദിച്ചു. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു കണ്ടപ്പോ ഞാൻ അപ്പോഴും ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇഫ് ഇറ്റ് ഇസ് ട്രൂ സ്റ്റിൽ യു ക്യാൻ മേക്ക് ഹിം റൈസ് ഹിം അപ്പ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പം ദൈവത്തിന് എനിക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റുമല്ലോ എപ്പോ വേണമെങ്കിലും. അപ്പം ദൈവം ഉടനെ എന്നോട് ഉത്തരം പറയണ ലെറ്റ് ഹിം റെസ്റ്റ് ഇൻ പീസ് എന്ന്, റെസ്റ്റിലായിക്കോട്ടെ എന്നുള്ള രീതിയിൽ എന്നോട് പറയാം. അപ്പൊ ഞാൻ ചിന്തിച്ചു അതും ഇല്ല അടിച്ചിട്ടോ തിരിച്ചൊരു ഉത്തരം നമുക്ക് തിരിച്ചു പറയാൻ പറ്റാത്ത രീതിയിൽ അങ്ങ് ആ കോൺവെർസേഷൻ അങ്ങ് ക്ലോസ് ചെയ്യുന്ന പോലത്തെ ഒരു, ഞാൻ പറയാം അങ്ങനെ പറഞ്ഞാൽ ശരിയാകത്തില്ല. പിന്നെ അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവം പിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും, അല്ലാതെ നടക്കത്തില്ല, പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. ദൈവം പറഞ്ഞു, പിന്നെ എന്നെ സാവകാശത്തിൽ ദൈവം പറഞ്ഞു മനസ്സിലാപ്പിച്ചു, കുഴപ്പമില്ല, ഇത്രയും നാളും നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കും, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്താൽ ഇനിയും കുഴപ്പമില്ല, ഇച്ചിരി റെസ്റ്റ് എടുക്കട്ടെ, ദൈവം എന്റെ സന്നിധിയിൽ റെസ്റ്റ് എടുക്കട്ടെ, നീ ശാന്തമായിട്ടിരിക്കാൻ വേണ്ടി പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ മമ്മി ഇതൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ ദൈവം എന്നെ സ്ട്രോങ് ആക്കിപ്പിച്ചെടുത്തു, ഒരു തുള്ളി കണ്ണുനീർ എന്റെ കണ്ണിന്ന് വരുന്നില്ല. അപ്പം ഓൾറെഡി ഞാൻ ചിന്തിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് എന്റെ ആൾക്കാരൊക്കെ വന്നതൊക്കെ തുടങ്ങി. പിന്നീടാണ് മമ്മി അറിയുകയൊക്കെ ചെയ്യുന്നത്. ഞങ്ങളുടെ വീടും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തൊക്കെ തുടങ്ങി. അപ്പം എന്നിട്ട് ഞാൻ ചിന്തിക്കുകയാണ്, എന്റെ രണ്ടാമത്തെ ബ്രദറൊക്കെ
വേറൊരു സ്ഥലത്ത് ഹോസ്റ്റലിലായിരുന്നു. അപ്പൊ പെട്ടെന്ന് വരികയൊക്കെ ചെയ്തു. ഈ ബ്രദർ ആണെങ്കിലും ഫോട്ടോ എടുത്ത് വെച്ചിട്ട് എനിക്ക് ഈ ഫോട്ടോ പപ്പയോട് ഒന്ന് സംസാരിക്കാനൊക്കെ കുറച്ച് ദിവസം ആയിരുന്നു. അപ്പം ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഫോട്ടോ കണ്ടപ്പോഴത്തേക്ക് ബ്രദർ കരയാനൊക്കെ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവമേ, ഒരു 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 ആങ്കൊച്ചായിട്ട് ആള് കരയുന്നു, ഞാൻ ആകെ ഒരു മോളായിട്ട് എന്റെ കണ്ണിന് ഒരു തുള്ളി കണ്ണീരില്ല, ഒരു വിഷമവും ഇല്ല, ഒരു സംഭവം ഇല്ല. എനിക്ക് മനസ്സിലായി ദൈവം എന്നെ ബലപ്പെടുത്തിയെന്ന് എനിക്കറിയാം. പക്ഷെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നുള്ളൊരു ചിന്തയാണ് എന്റെ മനസ്സിൽ. അവരിത് ഈ ആകെ ഉള്ളൊരു മോളുണ്ടായിട്ട് ഈ മമ്മി പറഞ്ഞ പോലെ ഇനി മരിച്ചാൽ പോലും കരയത്തില്ല, കണ്ണിന് വല്ല കുഴപ്പമില്ല, ഇതൊക്കെ എന്റെ മനസ്സിൽ എന്ത് ചെയ്യും. ഞാനാണെങ്കിൽ എന്റെ ഈ മമ്മിയുടെ ചേട്ടത്തിയുടെ ഒരു മോളുണ്ട്, ഏറ്റവും ഇളയ മോള്. ഈ മോൾ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങളെ ഒത്തിരി സ്പിരിച്വലി ഇൻസ്പയർ ഒക്കെ ചെയ്തു. ബിൻസി എന്ന ചേച്ചിയുടെ പേര്. ബിൻസിച്ച് ഞങ്ങൾ ഒത്തിരി ഇൻസ്പയർ ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ബിൻസിച്ച് വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ എന്റെ രണ്ടാമത്തെ ബ്രദറിനോടും ബിൻസിച്ച് അവർ ഇച്ചിരി സ്റ്റേബിൾ ആയപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, ദൈവം എന്നോട് നേരത്തെ ഇങ്ങനെ പറയാം, പപ്പ മരിക്കുന്നതിനെ കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ടായിരിക്കും ഞാൻ എനിക്ക് കരയാൻ പറ്റുന്നില്ല എന്നാണ്. അപ്പൊ ബിൻസിച്ച് എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല, ദൈവം ബലപ്പെടുത്തി നിർത്തുന്നതാ, അത് നീ വിഷമിക്കണം. മറ്റുള്ളവരാണെങ്കിൽ ഭയങ്കരമായിട്ട് അത് ഒരുമാതിരി സ്റ്റേറ്റിലാവുന്നതിന്റെ അപ്പുറമായിട്ട് നിന്നെ ദൈവം ബലപ്പെടുത്തിയത് കൊണ്ട് അത് കാണുമ്പോഴേ മനസ്സിലാവും. പക്ഷെ ഞാൻ പറയും, അവിശ്വാസികൾ എങ്ങനെ അത് വിശ്വസിക്കും? അപ്പൊ എന്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് ഒക്കെ, അറിയാമാത്ത ആൾക്കാരൊക്കെ വരെയും എന്റെ വീട്ടിൽ വന്നു, അവരിത് കരയുന്നു. അപ്പൊ എനിക്ക് ആകെപ്പാടെ ദൈവം ഇവരുടെ മുമ്പിൽ എങ്ങനെ ഞാൻ കരയും? എനിക്ക് ഇങ്ങനെ ഫേക്ക് കാണിക്കാൻ എനിക്ക് അറിയത്തില്ല, മാസ്ക് ചെയ്ത് കാണിക്കാൻ എനിക്ക് കരഞ്ഞ് കാണിക്കാൻ എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, ദൈവമേ എനിക്ക് കരച്ചിലും വരുന്നില്ല, എങ്ങനെ ഞാനത് ചെയ്യുന്നത് എനിക്ക് പിടികിട്ടുന്നില്ല. ലാസ്റ്റ് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഫ്യൂണറൽ ബോഡി കൊണ്ടുവരും കൊടുക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ ഞാൻ നിവൃത്തിയില്ലാതെ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ നീ എന്നെ കവർ ചെയ്യുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെങ്കിലാണെങ്കിൽ എനിക്കാണെങ്കിൽ ദൈവമാണെങ്കിൽ ഈ അറ്റ്ലീസ്റ്റ് ബോഡി വരുമ്പോഴെങ്കിലും എനിക്ക് കരയാനുള്ള അനുവാദം തരണം എന്ന് പറയും. അങ്ങനെ വെച്ച് തന്നെ പ്രാർത്ഥിച്ചു. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, ബോഡി കൊണ്ടുവരുമ്പോൾ നീ കരഞ്ഞോളും, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പൊ നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്ക് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കുന്നു, ചിന്തിക്കാൻ നോക്കുന്നു, ഓർക്കാൻ നോക്കുന്നു, ഒന്നും ഒരു രക്ഷയില്ല, ഒരു തുള്ളി കണ്ണുനീര് വരുന്നത്. അപ്പൊ ബോഡി കൊണ്ടുവരുന്ന സമയം ബോഡി വീട്ടിലോട്ട് എടുത്തു കൊണ്ടുവരുന്നു. അപ്പോഴത്തേക്ക് എന്റെ ഇമോഷൻസ് ഫുൾ ഓപ്പൺ അപ്പ് ആയി. ഞാൻ അപ്പോഴാണ് ശരിക്കും കരഞ്ഞു തുടങ്ങി. അപ്പൊ എന്നോട് ആൾക്കാർ, മോളെ കരയേണ്ട കരയണം. ഞാൻ പറഞ്ഞു, ഇപ്പോഴാണ് ഞാൻ കരയുന്നത്, ഇനി എന്നെ കരയാൻ അനുവദിക്കുന്നു പറഞ്ഞു. അപ്പൊ ഈ ബ്രദറോടും ചേച്ചിയോടും ഓൾറെഡി പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു, ഇവൾ കരയട്ടെ, കുഴപ്പമില്ല, ഇവർ കരഞ്ഞു തീർക്കണമെന്നുണ്ടോ, അവരെന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ അന്നേരമാണ് ഞാൻ ശരിക്കും കരയുന്നത്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, പപ്പ ഇനിയും കാണാൻ പറ്റത്തില്ല, ഈ പറയുന്ന പോലെ സംസാരിക്കാൻ പറ്റില്ല, പപ്പയുടെ ഒരു യാതൊരു ബന്ധവും വരത്തില്ലല്ലോ, ഇനിയിപ്പോ സ്വർഗത്തിൽ ചെല്ലുമ്പോഴല്ലോ അല്ല ഫുൾ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നത്. പിന്നെ ഫ്യൂണറലൊക്കെ ലൈക്ക് ബോഡി കൊണ്ടുപോയി അടക്കുന്ന സമയമൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ ശാന്തമായി, പിന്നെ ഞാൻ കവേർഡ് അപ്പ് ആയി, അങ്ങനെ പോയി. കുറച്ച് കഴിയുമ്പം പിന്നെ ഞാൻ ഇങ്ങനെ എനിക്ക് പിന്നെ കരച്ചിലല്ലോ ഒന്നുമില്ല, അന്നേരത്തെ കരഞ്ഞു തീർന്നു. പിന്നെ ഞാൻ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു, ദൈവമേ ശരിക്കും എനിക്ക് വല്ല കുഴപ്പമുണ്ടോ, എനിക്ക് തന്നെ ഒരു കൺഫ്യൂസ് സ്റ്റേറ്റ് ആയി. അപ്പൊ എനിക്കറിയാം എന്നെ എന്തോ ഒരു ഷീറ്റ് ഇട്ട് പൊതിഞ്ഞിരിക്കുന്ന പോലത്തെ ഫീൽ എനിക്കുണ്ട്. പക്ഷെ അത് ശരിക്കും അങ്ങനെ തന്നെ ആണോ എന്നുള്ള ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒരു ദിവസം തന്നെ ഇരുന്ന് കുറ്റിയിട്ടൊരു ഞാൻ മുട്ടയിലിരിക്കുക, താഴെ മുട്ടയിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് നീ ആ കവറിങ് ഒന്ന് മാറ്റിത്തരണം, എനിക്കറിയണം എനിക്ക് തന്നെ സഹിക്കാൻ പറ്റുമോ വഹിക്കാൻ പറ്റുന്നുള്ളത് എനിക്ക് അറിയണം, എനിക്ക് ചേഞ്ച് അറിയണം. ദൈവം പറഞ്ഞു ഓക്കെ എന്ന് പറയണം. ഇപ്പൊ അതൊക്കെ ഈ ഷീറ്റ് നമ്മളിൽ ചുറ്റിയിരിക്കുന്ന ഷീറ്റ് നമ്മളിങ്ങനെ പതുക്കെ വലിച്ചു മാറ്റുന്ന പോലത്തെ ഒരു ഫീൽ എനിക്ക്. ഈ സംഭവം ഫുള്ള് ഷീറ്റ് പോലെ സംഭവം മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിങ്ങ് താങ്ങാൻ പറ്റാത്തൊരു ഇതായിപ്പോയി. എനിക്ക് ഈ ഫുൾ ഓർമ്മകൾ കയറി വന്നു. പപ്പയുമായിട്ടുള്ളൊരു യാതൊരു ബന്ധവും ഇനി പറ്റില്ലല്ലോ, അല്ലെങ്കിൽ പപ്പ ഇനി കാണാൻ പറ്റത്തില്ലല്ലോ, സംസാരിക്കാൻ പറ്റില്ല, ഒന്നും പറ്റത്തില്ല എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിൽ കയറി. ഞാൻ ശരിക്കും പറയാം, ഈ മുട്ടയിൽ നിന്ന ഞാൻ ഇരുന്നിട്ട് ശരിക്കും പറഞ്ഞാൽ കിടന്നതിന് തുല്യമായി പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ കുറ്റിയിട്ടിരിക്കുന്നു, ഞാൻ അകത്ത് തന്നെ ഇരിക്കുന്നു, ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ആർക്കും ഓടി വരാനും പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, ദൈവമേ കവർ ചെയ്തു എന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് എടുത്ത് പറഞ്ഞു. അപ്പം ദൈവം ഉടനെ തന്നെ കവർ ചെയ്തു. ശരിക്കും നമുക്ക് ആ കവറിങ് നമുക്ക് ഫീൽ ചെയ്യും. ആ കവറിങ് പിന്നെ ആ കരച്ചിൽ മാറി, ഫുള്ളി സ്റ്റേബിൾ ആയി. അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവത്തിന് ആ ഡിഫറൻസ് എനിക്ക് തിരിച്ചറിയാൻ പറ്റി. ആ കവറിങ് എന്തുവാ, അല്ലെങ്കിൽ ദൈവത്തിന്റെ കവറിങ്ങിന്റെ പ്രത്യേകത എന്താ, ആ സ്ട്രെങ്ത് എന്തോ എന്നുള്ള കാര്യം തിരിച്ചറിയാൻ പറ്റി, ആ ഒരു ഡിഫറൻസ്. അപ്പൊ ദൈവത്തിന്റെ ആ ഇന്നേ വരെ ദൈവം നിലനിർത്തി. അപ്പം അതിനുശേഷം ഞങ്ങൾ നമ്മളെ ഫാമിലി ഡിസ്കഷൻ ഒക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ ചിന്തിക്കും, എന്താ ഇങ്ങനെ സംഭവിച്ചത്, ദൈവത്തിന് വേണ്ടി ഇത്രയും പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ ദൈവനാമത്തിൽ എടുക്കുകയൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ള രീതിയിൽ നമ്മൾ അന്നേരം തമ്മിൽ കൺസോൾ ചെയ്തുകൊണ്ടിരിക്കും. ദൈവത്തിനെ അറിയാം, ദൈവത്തിന്റെ ഉദ്ദേശം നമുക്കറിയാവുന്ന രീതിയിൽ ഇത് ഇതാക്കിക്കൊണ്ടിരിക്കും. അപ്പം പക്ഷെ പിന്നീട് ഇന്ന് നമ്മൾ പിന്നെയും ഞങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം, തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് ദൈവനാമത്തിന് വേണ്ടി കൊടുത്തു കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു നമുക്കറിയത്തില്ല, ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരും എന്നൊക്കെ ആയിരുന്നു നമ്മുടെ അന്നത്തെ ടെൻഷൻസ്. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ 3 പേരെയും കല്യാണം കഴിപ്പിച്ചു വിട്ടു, നല്ല കുടുംബങ്ങളിലേക്ക് കല്യാണം കഴിപ്പിച്ചു വിട്ടു. ഒരാളെ പോലും പഠിത്തത്തിൽ ഒരു കുറവ് സംഭവിക്കും, ഒരാൾക്ക് പോലും ഒരു ലോൺ പോലും എടുക്കേണ്ടി വരാതെ ഞങ്ങളെ പൈസ കൊടുത്ത് തന്നെ ചിലപ്പം ചിലർക്കൊക്കെ നല്ല രീതിയിൽ പൈസ കൊടുത്ത് തന്നെ പഠിപ്പിക്കേണ്ടി വന്നു. പക്ഷെ അതെല്ലാം ദൈവം സമയാസമയങ്ങൾ കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തെടുത്ത്
ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോരുത്തരെയും ദൈവം ആ മാന്യമായിട്ടുള്ള സ്ഥാനങ്ങളിൽ ദൈവം ആക്കി തീർത്ത് ഒന്നിനും ഒരു കുറവ് സംഭവിക്കും. ഇപ്പോഴും ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുവാൻ വേണ്ടി ദൈവം മമ്മിയെ ബലപ്പെടുത്തി, ഞങ്ങളെ ഓരോരുത്തരും ബലപ്പെടുത്തി ദൈവം സഹായിക്കുന്നു. അപ്പം ദൈവത്തിന്റെ ഫെയ്ത്ത്ഫുൾനെസ് ഞങ്ങൾ ശരിക്കും അത് രുചിച്ചറിയാൻ ദൈവമേ. ഞങ്ങൾ ക്വസ്റ്റ്യൻ മാർക്ക് നിന്ന് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, പക്ഷെ ദൈവത്തിന് പല ഉദ്ദേശങ്ങളുള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നടന്നെങ്കിൽ പല കാര്യങ്ങളും ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി ദൈവം അത്, പക്ഷെ ഒന്നിനും ഒരു കുറവ് ദൈവം വരുത്തില്ല. അങ്ങനെയാണ് 12ാം ക്ലാസ് വരെയുള്ള കാലം അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ശേഷമാണ് കോളേജ് ലൈഫിലോട്ട് കയറുന്ന ഒരു സമയം. കോളേജ് ലൈഫിലോട്ട് കയറുന്ന സമയം എന്ന് പറയുമ്പോഴത്തേക്ക് 12ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാനും മമ്മിയും അന്നേരം ഞാനും മമ്മിയും മാത്രമല്ല. അപ്പൊ ഞാൻ മമ്മിയോട് ഇങ്ങനെ ഭയങ്കര ഇതാ, എന്തിനു പഠിക്കാൻ ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആരും വീട്ടിലാരും കാണില്ല, മമ്മി തന്നെ ഉള്ളൂ, എന്ത് ചെയ്യുന്നൊക്കെ ഉള്ള ചെന്ന് ഇവിടെ കാണാൻ നോക്കാന്നുള്ള രീതിയിലൊക്കെ നോക്കി കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പം ബ്രദർ പക്ഷെ എനിക്ക് മെഡിസിന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം, MBBS പോകണമെന്ന് ഭയങ്കര, സർജറി ഫീൽഡ് എനിക്ക് ഭയങ്കര കുഞ്ഞിലെ മുതൽ ഒരു താല്പര്യമുള്ള കാര്യം. പക്ഷെ MBBS പോകാനുള്ള കാശോ അത്രയുള്ള റാങ്കോ ഒന്നും എനിക്ക് കിട്ടിയിട്ടുമില്ല. അപ്പം അതിലേക്ക് എനിക്ക് നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പം വേറെ പാരാമെഡിക്കൽ കോഴ്സസ് നോക്കി പല കാര്യങ്ങൾ. മമ്മിക്ക് തന്നെ എഞ്ചിനീയറിംഗ് നമ്മൾ അന്നത്തെ സ്റ്റേറ്റ് നടന്നു ഒന്നുകിൽ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ, ആ ഒരു ചിന്ത. അപ്പം ഡോക്ടർ ഇല്ലെങ്കിൽ അന്ന് പിന്നെ എഞ്ചിനീയർ. പക്ഷെ എനിക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ പ്രാർത്ഥിച്ച് അതിനെ മാറ്റി വെച്ചു. ദൈവമേ എന്നെ എഞ്ചിനീയറിംഗ് വിട്ടിട്ടില്ല, എനിക്ക് താല്പര്യമില്ലെന്നുള്ളത് കൊടുത്ത കോളേജിൽ കൊടുത്ത ഇതുപോലും പ്രിൻസിപ്പളുടെ ഇന്ന് ആ ഫോം കളഞ്ഞു പോയിട്ട് എന്നെ റിജക്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ ദൈവം എന്റെ ആഗ്രഹത്തെ ദൈവം മാനിച്ച് അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ കുറെ കോഴ്സ് നോക്കി ഒന്നും ശരിയാകുന്നില്ല, എവിടെ പോകും എങ്ങനെ പോകും ഒക്കെ ഫുൾ നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോഴേക്കും ഡിസ്കഷൻ മൊത്തം വന്നു. പക്ഷെ അതൊന്നും നടക്കാൻ വന്നപ്പോഴത്തേക്ക് ദൈവം എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ദൈവത്തിന് നമ്മുടെ പാസ്റ്റ് അറിയാം, പ്രസന്റ് അറിയാം, ഫ്യൂച്ചർ അറിയാം. പിന്നെ ഇതിനെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങൾ, ദൈവമാണ് എല്ലാം തീരുമാനിക്കുന്നത്. അപ്പൊ ദൈവകരനെ സമർപ്പിച്ചു കൊടുക്കുക, നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുക. ഇതുപോലെ തന്നെ മമ്മിയോടും പറയും, നമ്മൾ വാതിലുകൾ മുട്ടി നോക്കുക, അത് ഓപ്പൺ ആകുന്നില്ലെങ്കിൽ ദൈവഹിതമല്ല വിട്ടേര്. ഇനി അടങ്ങി കിടക്കുന്ന വാതിലുകളാണെങ്കിൽ പോലും ചുമ്മാ തള്ളിയ തന്നെ അത് ഓപ്പൺ ആയി കിട്ടിക്കും. അത്രയും ചെയ്യാൻ നമ്മൾ ബാക്കി എല്ലാ കോഴ്സുകളും ട്രൈ ചെയ്ത് നോക്കി. അവസാനം ഫൈനലി നഴ്സിംഗിന് പോകണം എന്നുള്ളൊരു ഇതായി. അതും വേറെ എങ്ങും നാട്ടിലൊന്നും ശരിയല്ല, ഡൊണേഷൻ കാരണത്താൽ നാട്ടിലൊന്നും ശരിയാ, അത് ബാംഗ്ലൂരിലോട്ട് പോകേണ്ട അവസ്ഥ. അപ്പൊ വേറെ ആരും ബാംഗ്ലൂരായിട്ട് നമുക്ക് യാതൊരു ബന്ധവും ഇല്ല. അങ്ങനെ ഒരു രീതിയിൽ നിൽക്കുന്ന അന്നത്തെ കാലത്ത് തുടങ്ങിയ ബാംഗ്ലൂർ വിട്ട പെൺപിള്ളേര് നശിച്ചു പോകും, ആ ഒരു കൺസെപ്റ്റ് ഇപ്പോഴും അങ്ങനെ ആയിരിക്കും. പക്ഷെ ആ ഒരു ഇതിൽ നിൽക്കുക. അപ്പം എങ്ങനെ വിടും, എന്ത് ചെയ്യും? അപ്പൊ ഞാൻ ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ വീട്ടിലാരുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ഇത് വന്നപ്പോൾ പക്ഷെ വേറെ ഒരു ഇതും ഇല്ല എന്നുള്ള ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിൽ നിൽക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രവാചകൻ വന്നിട്ട് എനിക്ക് എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് നഴ്സിംഗിന് ആണ് നിന്റെ ഡെസ്റ്റിനേഷൻ, നിനക്ക് അതിനോടുള്ള ആഗ്രഹം ഇല്ല അല്ലേ? അത്രയും ചോദ്യം കൊണ്ട് നിർത്തി. അപ്പൊ എന്റെ മനസ്സിൽ നിന്നിച്ചു, ഇന്ന് ദൈവഹിതം അതാണെങ്കിൽ എനിക്ക് അതിനോട് താല്പര്യം ഇല്ലെങ്കിൽ അത് രണ്ട് സിങ്ക് ആയി പോകത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്റെ ഹിതം അതാണെങ്കിൽ എനിക്ക് അതിനുള്ള ആഗ്രഹം തോന്നണം, ഇല്ലെങ്കിൽ എന്നെ വെറുതെ വിടരുത്. ചുമ്മാ താല്പര്യമില്ലാതെ നമ്മളൊരു കാര്യം ചെയ്തിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ അവസാനം എന്താണെങ്കിലും നഴ്സിംഗിന് ബാംഗ്ലൂരിൽ പോയതിനു ശേഷം ഞാൻ പിന്നീട് ഞാൻ നോക്കുമ്പോൾ പല പിള്ളേരും ആഗ്രഹത്തോടെ വന്ന പിള്ളേരുണ്ട്. അവർ പക്ഷേ നഴ്സിംഗിന്റെ ജോലിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അവർ മടുത്തിട്ട് വന്നു പോയല്ലോ എന്നുള്ള രീതിയിലായി. കാരണം സ്കോപ്പ് ഉണ്ട്, ശമ്പളം കിട്ടും എന്നുള്ള വെച്ചിട്ടായിരിക്കും വരുന്നത്. പക്ഷെ അതിന്റെ ജോലിപ്പാടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര ഡൗൺ ആയി, വേണ്ടായിരുന്നു എന്നുള്ളൊരു ചിന്തയിലേക്ക്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ താല്പര്യം ഇല്ലാതെ കയറിയെങ്കിലും അന്നത്തെ ആ പ്രാർത്ഥന കാരണം കൊണ്ടായിരിക്കും ദൈവം എനിക്ക് അതിനുള്ളൊരു പാഷൻ തന്നു, എനിക്ക് അതിനുള്ള ആഗ്രഹം തന്നിട്ട് ദൈവം ഇവൻ MBBS-നെക്കാട്ടിലും ഭേദം നഴ്സിംഗ് ആണെന്നുള്ള ഫീൽ. ബിക്കോസ് എനിക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും, എനിക്ക് പലരോടും പോകാൻ പറ്റും, ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ നോക്കണ്ട എന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ ആയി. ഈ കോളേജ് ലൈഫ് പക്ഷെ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത ഒരു സമയമായിരുന്നു. കാരണം ഞങ്ങളുടെ കോളേജ് ഒത്തിരിയും നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത ടൈപ്പ് ഓഫ് കോളേജ് ആയിരുന്നു. നമുക്ക് ഇന്റേണൽ മാർക്സ് ഉള്ളതും കൂടി കട്ട് ചെയ്ത് കളയും. ഇവൻ അസൈൻമെന്റ് ടെക്സ്റ്റ് ബുക്ക് നോക്കി കോപ്പി അടിച്ചെടുത്ത സാധനം പോലും അവർ തോപ്പിച്ചു വിടുന്ന അങ്ങനത്തെ ടൈപ്പ്. ഇന്റേണൽ മാർക്സിന് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. അങ്ങനെയൊക്കെ ഒത്തിരി നമ്മളെ ഒരുമാതിരി നമ്മളെ അങ്ങ് ഞെരുക്കി കളയുന്ന ഒരു അനുഭവമായിരുന്നു. നമ്മളിപ്പോ ലക്ഷക്കണക്കിന് രൂപ പൈസ അങ്ങോട്ട് കൊടുത്ത് നമ്മളാണെങ്കിൽ ഫീസ് കൊടുത്ത് നമ്മൾ പഠിക്കുന്നെങ്കിലും മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ഒരു മുൾമുനെ നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. എല്ലാവരും ഒരുപോലെ തന്നെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമായിരുന്നു. ഈ ഓരോ സമയങ്ങൾ വരുമ്പോഴും പ്രാർത്ഥിച്ചിട്ട് പോലും കാര്യമില്ലാത്ത ഒരു അവസ്ഥകളായിരുന്നു ഞങ്ങളുടെ കോളേജിൽ. ആ സമയങ്ങൾ ഫസ്റ്റ് ഇയർ ഞാൻ കയറുന്ന സമയത്ത് ഓരോ ഡിനോമിനേഷനും ഓരോ ദിവസം ഓരോ പ്രാർത്ഥനകളുണ്ട്. 10 to 15 മിനിറ്റ്സ്. പെന്തക്കോസ്തുകാർക്ക് മാത്രം എല്ലാ ദിവസവും പ്രാർത്ഥന ഉണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു 15 മിനിറ്റ്സ് ആയിരിക്കും പ്രാർത്ഥനയുടെ സമയം. ഫസ്റ്റ് ഡേ ഞാനാണെങ്കിൽ ഈ പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥനയ്ക്ക് പോയ സമയത്താണെങ്കിൽ ഒരു ചെറിയൊരു റാഗിങ് പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചു, ദൈവസന്നിധിയിൽ വരുന്നതിന് എന്തിനാ ഈ റാഗിങ് ചെയ്യേണ്ട ആവശ്യം എന്തായിരിക്കുന്നത്? അപ്പൊ എനിക്ക് ഭയങ്കര ഡിസ്കംഫോർട്ട് ആയിട്ട് തോന്നി. ഞാനാണെങ്കിൽ അപ്പൊ നെക്സ്റ്റ് ഡേ ഞാൻ പോയില്ല. അവരോട് ചോദിച്ചു എന്താ വരാത്തെ? അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവസന്നിധിയിൽ എന്തിനാണ് സീനിയർ ജൂനിയർ ബന്ധം വരുന്നത്? അപ്പോൾ എനിക്ക് എന്തോ ഒരു അൺഈസി ഫീലിംഗ്, എനിക്ക് വലിയ താല്പര്യം തോന്നുന്നു. എനിക്ക് ശരി, ഓക്കെ, നിനക്ക് താല്പര്യമുള്ള സമയത്ത് വന്നാൽ മതി. എല്ലാവരും എന്നെ നിർബന്ധിക്കുമെന്ന് പോകും, പക്ഷെ എനിക്ക് എന്തോ താല്പര്യം. ആ ഫസ്റ്റ് ഇയർ മൊത്തം പോയില്ല. ഈ സീനിയേഴ്സ് മാറിയതിനു ശേഷം
അടുത്ത സീനിയർ കയറിയ സമയത്ത്, അതായത് ഞാൻ സെക്കൻഡ് ഇയറിൽ കയറിയ സമയത്ത് ഇതുപോലെ പറഞ്ഞു ഫോർത്ത് ഇയേഴ്സ് എല്ലാം മാറിയിട്ടുണ്ട്, ഇനി നീ വന്നോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വന്നു തുടങ്ങിയാൽ പിന്നെ വന്നതായിരിക്കും, പിന്നെ ആർക്കും എന്നെ നിർത്താൻ പറ്റില്ല, അത് എനിക്ക് ഉറപ്പുള്ളത്. അപ്പൊ അവർ പറഞ്ഞു ഓക്കെ. അങ്ങനെ പോയി തുടങ്ങിയപ്പോഴത്തേക്ക് ഈ പറഞ്ഞ സീനിയേഴ്സ് എല്ലാം മാറി. കാരണം അവരുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ ഹാർഡ് ഇത് വന്നപ്പോഴത്തേക്ക് അവരെല്ലാം മാറിയിട്ട് അവസാനം ഈ ബാറ്റിന് എന്റെ കയ്യിലോട്ട് തിരിഞ്ഞ പോലെ ഞാൻ വേണം, ഈ സെക്കൻഡറി പഠിക്കുന്ന ഞാൻ വേണം ഇവരെ ലീഡ് ചെയ്യേണ്ടെന്നുള്ളൊരു അവസ്ഥ വന്നു. അപ്പം അന്ന് നിർബന്ധിച്ച് കയറി പല ആൾക്കാരും പിന്നെ വരാതായി. ചിലരാണെങ്കിൽ പഠിത്തത്തിന്റെ ഒത്തിരി എങ്ങനെയെങ്കിലും ജയിച്ചു പോകണല്ലോ എന്ന് വെച്ചിട്ട് പല ഡിനോമിനേഷനും ആൾക്കാർ കയറി വന്ന് പ്രാർത്ഥിക്കാൻ കൂട്ടത്തിൽ എന്തോസർ പ്രാർത്ഥന ആണെങ്കിലും പ്രാർത്ഥനയാണെന്ന് വെച്ചാൽ എല്ലാവരും കൂട്ടത്തിൽ കൂടി കൊടുക്കുക ചെയ്തു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഇതിന്റെ ചുരുക്കി പറയണെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷമാണെങ്കിൽ ഞങ്ങൾക്ക് തന്നെ തോന്നി ഇത് പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥനയാണല്ലോ, അന്യഭാഷയിലുള്ള പക്ഷെ ആരാധനയില്ല, ജസ്റ്റ് രണ്ട് പാട്ട് പാടി പ്രാർത്ഥിച്ചു ബൈബിൾ വായിച്ചു അങ്ങനെ പോകുന്നതേ ഉള്ളൂ. അപ്പൊ ഞങ്ങളുടെ പാട്ട് പാടുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ പെന്തക്കോസ്തുകാരുടെ പിള്ളേർക്ക് ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര ഒരു ഔട്ട് ബോസ്റ്റ് പോലെ ഒരു ഫീലാണ് അന്യഭാഷ പറയാനൊരു. പക്ഷെ നമ്മൾ ഈ അടക്കി വെക്കുക, കാരണം വേറെ ആരും പറയാത്തതാണ്. അപ്പൊ ഞങ്ങൾ അതിൽ ഡിസൈഡ് ചെയ്തു ഓക്കെ ഒരു പാട്ടിൽ രണ്ട് പാട്ട് പാടുന്നതിൽ ഒരു പാട്ട് നിർത്തിയിട്ടാണെങ്കിൽ ബാക്കി അന്യഭാഷ പറയാന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നത്. അപ്പൊ ഞങ്ങളാണെങ്കിൽ ആരോടൊന്നും പറയാൻ പോയില്ല, ഞങ്ങൾ അങ്ങ് അന്യഭാഷ പറയാം. അങ്ങനെ അന്യഭാഷ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കുറെ പിള്ളേർ പൊഴിഞ്ഞു മാറി തുടങ്ങി, ആ ഒരു ചേഞ്ച് വരാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ വരുന്നൊരു വരട്ടെ കുഴപ്പമില്ല, പെന്തക്കോസ്റ്റൽ ഇതാണല്ലോ, അന്യഭാഷ എന്നുള്ള സംഭവം ഇല്ലെങ്കിൽ പിന്നെ എന്താ വ്യത്യാസം എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്തു. ഇതുപോലെ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ പതുക്കെ പതുക്കെ ഓരോ എല്ലാ ശനിയാഴ്ചയും ഓരോരുത്തർ മെസ്സേജ് പറയാൻ നറുക്കെടുക്കും, അങ്ങനെ മാറി മാറി ചെയ്യാനൊക്കെ തുടങ്ങി. അങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെ പതുക്കെ പതുക്കെ ഞങ്ങളിൽ തന്നെ അപ്ഡേഷൻ വരാൻ തുടങ്ങി. ഈ സമയത്ത് തന്നെ പഠന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിലെല്ലാം ഭയങ്കര ഡെസ്പായിട്ടിരിക്കുന്ന ഓരോ സമയങ്ങളായിരിക്കും. പക്ഷെ ആത്മീകമായിട്ട് ദൈവം ഈ ഫെലോഷിപ്പ് നമുക്ക് തരാൻ തുടങ്ങി. ഒരു പ്രാവശ്യം ഇതുപോലെ എക്സാംസ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രാക്ടിക്കൽ എക്സാമിന് മുമ്പ് നമുക്കൊരു കുറച്ച് നാള് ഒരാഴ്ച സമയം നമുക്ക് ലീവ് കിട്ടും. അപ്പൊ എന്തോ ഒരു നിയോഗം തോന്നി ഒരു 7 ദിവസം ഫാസ്റ്റിംഗ് ഇരിക്കാന്നുള്ള രീതി. അപ്പൊ കുറച്ച് പേർക്ക് അഭിഷേകം പ്രാപിക്കാത്ത പിള്ളേരുണ്ടല്ലോ, അവർക്ക് ഒരു അഭിഷേകം പ്രാപിക്കണമെന്നുള്ള രീതി ഞങ്ങൾ ജസ്റ്റ് വിചാരിച്ചു ഓക്കെ അങ്ങനെ നമുക്ക് ഇരിക്കാന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെ ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിച്ചപ്പം ആ സമയത്ത് തന്നെ ഒരു ഒന്നാം ദിവസം കഴിഞ്ഞു, രണ്ടാം കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4ാമത്തെ ദിവസമായിട്ട് ഒരു ചേഞ്ച് വരുന്നില്ല, ആർക്കും അഭിഷേകം പ്രാപിക്കുന്ന ഒന്നും ഒരു വ്യത്യാസം. അപ്പൊ ഞങ്ങളുടെ പാസ്റ്റർ അന്നേരം TS മാത്യു പാസ്റ്റർ ബാംഗ്ലൂരിലുള്ള ആ പാസ്റ്റർ പറഞ്ഞു ഒരു ലാസ്റ്റ് ഡേ സാറ്റർഡേ ആകുമ്പോൾ നിങ്ങൾ ചർച്ചിലോട്ട് പോവാ, നമുക്ക് ഒരുമിച്ച് അവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ 4th ഡേ കഴിഞ്ഞപ്പോൾ 5th ഞങ്ങൾ പ്രാർത്ഥിച്ചു ഒരാൾക്ക് പോലും നമ്മുടെ ഹോസ്റ്റലിലേക്ക് ഒരാൾക്ക് ഒരു ഡിഫറൻസ് ഒന്നും, ഭയങ്കര വിഷമിച്ച് ഞങ്ങൾ ഇരിക്കും ഈ ഫാസ്റ്റിംഗ് എടുത്തിട്ട് പ്രയോജനമില്ലെന്ന്. അപ്പം 5th ഡേ ആയപ്പം ഒരാൾക്ക് മാത്രം എനിക്ക് അഭിഷേകം പ്രാപിച്ചു, ആശ്വാസം, അവരുടെ പേര് പറയാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ഡേ സാറ്റർഡേ ഞങ്ങൾ ചർച്ചിൽ പോയപ്പോൾ അവിടെ എല്ലാവരും ആരാധിച്ചൊക്കെ തുടങ്ങിയപ്പോൾ അവിടെയുള്ള ആമ്പിള്ളേർക്ക് ഒരു മൂവ് ഉണ്ടായിട്ട് അവർക്ക് അഭിഷേകം പ്രാപിച്ചു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ളൊരു മൂവ് ആയിരുന്നു. ഞങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ ഞങ്ങൾക്ക് പ്രാപിക്കുന്നതിന് അപ്പുറമായിട്ട് ചർച്ചിലേക്ക് ആ മൂവ് ഉണ്ടായിട്ട് അവിടെ ഒരു റിവൈവൽ സംഭവിച്ച പോലെ അവർ തന്നെ ഞങ്ങളോട് പറയും നിങ്ങൾ ശരിക്കും പറഞ്ഞ ഉപവാസം എടുത്ത് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്കാണ് ശരിക്കും പറഞ്ഞാൽ വിടുതൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവര് ശരിക്കും ആത്മാവിന് ആ ബോയ്സ് ആയിട്ടുള്ള യൂത്ത്സ് ബോയ്സ് ആയിട്ടുള്ളവർക്ക് ഭയങ്കര ഒരു ആത്മാവിന് നിറവ് അവർ ആ ഒരു ചേഞ്ചിലേക്ക് എത്തി. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ഞങ്ങൾ ഓക്കെ സാറ്റിസ്ഫൈ, ഞങ്ങൾക്ക് സംഭവം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾക്ക്. അപ്പൊ നെക്സ്റ്റ് ഇയർ ആയപ്പോൾ ഇതുപോലെ തന്നെ 7 ദിവസം പിന്നെ ഞങ്ങൾ ഡിക്ലെയർ ചെയ്തു 7 ദിവസം ഫാസ്റ്റിംഗ്. അപ്പൊ ആ സമയത്ത് ഏകദേശം അയാൾക്ക് അഭിഷേകം പ്രാപിച്ചു കുറച്ച് 2 ബ്രദറും പിള്ളേരുണ്ടായിരുന്നു. അവർക്ക് പോലും അവർ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളോട് തർക്കിച്ചു, അങ്ങനെ അഭിഷേകം എന്ന് പറഞ്ഞ സംഭവം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ തർക്കിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ 2 സിസ്റ്റേഴ്സ് ആയിട്ടുള്ളവര്, മൂത്ത സിസ്റ്റർക്ക് എങ്ങനെയോ ഒരു അങ്ങനെ അഭിഷേകം പ്രാപിച്ചു. അപ്പൊ ഈ 2ാമത്തെ സിസ്റ്ററാണ് ഏറ്റവും കൂടുതൽ തർക്കിച്ചത്. അപ്പം അവർ പറഞ്ഞു ഇവർക്ക് എങ്ങനെ അഭിഷേകം, അപ്പം അവർ പറഞ്ഞാൽ നമ്മൾ കോപ്പി അടിച്ച് പറയുക എന്നൊക്കെ ഉള്ളത്. അപ്പം സ്വന്തം സിസ്റ്റർക്ക് അഭിഷേകം പ്രാപിച്ചെന്നുണ്ട്, അപ്പം എന്തോ ഒരു ഡിഫറൻസ് ശരിക്കും ഉണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ കയറിയിട്ടാണെങ്കിൽ പ്രാർത്ഥിച്ചു ഓക്കെ അന്ന് എന്നെ പിന്നെ സമർപ്പിക്കുന്നതുകൊണ്ട് പ്രാർത്ഥിച്ച് അവളും അഭിഷേകം പ്രാപിച്ചു. പക്ഷെ ഞങ്ങളുടെ അന്നത്തെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃപാവരങ്ങൾ പ്രാപിക്കണമെന്ന്. കാരണം അഭിഷേകം അന്യഭാഷ കഴിഞ്ഞു ഇനിയും കൃപാവരങ്ങൾ. ആ സമയത്ത് ആദ്യത്തെ ദിവസം മുതലേ ഓരോരുത്തർക്ക് കൃപാവരങ്ങൾ പ്രാപിക്കുന്നു. എല്ലാവരും പ്രവചിക്കാൻ തുടങ്ങി, അന്യഭാഷ പറയാൻ തുടങ്ങി, വെളിപ്പാടുകൾ കാണാൻ തുടങ്ങി, ദൂതുകൾ പറയാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവചനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആദ്യമേ ഒരു വളരെ 10-15 പേരിൽ നിന്ന ആ ഒരു സംഘം ഈ 4th ഇയർ കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് 10-30 പേരുടെ ഒരു വലിയൊരു റൗണ്ട് ആയിട്ടിരുന്ന സംഭവം ആൾക്കാർ ഓവൽ ഷേപ്പിലുള്ള ഒരു ഇരിപ്പായി മാറി. റൗണ്ടിൽ ഞങ്ങൾ ഇരിക്കുന്നു, താഴെ ഇരിക്കുന്നു. അപ്പൊ ആ ഒരു ഡിഫറൻസിലേക്ക് ആ ഒരു ആൾക്കാരുടെ എണ്ണത്തിൽ കൂടിയത് കൂടാതെ ഇവർ തമ്മി ഭയങ്കരമായിട്ട് കൃപാവരങ്ങൾ പ്രാപിച്ച് ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് അറിയാം. അന്ന് 15 മിനിറ്റിൽ മാത്രം ഒതുങ്ങിയിരുന്ന പ്രാർത്ഥന അന്യഭാഷയുടെ ആരാധന തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് തന്നെ കൺട്രോൾ ഇല്ലാണ്ടായി മാറി. കാരണം ഫുൾ ഹോളി സ്പിരിറ്റിന് വിട്ടുകൊടുത്തോണ്ടുള്ള ആരാധനയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നി. അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം നമുക്കാണെങ്കിൽ സഭായോഗത്തിന് പോകാൻ പറ്റാത്ത ഞായറാഴ്ച നമുക്ക് ഔട്ടിങ് നമുക്ക് ക്ലോസ് ചെയ്തു. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ള വിചാരിച്ചിരുന്നപ്പം ഞങ്ങൾ വിളിച്ചു ഓക്കെ ഇത്രയൊക്കെ ആയല്ലോ സഭായോഗം നമുക്ക് ഹോസ്റ്റലിൽ തന്നെ നടത്താൻ പറഞ്ഞു. അന്നത്തെ ദിവസം 10 മണിക്ക് തുടങ്ങി
ആരാധന ശരിക്കും പറഞ്ഞ 1 മണിയായപ്പം തീർന്നു. അപ്പൊ ഒരു സഭായോഗം പോലും നടത്തുവാൻ ദൈവം ഒരു കൃപ തന്നു. ഞങ്ങൾ ഗേൾസ് ഓൺലി ഹോസ്റ്റലാണ്. പക്ഷെ അവിടെ ആ ഒരു അഭിഷേകത്തിൽ തുടങ്ങിയ സംഭവം കൃപാവരങ്ങളിലേക്ക് മാറിയിട്ട് ഇവൻ സഭായോഗം ഒറ്റ ദിവസം നടത്തി. പക്ഷെ ആ സഭായോഗത്തിൽ വരെയും കൊണ്ടെത്തിച്ചു. അങ്ങനെ ഇവൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചർച്ചിലെ അന്നത്തെ IPC ബത്തിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ കോളേജ്. അപ്പം അവിടുത്തെ ചർച്ചിലെ കുറെ അങ്കിളും ആന്റിയും പാസ്റ്ററും ഞങ്ങളുടെ എന്റെ ലോക്കൽ ഗാർഡിയൻ അവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത് സ്പിരിച്വലി സപ്പോർട്ട്. നമ്മുടെ ഓരോ പ്രോബ്ലംസ് വരുന്ന സമയത്ത് അവരാണ് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ പ്രിൻസിപ്പളിനോട് പോയി ഇടപെടുക വെച്ച് നമ്മുടെ ഹോസ്റ്റലിൽ വന്നിട്ട് നമ്മളോട് സ്പിരിച്വലി നമ്മളെ എൻകറേജ് ചെയ്യും. അപ്പൊ ഇതൊക്കെ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ മറിയ സംഗ്രഹിച്ച് വെക്കുന്നുള്ള ഇത് ഓരോ കാര്യങ്ങളും ഞാനിങ്ങനെ ഇവരെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ രീതിയിൽ ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ഓക്കെ, ഇങ്ങനെ വേണം പിള്ളേരോട് നമ്മളും ഇടപെടണ്ടേ. ഇതൊക്കെ ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് എന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. പിന്നീട് നമുക്ക് ആവശ്യം വരും, നമ്മളും പിന്നെ വലുതാകുമ്പോൾ നമ്മൾ ഇതുപോലെ കോളേജ് സ്റ്റുഡൻസിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അങ്ങനെ രീതിയിൽ നമ്മൾ ചെയ്യും. അപ്പൊ ഇവരെന്നെ ശരിക്കും പറഞ്ഞ ഒരു പാസ്റ്ററി എന്ന് വിളിക്കാൻ തുടങ്ങി. കാരണം ലീഡ് ചെയ്യുന്ന കാരണത്താൽ ഒരു പാസ്റ്റർ ശുശ്രൂഷ ചെയ്യുന്നതിന് തുല്യമായിട്ടാണല്ലോ ചെയ്യുന്നത്, എന്നെ പാസ്റ്ററി എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ നമ്മുടെ ഇതൊന്നും വലിയ കാര്യമായിട്ട് നടക്കുന്നത്, നമ്മൾ നാച്ചുറൽ ആയിട്ട് പോകുന്നു അത്രേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കണം. ഇങ്ങനെ ഒത്തിരി കൃപാവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയപ്പോൾ നമുക്ക് നോൺ സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പാസ്റ്ററോട് ചെന്ന് പറഞ്ഞു, ഞങ്ങളുടെ അന്നത്തെ പാസ്റ്ററോട് ചെന്ന് പറഞ്ഞു ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യും ഒന്നും അറിയത്തില്ല. അപ്പം പാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചില ലോക്കൽ ചർച്ചിലെ പാസ്റ്റർമാർ ചെന്ന് സെൻട്രൽ പാസ്റ്ററോട് ചെന്നിട്ട് അവരുടെ പ്രശ്നം പറയുന്ന പോലാണല്ലോ നിങ്ങൾ വന്നിട്ട് എന്നോട് വന്ന് പ്രശ്നം പറയുന്നത് എന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു ക്രെഡിറ്റ് തോന്നി. മീൻസ് അങ്ങനെ ഒരു രീതിയിലേക്ക് ദൈവം മാറ്റിയെടുത്തല്ലോ. അപ്പം പാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു പ്രാർത്ഥിച്ച ദൈവം എല്ലാം ചന്തോചിതവുമായിട്ട് ചെയ്തോളൂ. അപ്പൊ അങ്ങനെ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ ശരിക്കും പറഞ്ഞാൽ എൻകറേജ് ചെയ്ത് കയറ്റി വിടുക ചെയ്ത്. പക്ഷെ ഞാനായിട്ട് എന്റെ ഉള്ളിൽ ഒരു ചേഞ്ച് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഈ പറയുന്ന പോലെ ഞാൻ ചിലപ്പം ദൂതുകൾ വിഷൻസ് കാണുമായിരിക്കും, ഇങ്ങനെ കാണുകയും, പക്ഷെ എന്നിൽ ഈ പറയുന്ന പോലത്തെ അവർ പ്രവചിക്കുന്ന പോലെ പ്രവചിക്കും, അവർ വെളിപ്പാട് കാണുന്ന കാണുന്നു കൊടുക്കുകയും ചെയ്ത് ഞാൻ എല്ലാവരെയും കയറ്റി വിടുന്നു. പക്ഷെ എനിക്കൊരു എൻകറേജ്മെന്റ് എനിക്ക് തോന്നുന്നില്ല. എനിക്കൊരു വിഷമം വരുന്ന സമയത്ത് എനിക്ക് ആരോടും പറയും, ഇവരെല്ലാം എന്നോട് വന്ന വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. ഞാനിങ്ങനെ പാസ്റ്റർ വിളിച്ചു, പാസ്റ്റർ എന്നോട് പറഞ്ഞൊരു കാര്യം തുടങ്ങി, അപ്പൊ ഞാൻ ഇനി ആരോട് ചെന്ന് പറയണ്ടേ, മീൻസ് പാസ്റ്റർ ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തി പിന്നെ ആരോട് ചെന്ന് പറയണ്ടേ. അപ്പം പാസ്റ്റർ പറഞ്ഞു നിന്നെ ഒരു വേറൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്നെ ബലപ്പെടുത്തിയിരിക്കും. അപ്പൊ പാസ്റ്റർ ഞാൻ മെന്റർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കാരണം നമുക്ക് ബെസ്റ്റ് കൗൺസിലർ ആയിട്ടുള്ള ഹോളി സ്പിരിറ്റ് ആണ്. നമ്മളെ ബെസ്റ്റ് ആയിട്ട് നമ്മൾക്ക് എന്താ വേണ്ടേ, എങ്ങനെയാ വേണ്ടേ, കംഫർട്ടർ ആയിട്ടുള്ള ഹോളി സ്പിരിറ്റ്. അപ്പൊ ഞാനൊക്കെ കുഞ്ഞിലെ മുതൽ അത് തന്നെ സംഭവിക്കുന്നത്. വേറെ ആരോടും പറയുന്നില്ല, വേറെ ആരോടും പ്രത്യേകിച്ച് കേൾക്കാനോ ഒന്നുമില്ല, ഫുൾ ദൈവത്തോട്. അപ്പം പിന്നെയും അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് ഹോളി സ്പിരിറ്റിലോട്ടുള്ള സംഭവം മാറാൻ തുടങ്ങി. അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങി. അതിനുശേഷം ഇതെല്ലാം ഇനി ലാസ്റ്റ് പറയുമ്പോൾ മനസ്സിലാവും ഇതെല്ലാം എങ്ങോട്ടാ കണക്ട് ചെയ്യുന്നുള്ള കാര്യം. പഠിത്തമെല്ലാം കഴിഞ്ഞു, ജോലിക്ക് കയറാൻ വേണ്ടി നോക്കി. ജോലിക്ക് അന്നേരം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു കാർഡിയാക് ICUവിൽ എനിക്ക് ജോലി കിട്ടി. അതൊരു സർജറി കഴിഞ്ഞിട്ടുള്ള ICU ആയിരുന്നു. അപ്പൊ ദൈവം എൻ്റെ പണ്ടത്തെ ആഗ്രഹം ഒരു ഡോക്ടർ ആവണം അല്ലെങ്കിൽ ഒരു സർജറി ബേസിലായിരിക്കണം എന്നുള്ള ആഗ്രഹത്തെ ദൈവം മനസ്സിൽ സർജറി ആയിട്ടുള്ള ICUവിൽ തന്നെ കൊണ്ടെത്തിക്കും. പിന്നീട് ചർച്ചിലോട്ട് കയറുന്ന ചർച്ചൊക്കെ ആയതിനു ശേഷം ചർച്ചിലോട്ട് വരുന്ന സമയത്ത് ആൾക്കാരെല്ലാം ചർച്ചിലെ വിശ്വാസികൾ പലവരും ഓരോ ഡൗട്ടുകൾ വരുന്ന സമയത്ത് എന്നോടായിരിക്കും ചോദിച്ചിട്ടായിരിക്കും ഡോക്ടറെ കാണണമെന്ന് പോലെ ചിന്തിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളാണ്. അപ്പം ശരിക്കും പറയാം അവരെന്നെ ഡോക്ടർ ലിഷ എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പം എന്താണോ എന്റെ ആഗ്രഹം ആ സംഭവം ദൈവം ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ദൈവം എനിക്ക് വേണ്ടി അങ്ങ് ചെയ്തു. അപ്പൊ ഡോക്ടർ ലിഷ എന്നുള്ള പേരുമായി പിന്നെ സർജറി ഭാഗത്തുള്ള ഒരു എക്സ്പീരിയൻസുമായി അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ ഫസ്റ്റ് ബാംഗ്ലൂരിൽ തന്നെ സെയിം ഞാൻ പഠിച്ചിട്ട് തന്നെ വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് ഇങ്ങനെ പല കല്യാണാലോചന ഓരോന്നും ഞാനിങ്ങനെ മാറ്റി വെച്ചോണ്ടിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ മീശ ഉള്ളവര് താടിയുള്ളവർ അങ്ങനെ വലിയ താല്പര്യമില്ല. അപ്പൊ ഒറ്റ ഓട്ടത്തിൽ കാണുമ്പോഴേ ഞാൻ വേണ്ട എന്നങ്ങ് പറയുക ചെയ്തു. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ മമ്മിക്ക് ഇങ്ങനെ ഒരു പെൺകൊച്ചിനെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പം അതിന്റെ ആ ഒരു ഒന്നാം മമ്മി ഒറ്റയ്ക്ക് പപ്പയിൽ അങ്ങനെ ഒരു സാധ്യത മമ്മിയെ ഓർത്തിട്ട് ചില പ്രൊപ്പോസൽ ഓക്കെ നോക്കിക്കോ എന്നുള്ള രീതിയിൽ ഞാൻ വിടുമായിരുന്നു. അപ്പം ഒരു പ്രൊപ്പോസൽ വന്ന സമയത്ത് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ആണ് ആ ആന്റി, എന്നെ കുഞ്ഞിലെ മുതൽ നമുക്ക് ദുബായ് മുതലുള്ള ഫാമിലി ഫ്രണ്ട്. അവരെന്നെ ഇങ്ങനെ കണ്ടുവെച്ചോണ്ടിരുന്ന എന്റെ ഓരോ രീതികളും അവർക്ക് എന്നോട് ഒരു താല്പര്യം തോന്നി. മിണ്ടിയില്ല. പക്ഷെ പഠിത്തം കഴിഞ്ഞ് ജോലിയാക്കാൻ ശേഷം ആ ആന്റി പതുക്കെ മമ്മിയോടൊന്ന് പറഞ്ഞു ഇങ്ങനെ എന്റെ മോന് വേണ്ടി ആലോചിക്കാൻ താല്പര്യം എന്നുള്ള രീതി പറഞ്ഞു. അപ്പം ഞാൻ അമ്മയെ പറഞ്ഞു ഓക്കെ അപ്പൊ അവർക്ക് ഹാപ്പി, നമ്മുടെ വീടിനടുത്ത എല്ലാം കൊണ്ടും സെറ്റിൽ ആയിട്ടുള്ളത്. മമ്മിയോട് പറഞ്ഞു മമ്മി ഞാൻ ദൈവത്തോട് ഇങ്ങനെ ഞാനൊരു ബാംഗ്ലൂരിലാണ് ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ എന്താ വേണ്ടേ, അവർ TPM ആ ഒരു ഇത് നിൽക്കും. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു എന്താ വേണം. ദൈവം എന്നെ ഒരു പേൾ കാണിച്ചിട്ട് പറഞ്ഞു ഈ വ്യക്തി ഒരു പേളിനെ പോലെയാണ്, ഒരു കുഴപ്പമില്ല, നല്ല സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളൊക്കെ നീങ്ങുമ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. അതിനുശേഷം നെക്സ്റ്റ് ഒരു ദൈവം കാണിക്കുന്ന ഒരു ഡയമണ്ടിനെയാണ്. ഈ ഡയമണ്ട് ഇച്ചിരി ചെത്തി ഉള്ള ഒരു ഡയമണ്ട് ആണ്. പക്ഷെ ഈ ഡയമണ്ടിലോട്ട് ലൈറ്റ് വീഴുമ്പോഴത്തേക്ക് ഒത്തിരി ഭാഗത്തോട്ട് ഈ സംഭവം പ്രകാശിക്കുന്ന ഒരു ഡയമണ്ട് കാണിച്ചു. എന്റെ ദൈവം എന്നോട് പറഞ്ഞത് നിനക്ക് വേണ്ടി ആക്ച്വലി വെച്ചിരിക്കുന്ന ഈ ഒരു ഡയമണ്ടിനെയാണ്.
നിനക്ക് ചൂസ് ചെയ്യാം, പക്ഷെ നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഈ ഒരു ഡയമണ്ട് എങ്കിലും നീ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം എന്ന് പറയും. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ദൈവം ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു, ഇത് ഞാൻ ഇനി എങ്ങനെ റിജക്ട് ചെയ്യും? കാരണം നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ്, ചിലപ്പോൾ ഈ കല്യാണം നമ്മൾ റിജക്ട് ചെയ്ത് ആ ഫാമിലി ഫ്രണ്ട്ഷിപ്പ് പോലും പോകുമോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു മമ്മിക്കും. അത് ഞാൻ മമ്മിയുടെ സംഭവം ഇതുപോലെ തന്നെ മമ്മിയോട് പറഞ്ഞു, എന്റെ ബ്രദറിനോടൊക്കെ പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യും, മമ്മിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, മമ്മിയുടെ ഒരു നല്ലൊരു ഫ്രണ്ടാണ്, നമ്മളെല്ലാം ഫാമിലി ഫ്രണ്ട്സ്. ഈ മക്കളെ നമുക്ക് വലിയ ബന്ധമില്ലെങ്കിലും അന്നേരം വരുന്ന ആലോചന. പക്ഷെ ഈ ആന്റിയുമായിട്ടുള്ള ബന്ധം നഷ്ടമായി പോകുമോ എന്നുള്ള ചിന്തയിൽ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമെന്ന് ഞാൻ ദൈവം നീയായിട്ട് തന്നെ മാറ്റി വെക്കണം. അവർ കല്യാണം ആലോചിച്ച് പെണ്ണ് കാണാനൊക്കെ വരുകയൊക്കെ ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എന്റെ ഉള്ളിൽ ഇത് നടക്കത്തില്ല എന്നൊരു ചിന്തയിലേക്ക് വരും. അപ്പൊ മേ ബി എന്റെ സംസാരം അവർക്കും അങ്ങനെ തോന്നിക്കാണ്ടിരിക്കും. അവരും പറഞ്ഞ് നിർബന്ധിക്കേണ്ടെന്ന് പറഞ്ഞ് അവരും ആന്റിയോട് പറഞ്ഞു. പിന്നെ ഫ്രണ്ട്ഷിപ്പിന് ഒരു കുറവ് വരുന്നു പറഞ്ഞു. അങ്ങനെ മാറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പം ഒരു നൈറ്റ് ഡ്യൂട്ടിയുടെ സമയത്ത് എനിക്കൊരു ഫോട്ടോ എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നിട്ട്, എന്റെ ജൂനിയറിന്റെ കസിന് അവരെനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കല്യാണാലോചന ഉണ്ട്, താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം നൈറ്റ് ഡ്യൂട്ടി സമയം നമ്മൾ പേഷ്യന്റ് നോക്കുന്ന സമയം ജസ്റ്റ് ആ കോൾ അറ്റൻഡ് ചെയ്ത് മാത്രം. അപ്പൊ ഫോട്ടോ അയച്ചത് ഈ ഫോട്ടോ അയച്ചിരിക്കുന്ന ആള് നല്ല കട്ട മീശയുള്ള ഒരു വ്യക്തി. അപ്പം സാധാരണ ഒറ്റ നോട്ടത്തിൽ ഞാൻ പറയും വേണ്ട, കാരണം എനിക്ക് മീശക്കാരെ താടിക്കാരൊന്നും താല്പര്യമില്ല. ഈ പക്ക പെന്തക്കോസ്തുകാരുടെ ഒരു ചിന്താഗതി ആയതുകൊണ്ടായിരിക്കാം. അപ്പം അങ്ങനെ ഒരു വേണ്ടാന്ന് വെച്ച്, വേണ്ടാന്ന് വെക്കാൻ എനിക്ക് തോന്നില്ല. ഞാൻ പറയും ഇപ്പൊ എനിക്ക് സമയം ചിന്തിക്കാനുള്ള നേരമില്ല, ഒരു കാര്യം ഈ ഫോട്ടോ അതുപോലെ തന്നെ മമ്മിക്ക് അയച്ചു കൊടുക്കും, മമ്മിയോട് സംസാരിക്കും, നിങ്ങൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക. മമ്മി ഉടനെ തന്നെ എന്നെ ഫോൺ വിളിക്കാൻ തുടങ്ങി, നമുക്ക് നോക്കാം അതായതെന്നൊക്കെ പറയും. ഓക്കെ, ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോന്നു. ഇതുപോലെ എന്നെ കാണാൻ വേണ്ടിയിട്ട് വരുന്നു. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിക്കുവാണ്, ദൈവമേ ഇത് എന്താ ഞാൻ പറയണ്ടേ, എന്താ ഞാൻ ഉത്തരം പറയണ്ടേ, വേണോ വേണ്ടായോ എന്നുള്ളത്. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, നിങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും വേണോ വേണ്ടായോ. അപ്പൊ അങ്ങനെ എന്നെ വന്ന് കാണാൻ വന്നു. അപ്പം ആള് ഇച്ചിരി ട്രിംഡ് ആയിട്ടുള്ള, മീശയും താടി അങ്ങനെ ആയിട്ടുള്ള ട്രിംഡ് ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരു ആളാ വരുന്നത്. അപ്പൊ ഞങ്ങൾ നമ്മൾ സംസാരിച്ചു വന്നപ്പോൾ ആത്മീയ കാര്യങ്ങളൊക്കെ കുറെയൊക്കെ സംസാരിച്ചു. പിന്നെ ഇങ്ങനെ കുറച്ച് ഒരു പെർട്ടിക്കുലർ പോയിന്റ് വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഓക്കെ ആണ് എന്നുള്ള ഇത്. ബാക്കിയുള്ള ഇങ്ങനെ നമ്മുടെ ചെക്ക് ലിസ്റ്റ് ഇങ്ങനെ ടിക്കറ്റ് പോയി ഒരു പെർട്ടിക്കുലർ പോയിന്റ് വന്നപ്പോൾ കംപ്ലീറ്റ്ലി ഓക്കെ എന്നൊരു ഫീലിലേക്ക് വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഓക്കെ. അപ്പം അവരൊക്കെ പോയതിനു ശേഷം ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട്, ഓക്കെ. അപ്പൊ ഞാനും പറഞ്ഞു ഓക്കെ. അപ്പം ഈ കാണാൻ വന്ന വ്യക്തിയുടെ 17ാമത്തെ പെണ്ണാണ് ഞാൻ. അപ്പം അത്രയും ആളിങ്ങനെ റിജക്ട് ചെയ്ത് പോയിട്ടാണ് അവസാനം എന്നെ കാണാൻ വേണ്ടി വരുന്നത്. അപ്പം അവരും ഫാമിലി മെമ്പേഴ്സിനോട് ഓക്കെ എന്നുള്ളത്. അപ്പൊ ഞാൻ പറയും ഓക്കെ, എന്നാ പിന്നെ വീട് കാണാൻ വേണ്ടി പോകാം എന്നുള്ള രീതിയിലൊക്കെ പറയെടുക്കുക വെച്ചത്. അപ്പം ആക്ച്വലി ഇപ്പൊ ഉള്ള ഹസ്ബൻഡിനെ കുറിച്ച് തന്നെ പറയുന്നത്. പക്ഷെ ഈ 17 ഈ മൂവാറ്റുപുഴയും കറ്റാണം തമ്മിൽ 3 മണിക്കൂർ, ഏകദേശം 3-3.5 മണിക്കൂറുടെ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ മമ്മി പറയുന്നുണ്ട് ഇത്രയും ദൂരം ഒന്നും പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്ങനെ മമ്മി വേണം അവർ വരുമ്പോൾ പോകും എടുക്കുകയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകും. അപ്പൊ എന്റെ ഒരു ആഗ്രഹമാണ് ഇച്ചിരി ദൂരമാണെങ്കിൽ നമുക്ക് വല്ലപ്പോഴും വല്ല ടൂർ പോകുന്ന പോലെ വീട്ടിൽ പോകാം എന്തൊക്കെ എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. ദൈവം അതൊക്കെ കണ്ടിട്ടാണോ എന്തോന്ന് അറിയത്തില്ല. എനിവേ അപ്പം ഇവര് വന്ന് വീട് കാണാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ അപ്പോഴത്തേക്ക് തിരിച്ച് ബാംഗ്ലൂർ പോവുകയും ചെയ്തു. എന്നെ ഞാൻ വിളിച്ചു എന്തുവായി എന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചു. മമ്മി പറയും നിന്റെ കല്യാണം എൻഗേജ്മെന്റ് ഇന്ന ഡേറ്റ്, കല്യാണം എന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ പറയേ എന്നോട് ചോദിക്കാതെ എന്റെ കല്യാണം ഫിക്സ് ചെയ്തു, എനിക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ഇതുണ്ട്. ഞാൻ പറയാ അതെന്താ മമ്മി അങ്ങനെ ചെയ്തേ, അങ്ങനെ പാടില്ലല്ലോ, എന്നോട് എന്റെ കല്യാണമല്ലേ, എനിക്ക് തീരുമാനിക്കണ്ടായി വേണോ വേണ്ട എന്ന് പറയാം. അയ്യോ ഇനിയിപ്പോ പറഞ്ഞു പോയി, ഇവരെല്ലാം തീരുമാനിച്ചു, ബ്രദറും ഇനി നാട്ടിൽ വരാനായിട്ട് ഡേറ്റും ഫിക്സ് ചെയ്തതെല്ലാം ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനില്ല പണ്ടത്തെ ആൾക്കാര് നിർബന്ധിച്ച് പിടിച്ച് കല്യാണം കഴിപ്പിക്കുന്ന ഒരു അവസ്ഥ പോലത്തെ ഒരു ഫീൽ എനിക്ക് തോന്നുന്നു. ഇനി എന്താ ചെയ്യുന്നത്? അപ്പൊ ഞാൻ പിന്നെ പ്രാർത്ഥന ദൈവഹിതം അല്ലെങ്കിൽ മാറിപ്പോണം എങ്ങനെയെങ്കിലും മാറ്റി തരണതുകൊണ്ട് അങ്ങനെ വെച്ച് പ്രാർത്ഥിച്ച് ഇതാക്കാൻ തുടങ്ങി. പക്ഷെ 3-4 ദിവസത്തിനുള്ളിൽ തന്നെ എൻഗേജ്മെന്റ് നടന്നു. 9 ദിവസത്തിനുള്ളിൽ തന്നെ കല്യാണം നടന്നു. അപ്പൊ എനിക്ക് മനസ്സിലാക്കി ദൈവഹിതം കാണുമായിരിക്കും, നമുക്കറിയത്തില്ല. ഇനി കല്യാണം കഴിച്ച സ്ഥിതിക്ക് ഇനി നമ്മൾ മുന്നോട്ട് നീങ്ങിയാലല്ല പറ്റത്. പക്ഷെ കല്യാണത്തിന് വരുന്ന സമയത്ത് ഞാൻ ആ ഹാളിൽ കല്യാണത്തിന് അന്ന് വന്ന ഇവിടെ കോലഞ്ചേരിയിലുള്ള സെന്റ് പീറ്റേഴ്സ് ഓഡിറ്റോറിയത്തില് വലിയൊരു ഓഡിറ്റോറിയമാണ്. അതിനകത്ത് നിറച്ച ആൾക്കാർ 1000 പരം ആൾക്കാർ കാണുമായിരിക്കും. പക്ഷെ ഈ ആൾക്കാരെ ഞാൻ കാണുന്നെങ്കിൽ, ഞങ്ങൾ ഓൺ സ്റ്റേജ് ആണെങ്കിലും ഞാൻ കാണുന്നത് ഒരു ചർച്ചായിട്ടാണ് ഞാൻ കാണുന്നത്. എന്റെ കാഴ്ചപ്പാട് ഫുൾ അങ്ങനെ ഒന്നും മാറിയിട്ടാണെങ്കിൽ, കാരണം ഓൾറെഡി മിനിസ്ട്രി ബേസിസിലാണല്ലോ ചിന്തിക്കുന്നത്. അപ്പം ആൾക്കാർ പിള്ളേരുടെ കൂടെ ഉള്ള പിള്ളേരുടെ ഒക്കെ ചിന്തി ഞാനൊരു പാസ്റ്ററെ കിട്ടുന്നത്, പക്ഷെ ഇതൊരു പാസ്റ്റർ അല്ല, ഒരു സാധാരണ വ്യക്തിയുടെ ഒരു കൊയർ ലീഡർ എന്നുള്ള രീതികൾ. ഞാൻ ഈ കൈ കൊടുക്കുന്ന സമയത്ത് ഞാൻ എനിക്ക് പാസ്റ്റ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ ഈ കൈ കൊടുക്കുന്ന സമയത്ത് ഞാൻ മുറുക്ക പിടിച്ചിട്ട് ഞാൻ അറിഞ്ഞോണ്ടോ അറിയാതെ മുറുക്ക പിടിച്ച് ഞാൻ അങ്ങ് അന്യഭാഷയിൽ അങ്ങ് പറയും. അന്യഭാഷയിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം തുടങ്ങി, ദൈവം നിന്റെ പർപ്പസ് ഞങ്ങളുടെ മേലുണ്ടെങ്കിൽ ആ പർപ്പസ് എങ്ങനെ എന്ത് സംഭവിച്ചാൽ അത് നിറവേറണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിനെ ഞാൻ കാണുന്നതാണെങ്കിൽ ഒരു ചർച്ചയായിട്ട് ഞാൻ കാണുന്നത്. ആ ഒരു രീതിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു വിട്ടു. അപ്പം ഓൾറെഡി അച്ഛൻ വിചാരിക്കുന്നുണ്ട് ഇതെന്താ ഇങ്ങനെ വെച്ച് ഞാൻ കൈവിട്ട് പോകുമെന്ന് പേടിച്ചിട്ടാണോ ഇങ്ങനെ മുറുക്ക പിടിക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പൊ എന്റെ വിഷൻ വേറെ ആണെന്നുള്ള കാര്യം അറിയുന്നില്ല. അത്
അതിനുശേഷം ഞങ്ങളിങ്ങനെ കുറെ ഇങ്ങനെ കറങ്ങാനൊക്കെ പോകുന്ന സമയത്ത് ഒരു വട്ടം നെല്ലിയാമ്പതി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഹോട്ടൽ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ കണ്ണിൽ നിന്ന് കുടുകുടാന്ന് ഇങ്ങനെ ചാടുക. അപ്പം എന്താ അപ്പൊ വിചാരിച്ചു എന്താ ഇങ്ങനെ കരയുന്ന, എന്താ ടൂർ പോയിട്ട് ആരെങ്കിലും കരയുവോ, എന്താ പ്രശ്നം ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ എന്റെ ഉള്ളിൽ ഭയങ്കര ഒരു ആത്മഭാരം വരുമോ, നമ്മൾ ഇത്രയൊക്കെ ടൂർ പോകുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, പലയിടത്തും പോകുന്നു, പക്ഷെ നമ്മൾ ഒരു വ്യക്തിയോട് ഇങ്ങനെ നമ്മൾ സുവിശേഷം പറഞ്ഞു, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിച്ചു, ഈ ഒരു ആത്മഭാരം എന്റെ ആത്മാവിൽ ഭയങ്കര അങ്ങ് ദുഃഖിക്കുന്ന പോലത്തെ ഒരു ഫീൽ, ഇത്രയും നാളും ചെയ്തിട്ട് എന്താ ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്തേ എന്നൊരു ചിന്തയിലേക്ക് എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ പറയും. അപ്പം അത് കുഴപ്പമില്ല, ഇനിയിപ്പോ ഈ കാര്യം ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമാണ്, നമ്മൾ ടൂർ വന്നല്ലേ, നമ്മൾ സന്തോഷം തന്നെ തിരിച്ചു, നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാൻ നമ്മൾ ആശ്വസിപ്പിച്ചിട്ടു. പിന്നെ പിന്നീട് നമ്മൾ അറിയുന്നത് ഫസ്റ്റ് പ്രഗ്നൻസിലോട്ട് കടന്നു. അപ്പൊ പിന്നെ ഞാൻ അടയ്ക്കപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു, ലൈക്ക് നമുക്ക് വെള്ളോട്ടൊന്നും പോകാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു രീതിയിൽ ചർച്ചയിൽ പോകുന്നു തിരിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ അതൊക്കെ ചിന്തിച്ചു, ഞാനിങ്ങനെ ആ സമയത്ത് അന്ന് പുറത്തോട്ട് പോകാനുള്ള കാര്യങ്ങൾ പഠിച്ച് പുറത്തോട്ട് പോകാനുള്ള കാര്യങ്ങൾ നോക്കുന്നതാണ്. IELTS പഠിക്കുന്നു, ആറിന് നോക്കുന്നു, അത് ഇത് നോക്കുന്നു, ഇതൊന്നും നടപ്പായി വരുന്നില്ല. കൊച്ചു ജനിച്ചു, മൂത്ത മോള് ജനിച്ചു, 6 മാസം ശേഷം ഞാൻ IELTS പഠിക്കാൻ വേണ്ടി പോയി, ക്രാഷ് കോഴ്സ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പോയി. അന്നേരം ഓരോ വട്ടം എനിക്ക് ഈവൻ 9 വരെയാണ് മാർക്കെങ്കിൽ എനിക്ക് 9 വരെയും കിട്ടുന്നുണ്ടെങ്കിലും 4 മൊഡ്യൂളിൽ ഏതെങ്കിലും ഒരെണ്ണം എന്താണെങ്കിലും പോയി കിട്ടും. 7 നമുക്ക് മിനിമം വേണം, പക്ഷെ എനിക്കൊരു ഏതെങ്കിലും ഒരെണ്ണം 6.5 കൊണ്ട് നിർത്താൻ വെച്ചാൽ പോകാൻ പറ്റില്ല എന്നുള്ള രീതി. അപ്പൊ ഞാൻ നോക്കിയ ഫുൾ തടസ്സം. എനിക്കാണെങ്കിൽ പഠിത്ത കോളേജ് ലൈഫേ പാടായിരുന്നു, പിന്നെ ഇപ്പൊ ജോലിയുടെ കാര്യം വന്നപ്പോൾ അതിനെക്കാട്ടി പാടായി കഴിഞ്ഞാൽ ശരിയാത്തുന്നത് ഭയങ്കര വിഷമം. പുറത്ത് പോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ഈ നഴ്സിംഗ് ഒക്കെ പഠിക്കുന്നത്. അപ്പൊ പുറത്തു പോകാനുള്ള സാഹചര്യങ്ങളെല്ലാം ക്യാൻസൽ ആയതുള്ളൂ. മൂന്നാമത്തെ വട്ടം ഞാൻ 2 വട്ടം എഴുതി കിട്ടിയില്ല, മൂന്നാമത്തെ വട്ടം ഞാൻ IELTS എഴുതിയിട്ട് തിരിച്ച് നമ്മൾ എറണാകുളത്ത് ഒരു ചർച്ചിൽ ഇതുപോലെ പാട്ട് പാടാൻ വേണ്ടി അച്ഛൻ പോകുമായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അന്നത്തെ ദിവസം പോയപ്പോൾ വേറെ ആളെയായിരുന്നു വർഷിപ്പ് ലീഡ് ചെയ്യാൻ വേണ്ടി വെച്ചത്. ഞങ്ങൾ ജസ്റ്റ് പുറയിൽ വന്നിരിക്കുക, ഇടയ്ക്ക് വെച്ച് നമ്മൾ പുറയിൽ വന്നിരിക്കുക. അപ്പൊ പാസ്റ്റർ ഞങ്ങളെ വിളിച്ചിട്ട്, ചിബി നന്ദെന്ന് പാസ്റ്റർ പേര്, അപ്പൊ പാസ്റ്റർ ഞങ്ങളെ വിളിച്ച് ഫസ്റ്റ് അച്ഛനെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു വൈഫിനെ വിളിച്ചോണ്ട് വരാൻ പറയും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി വിളിച്ചിട്ട് ഞങ്ങളുടെ തലയിൽ കൈ വെച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ഞാനാണെങ്കിൽ ദൈവവേലയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു തീർന്നു, ഇനിയിപ്പം IELTS കഴിഞ്ഞു, പഠിത്തവും കഴിഞ്ഞു, പുറം വെളിയിലുള്ള പോക്കും തീർന്നു, എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പം നോക്കിയിട്ട് കാര്യമില്ല. അപ്പം അതങ്ങ് വിട്ടു, ആ ചിന്തയും വിട്ടു. ഇനിയിപ്പം പരീക്ഷയ്ക്കൊന്നും പോകാനൊന്നും പോയി. അതിനുശേഷം പിന്നീട് ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും ഒരു ജോലി വേണം, കാരണം നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ പഠിച്ചിട്ട് ഒരു ജോലി ഇല്ലെങ്കിൽ അങ്ങനെ വെച്ചിട്ട് ഞാനാണെങ്കിൽ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തു. ജോലി ഒന്നും കിട്ടുന്നു, ബിക്കോസ് 2-3 വർഷത്തെ ഗ്യാപ്പ് ആയി തുടങ്ങി. അപ്പം ആൾക്കാർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഈ സ്റ്റിൽ വർക്കിംഗ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വർക്ക് എക്സ്പീരിയൻസ് കാണിക്കണമെങ്കിൽ ഗ്യാപ്പ് ഇല്ലെന്ന് കാണിച്ചാൽ മതി, കുഴപ്പമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവമേ, ഞാനൊരു കള്ളത്തരം കാണിച്ചു ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ച് ഉള്ള ജോലി എനിക്ക് വേണ്ട, ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ എനിക്ക് വെച്ചു തരും. അപ്പം ദൈവം എനിക്ക് അപ്പം അതിനുശേഷം അങ്ങനെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ എന്നെ ചിലർ പറയാൻ തുടങ്ങി, ഓക്കെ ദൈവവേലയ്ക്ക് ആയതുകൊണ്ടായിരിക്കും, ദൈവവേലയ്ക്ക് വിളിയുള്ളവർക്ക് എങ്ങനെയാണെങ്കിലും ജോലി കിട്ടത്തുന്നത്. ഞാൻ എന്റെ മനസ്സിൽ ചിന്തിക്കുന്നത്, ജോലി കിട്ടാത്തവരും പഠിത്തമില്ലാത്തവരുമാണോ ദൈവവേലയ്ക്ക് വേണ്ടി? അങ്ങനെ ഒന്നിനും കൊള്ളാത്ത ആൾക്കാരല്ലല്ലോ ദൈവവേലയ്ക്ക്. ദൈവത്തിന് കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം. ഞാൻ അന്നേരം പ്രാർത്ഥിച്ചു, ദൈവമേ നിന്റെ വേല ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഒരു ജോലി തരണം, എനിക്ക് മാന്യമായിട്ട് കയറണം. ദൈവവേല ചെയ്യാൻ എനിക്ക് ആഗ്രഹം ദൈവത്തിന് ഓൾറെഡി അറിയാം, പക്ഷെ മാന്യമായിട്ട് എനിക്ക് കയറണം, അല്ലാതെ തന്നെ ചുമ്മാ ദൈവവേല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ വെച്ചപ്പോൾ ദൈവം എനിക്ക് ജോലി തന്നു. ജോലിയിൽ നിന്ന് ഇറങ്ങി. അപ്പം അപ്പോഴത്തേക്ക് ഇവിടെ ചർച്ച അപ്പോഴത്തേക്ക് ഫോം ആയി, ലൈൻ ഓഫ് ജൂത ചർച്ച്. ഈ ബ്രദർ പാസ്റ്റർ ജോജോ ആണെങ്കിൽ ഓൾറെഡി ചർച്ച് സ്റ്റാർട്ടപ്പ് ആക്കി. അങ്ങനെ ചർച്ചിലെ പാസ്റ്റേഴ്സ് ആയിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ അന്നേരം മുതലേ അച്ഛനോട് പറഞ്ഞു തുടങ്ങി, നീ ഇനി വേണം പാസ്റ്റേഴ്സിന്റെ ഇതിൽ നിലനിൽ നിൽക്കാൻ വേണ്ടിയിട്ട്, പാസ്റ്റർ വൈഫ് എന്നുള്ള രീതിയിൽ നിൽക്കാൻ വേണ്ടി ആളിനെ വേണം, നീ ഇപ്പോഴും ജോലിക്ക് പോയി കഴിഞ്ഞാൽ മിസ് ഔട്ട് ആയി പോവാന്ന്. ഞാൻ പക്ഷേ ജോലിക്ക് കയറി 6 മാസമായിട്ടുള്ളൂ, അതിന് മുമ്പേ ഇറങ്ങാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെ ഇറങ്ങിയാൽ പിന്നെ തീർന്നു എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്, കാരണം ഇനി ജോലിക്ക് വിടുന്ന പ്രശ്നമില്ല. ഞാനൊരു എക്സ്പീരിയൻസിന് വേണ്ടിയാണല്ലോ പ്രാർത്ഥിച്ചുള്ളത്. അങ്ങനെ ജോലിക്ക് വേണ്ടി ഞാൻ ഒരു കണക്ഷൻ വിടത്തില്ല. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് കൊറോണ കാലം ആയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഓക്കെയാണ്, ഇപ്പം പോയില്ലേലും കുഴപ്പമില്ല എന്ന് വെച്ചാൽ ചർച്ച അപ്പോഴത്തേക്ക് ഡെവലപ്പ് ആയി വന്നു തുടങ്ങി. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ നീ എന്നോട് സ്റ്റോപ്പ് പറ. അന്നേരം ഞാൻ സ്റ്റോപ്പ് ചെയ്തു, കാരണം ഞാൻ പ്രാർത്ഥിച്ച് മേടിച്ചാണ് എനിക്കായിട്ട് നിർത്താൻ പറ്റുന്നത്. അപ്പം ദൈവം പറഞ്ഞു ഒന്നും പറയത്തില്ല. അപ്പൊ ചെറിയൊരു ആക്സിഡന്റ് ചെറിയ രീതിയിൽ വന്നു. അപ്പം 2 ദിവസം ഇങ്ങനെ ലീവ്. ഞാനൊരു സ്വപ്നം കാണുവാണ്, ഇപ്പം അച്ഛൻ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്, ബൈക്ക് ഓടിച്ചുകൊണ്ട് ഇങ്ങനെ സ്പീഡിൽ പോകുന്നു. പക്ഷെ ഒരു ഓട്ടോ മുന്നിൽ വന്ന് അതിനെ ഇടിച്ചു കയറി ആൾ തെറിച്ചു എനിക്ക് പോകുന്ന പോലെ കാണും. അപ്പൊ ഈ ഒരു സ്വപ്നം കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് എന്നെ തന്നെ ഫീൽ ചെയ്തത്, എനിക്ക് എന്തോ ആക്സിഡന്റ് സംഭവിക്കാൻ പോകുന്നതിന്റെ കാലം തീർന്നാൻ പോകുന്നു, ഞാൻ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ എന്നുള്ളൊരു ഫീൽ വരും. അപ്പൊ ഞാൻ എനിക്ക് പറഞ്ഞു ഓക്കെ ഞാൻ റിസൈൻ ചെയ്യുന്നു. അന്ന് റിസൈൻ ചെയ്തു. റിസൈൻ എന്ന് ചെയ്തു. അതിന് നെക്സ്റ്റ് മന്ത് ആയപ്പം ഇതുപോലെ തന്നെ
വേറൊരു എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന വേറൊരു സ്റ്റാഫ് സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോയി ഏതോ ഒരു ലോറിക്ക് ചെന്ന് പെട്ടു. ആൾ അന്നേരം തന്നെ മരിച്ചുപോയി. സെയിം എന്നെ പോലെ തന്നെ ഒരു മോള്, ഏകദേശം ആ സെയിം പ്രായമുള്ള ഒരു. അപ്പം ദൈവം എനിക്ക് മനസ്സിലാക്കി എനിക്ക് പകരം എന്തോ സംഭവിച്ച പോലത്തെ ഒരു ഫീൽ. സെയിം ഒരു 1 മന്ത്, കറക്റ്റ് ഒരു 1 മന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കും സംഭവിച്ചു. അവർക്ക് അങ്ങനെ സംഭവിച്ചോണ്ടല്ലേ പറഞ്ഞത്. പക്ഷെ എന്താ എന്റെ ഉള്ളിൽ എനിക്ക് സംഭവിക്കേണ്ട കാര്യം എന്തോ ഒന്ന് തിരിഞ്ഞു മറിഞ്ഞു പോയത് പോലത്തെ ഒരു ഇത് തോന്നി. പിന്നെ എനിക്ക് മനസ്സിലായി ഇനിയിപ്പോ ജോലിക്കൊന്നും പോക്ക് നടക്കത്തില്ല, വെളിയിൽ പോക്ക് നിർത്തി, എല്ലാം നിർത്തി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിന്ത വരും. മമ്മി എന്നോട് എപ്പോഴും പറയുന്നു, നീ MSc പഠിക്കാൻ പോകണം അങ്ങനെ എന്നൊക്കെ പറഞ്ഞോണ്ട്. പക്ഷെ ഞാൻ പറയും മിനിസ്ട്രിക്ക് നിൽക്കുന്ന ആളെ ഈ കൂടുതൽ പഠിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഈ എന്തായാലും ജോലിക്ക് പോകാൻ പറ്റില്ല, പഠിത്തം നടക്കത്തില്ല എന്നുള്ള രീതിയിൽ നിൽക്കും. അപ്പം പിന്നീട് ദൈവം എനിക്ക് മനസ്സിലാക്കുകയും തുടങ്ങി, ഈ വെളിയിൽ പോകുന്നവരും അവിടെ ചെന്ന് കഷ്ടപ്പെടുക ചെയ്യുന്നത്, അല്ലാതെ പ്രത്യേകിച്ച് വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഇവിടെ സ്വസ്ഥമായിട്ട് ചെയ്യാം. അവിടെ ചെന്ന് സ്നോ വാരി കളയുന്നു, കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു എന്നുള്ള ഡിഫറൻസേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ സ്വസ്ഥമായിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് കൂടെ നമുക്ക് എൻജോയ് ചെയ്ത് പോകാം. അപ്പം കുഴപ്പമില്ല. എന്നിട്ട് ദൈവം എന്നോട് പറഞ്ഞു, രണ്ടിലൊന്നും നീ തന്നെ ചിന്തിക്കും, നിനക്ക് പാഷൻ എവിടെ കിടക്കുന്നത്, മിനിസ്ട്രിയോടാണോ ജോലിയോടാണോ? അപ്പൊ ഞങ്ങൾക്ക് ജോലി എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടാണ്, ഇത് നമുക്ക് മനസ്സോടെ, ആഗ്രഹത്തോടെ, സന്തോഷത്തോടെ ചെയ്യാൻ പറ്റും. അപ്പം വേറെ നിവർത്തിയിൽ ഇതേ ഉള്ളൂ, പിന്നെ മാർഗം. പിന്നെ വെളിയിൽ പോകാനുള്ള ഒരു ആഗ്രഹം. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ അറ്റ്ലീസ്റ്റ് ഒരു വട്ടെങ്കിലും ഒന്ന് വെളിയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ, ഞാനിങ്ങനെ ഓരോരുത്തർ പോകുമ്പോൾ അവർ പോകുന്നതിന്റെ സങ്കടമല്ല, പക്ഷെ അവർ പോകുന്ന സന്തോഷമേ ഉള്ളൂ. പക്ഷെങ്കിൽ എനിക്ക് പോകാൻ പറ്റുന്നില്ല, ദീർഘശ്വാസം ഓരോ വട്ടം വിടാൻ തുടങ്ങി. ഓരോരുത്തരും പോകും. ഞാൻ നോക്കുമ്പോൾ എന്റെ ഫ്രണ്ട്സ് എല്ലാം വെളിയിൽ, എന്റെ ഫ്രണ്ട്സ് എല്ലാം ഭയങ്കര നല്ല ശമ്പളം കിട്ടുന്നു, ഭയങ്കര ജോലി ചെയ്യുന്നു. ഞാൻ മാത്രം എങ്ങനെയെങ്കിലൊക്കെ കഴിഞ്ഞു കൂടുന്നു, ഞാൻ അങ്ങ് പോകുന്നു. ചർച്ചും കാര്യങ്ങളും ആൾക്കാരെല്ലാം എന്നോട് ചോദിക്കും, എന്താ മോളെ പോകാത്തെ എന്നൊക്കെ ചോദ്യം. ഈ ചോദ്യങ്ങളെല്ലാം കൂടി ആകുമ്പോൾ നമ്മൾ ആൾക്കാർ ഡെസ്പെക്ട്. അപ്പം അന്നേരം മുതൽ ദൈവം എനിക്ക് പറഞ്ഞു തരാൻ തുടങ്ങി, നീ ചെയ്യുന്നത്, നീ ഓൾറെഡി നീ ജോലിയിലാണ്, നീ ഒരു കമ്പനിയുടെ ഒരു ഡയറക്ടറായിട്ട് നിൽക്കുന്നത്, ഞാൻ CEO ആയിട്ട് നിൽക്കുന്നത്, ഒരു കമ്പനിയുടെ, ഒരു വലിയൊരു കമ്പനിയുടെ ഡയറക്ടർ ലെവലാണ് നിൽക്കുന്നത്. അപ്പൊ നീ ഒരു ജനത്തിനെയാണ് നയിക്കുന്നത്. അപ്പൊ നീ ചുമ്മാ അവര് ശമ്പളത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ജോലി പോലെ നിനക്ക് നിന്റെ ട്രഷേഴ്സ് നീ സ്വർഗത്തിൽ നീ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. അവർക്ക് താൽക്കാലികമായിട്ടുള്ള സംഭവങ്ങളായിരിക്കും ഉണ്ട്, പക്ഷെ നിനക്ക് ലൈഫ് ലോങ്, അതിനപ്പുറം എറ്റേണിറ്റിയിലേക്കും ഉള്ള സമ്പാദ്യം നീ എടുത്തുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. കൺമുമ്പിലൊന്നും കാണത്തില്ല, പക്ഷെ നിന്നെ ദിനംതോറും നടത്താൻ ഞാൻ മതിയാണ്. ആ ഒരു രീതിയിലൊക്കെ ദൈവം എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്ന് എന്റെ മനസ്സിലെ ദൈവം മാറ്റിയെടുത്തത്. അങ്ങനെ തിരിഞ്ഞു നോക്കും. ഇന്നത്തെ ഒരു സമയത്ത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് കോളേജ് ലൈഫിൽ ഒരു 25 to 30 പീപ്പിളിനെ ലീഡ് ചെയ്യാൻ വേണ്ടി ദൈവം കൃപ തന്നെങ്കിൽ, അന്ന് ദൈവം ഞങ്ങളെ ഒരുമിച്ച് തന്നെ ദൈവം നയിച്ചെങ്കിൽ, ഇന്ന് ഞങ്ങൾ നയിക്കുന്ന ഒരു ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 250 to 300 പ്ലസ് ആയിട്ടുള്ള ഒരു സഭയുടെ പാസ്റ്ററും വൈഫായിട്ട് നിൽക്കാൻ ദൈവം കൃപ അന്ന്. അപ്പൊ എന്റെ മനസ്സിൽ ദൈവം തന്നൊരു കാര്യം തുടങ്ങിയ, അല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് ദൈവം അധികത്തിൽ വിചാരങ്ങളാക്കി. നമ്മുടെ ഒരു കഴിവോ മിടുക്കോ അങ്ങനെ ഒരു സംഭവം ഒട്ടുമല്ല. കാരണം നമ്മൾ നാച്ചുറൽ ആയിട്ട് പോയി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മൾ ചെയ്തു, അത്രേ ഉള്ളൂ. ആ ഒരു ഫ്ലോയിനനുസരിച്ചൊക്കെ പോയി. പക്ഷെ ദൈവം ഇതെല്ലാം എന്നെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാം എന്റെ പ്രിപ്പറേഷൻ പീരീഡ് ആയിരുന്നു. അന്ന് പിള്ളേരോട് എങ്ങനെ സുവിശേഷം പറഞ്ഞു, അല്ലെങ്കിൽ എങ്ങനെ ഇതാക്കിയോ, അത് ദൈവം ഈ ചർച്ചിലേക്കുള്ള നയിക്കും വേണ്ടി. അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോളേജ് ലൈഫിൽ വെച്ച് നടന്ന ഒരു സംഭവം തുടങ്ങി ഞാൻ ഇങ്ങനെ ചിന്തിക്കുകഴിഞ്ഞാൽ, എല്ലാവരോടും എന്നെ എൻകറേജ് ചെയ്ത് വിടുന്നതല്ലാതെ ഇവരോ ഒരു ആത്മാവിനെ പോലും പ്രോപ്പറായിട്ട് നേടാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ചിന്ത എന്നെ മനസ്സിലായി. അപ്പൊ ദൈവം, ഞാൻ ചോദിച്ചു, എന്താ ദൈവം ഒരു ആത്മാവിനെ പ്രോപ്പർ ഒരു ഒരു ആത്മാവിനെ നേടാം? അപ്പൊ ദൈവം എന്നോട് ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു എന്ന് പറയുന്ന എത്ര വ്യക്തികളുണ്ട് ശരിക്കും സ്വർഗത്തിൽ പോകുന്നവര്? എത്ര പേരുണ്ട് ശരിക്കും വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന എണ്ണത്തിൽ പെടുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എന്നോട് ദൈവം ചോദിച്ചു. അവരെ ഫസ്റ്റ് നേടിയെടുക്കാതെ ഈ പുതിയ ആത്മാക്കളെ പിന്നെയും ഇതിലോട്ട് തന്നെ കൊണ്ടുവന്നിട്ട് എത്താൻ. അപ്പൊ എനിക്ക് ദൈവം മനസ്സിലാക്കി, ഓക്കെ എന്നാ പിന്നെ അവരെ അങ്ങ് നയിക്കാം എന്നുള്ള ഇതില്. അങ്ങനെ ലാസ്റ്റ് എന്റെ ഒരു ആഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടി ദൈവം ഒരു ആത്മാവിനെ തന്നു. അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ഇവര് പുതിയ ഫസ്റ്റ് ഇയേഴ്സ് ആയിട്ട് വരുന്ന സമയത്ത്, ലാസ്റ്റ് സ്റ്റോറിയാണ് കേട്ടോ, ഫസ്റ്റ് ഇയേഴ്സ് ആയിട്ട് വരുന്ന സമയത്ത്, ചർച്ചിലോട്ട് വരുന്ന സമയത്ത് ഒരു കൊച്ചെന്റെ ഫ്രണ്ടിൽ വന്നിരിക്കും. അപ്പം എനിക്ക് നേരിട്ട് പറയാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ കൊച്ചിന്റെ ഷോളയിൽ ഇങ്ങനെ കൈവച്ച് ഞാൻ ദൈവമേ ഇവരൊക്കെ രക്ഷയുടെ അനുഭവത്തിലൊന്ന് വരുവാൻ ദൈവമേ സഹായിക്കണേ, ദേഹത്ത് തൊട്ടിൽ അവരെ അറിയാൻ പാടുന്നുള്ള ഷോളെ കൈവച്ചിട്ടു അദ്ദേഹം ഒരു രക്ഷയുടെ അനുഭവത്തിലാണ്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടു. ഇവരെ നമ്മൾ ക്ഷണിക്കും, പ്രേയറിന് വരാൻ താല്പര്യമുള്ളവർക്ക് വരാൻ പറയും, ഇവരും കൂട്ടത്തിൽ. ഈ കുട്ടി വന്നതിന് ശേഷം ആണെങ്കിൽ ഇവരിങ്ങനെ ഈ പാട്ട് ഇഷ്ടപ്പെട്ട് കൂടെ നിന്ന് പാടുകയും ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കൂടുകയൊക്കെ ചെയ്തു. കുറെ നാളുകൾക്ക് ശേഷം ഇവരോട് സുവിശേഷം പറയും. ഈ കുട്ടി ബ്രാഹ്മൺ കുട്ടിയാണ്, രക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്തു. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ആണെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം ആക്ച്വലി ഇവള് പിന്മാറി വേറൊരു ചേച്ചി വന്ന് ഇവളെ ഇങ്ങനെ അങ്ങനെ പെന്തക്കോസ്തി പോകേണ്ട ആവശ്യമില്ല അങ്ങനെയൊക്കെ പറയാൻ പിന്മാറിപ്പോയി. അപ്പൊ നമ്മളിങ്ങനെ ശക്തമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഇവള് പിന്മാറിപ്പോയാൽ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിച്ചോണം. പിന്നീട് ഇവള് സ്റ്റോറി പറയുമ്പോൾ പറയുന്നത്, ഇവളുടെ വ്യത്യാസങ്ങൾ കണ്ട് ഇവളുടെ അമ്മയാണെങ്കിൽ ഇവളെ ഒരു പൂജാരിയുടെ മുമ്പിൽ നിർത്തിയിട്ടാണെങ്കിൽ പറഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പൊ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈ പൂജാരി
ഇങ്ങനെ പേരുകൾ വെളിപ്പെടുത്തി കൊടുത്തിട്ട് പറഞ്ഞു, ലിഷ എന്നൊരു പറഞ്ഞൊരു വ്യക്തി നിന്റെ കോളേജിലുണ്ടോ, ആ കൊച്ചല്ലേ നിന്നെ വഴിതെറ്റിച്ചത്. അപ്പൊ എന്നോട് ഈ കഥ പറയുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോയി. ദൈവമേ, എന്റെ പേരൊക്കെ പൂജാരിമാരൊക്കെ വിളിച്ചു പറയുന്നു. ശരിക്കും പറഞ്ഞ ആ ഒരു ഇതിലായി. കാരണം നമുക്കിതൊന്നും വലിയ എക്സ്പീരിയൻസ് ഉള്ള കാര്യമല്ലല്ലോ. അപ്പം ഇവരുടെ ഇടയ്ക്കും ഇങ്ങനെ പേരുകൾ വെളിപ്പെടുത്തുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ എന്നിട്ട് ഒരു ചേച്ചി, ഇവളെ പെന്തക്കോസ്തിൽ പോകേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ ആ ചേച്ചിയുടെ പേരും പറഞ്ഞിട്ട് അവരല്ലേ നിന്നെ നേർവഴിക്ക് കൊണ്ടാക്കിയത്. അപ്പൊ ഇവർ രണ്ടൊരു പേര് കറക്റ്റ് ആയിട്ട് പറഞ്ഞപ്പോ ഞാൻ ശരിക്കും, അപ്പം പിന്നെ നമ്മുടെ ഉള്ളിൽ ധൈര്യം ഉണ്ടെങ്കിലും പേടിയും എല്ലാം കൂടെ ആകുമ്പോൾ നമ്മൾ പിന്നെ ഈശ്വര രക്തത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിച്ച് എല്ലാം ശരി. പിന്നീട് പക്ഷെ അവൾ തിരിച്ച് മടങ്ങി വന്ന് കുറച്ച് സമയം തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുള്ള തോന്നുന്നു വന്ന് വേറൊരു ഫ്രണ്ടുമായിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇവളങ്ങ് അഭിഷേകം പ്രാപിച്ചു ഞങ്ങളോട് വന്ന് പറയുമ്പോൾ ഇവൾ കിടന്ന് വിറച്ചോണ്ടിരിക്കുക. അപ്പം അവൾക്ക് മനസ്സിലായി ആ ദൈവസ്നേഹം അവളിൽ നിന്ന് വിട്ടുപോയി, പിന്മാറിപ്പോയെങ്കിലും ദൈവം അവളുടെ മേൽ അഭിഷേകം പകർന്ന് പിന്നെ ഉടനെ തന്നെ അടുപ്പിച്ച് ഒരു ഞായറാഴ്ച തന്നെ അവൾ സ്ഥാനപ്പെട്ട് ദൈവസന്നിധി വരുവാനൊക്കെ ഇടയായി. അപ്പൊ അങ്ങനെ ഒരു ലാസ്റ്റ് ഇറങ്ങുന്നതിന് മുമ്പേ എന്റെ ഒരു ആഗ്രഹത്തെ ദൈവം സാധിപ്പിക്കുന്നുള്ള രീതിയിൽ ആ ഒരു ആത്മാവിനെയും കൂടി പുതുതായിട്ട് രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധി വരുവാനും കൂടി ഇടയായി. അങ്ങനെ ഇത്രയും നാളുള്ള ചേഞ്ച് ദൈവം ഓരോന്നും ഇങ്ങനെ കുഞ്ഞിനാൾ മുതൽ ദൈവത്തിനുള്ള സ്നേഹം, ദൈവമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്ത് ഈ ഒരു നിലയിലേക്ക് കൊണ്ട് ഇതും ഇന്ന് സ്റ്റോപ്പ് ആയെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ലെങ്കിൽ ഇനിയും വളരാനുള്ള ഒരു ചർച്ച തന്നെ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ദൈവം വളർത്തിയെടുക്കേണ്ട, ദൈവം ഓരോ നിമിഷവും ഇപ്പോഴും ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട അവസ്ഥ പോലൊക്കെ ചിലപ്പം തോന്നിയിരിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ക്വയറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഫീൽ വരും. പക്ഷെ പിന്നീടിലേക്ക് എന്തോ ദൈവം മറച്ചു വെച്ചിരിക്കുന്ന സംഭവം പോലെ ഞാൻ പലപ്പോഴും എന്റെ മമ്മിയോട് എന്റെ ബ്രദറിനോടൊക്കെ പലരും വന്ന് ദൂതുകൾ പറയുന്നത്, എന്നോട് മാത്രം ഒരു ദൂതും പറയുന്നില്ല. അപ്പൊ ദൈവം എന്നോട് പറയും, എല്ലാ ദൂതുകളും ഒന്നും വെളിപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം ദൈവം അത് മറച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം. ആ സമയം ആകുമ്പോഴത്തേക്ക് റെഡിയാക്കണം. ഒരു സമയത്ത് ദൈവം എനിക്കൊരു ഈ പറഞ്ഞ പോലെ കല്യാണത്തിന്റെ സമയത്ത് ഈ ചർച്ച് പോലെ ഞാൻ കണ്ടെന്ന് പറയുന്ന പോലെ സംഭവം പോലെ ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടിയുടെ സമയത്ത് ഞാനിങ്ങനെ ഒരു വെളിപ്പാട് കാണുവാണ്. വലിയൊരു കൂട്ടത്തിന് ജനത്തിന് മുമ്പിൽ സ്റ്റേജിൽ നമ്മൾ നിൽക്കുക, ആ പ്രാർത്ഥിക്കുന്ന ഒരു ഫീൽ. അപ്പം ഞാൻ മാത്രമുള്ള നഴ്സിംഗ് സ്റ്റേഷനുള്ള, ബാക്കി എല്ലാവരും പേഷ്യൻസ് ഒക്കെ രാത്രി സമയം. അപ്പൊ എനിക്ക് പേടിയായി. നമ്മൾ ഈ ആത്മാവെന്ന് അറിയുമ്പോഴത്തേക്ക് ആൾക്കാർ വീഴുന്നു എടുക്കുന്നൊക്കെ നമ്മൾ പിന്നെ കാണാൻ തുടങ്ങില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, അങ്ങനെ എല്ലാം സംഭവിക്കും, ആൾക്കാർ വല്ലതും ചിന്തിക്കുമെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ദൈവം ഇനി കൂടുതൽ കാണിക്കുമൊന്നും വേണ്ട, കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ലെവൽ മാറിപ്പോകും. അപ്പം ഞാൻ എനിക്ക് അങ്ങനെ വിട്ടു. അപ്പം ദൈവം എന്നോട് പറഞ്ഞു, ഇതുകൊണ്ട് നിന്നെ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല, നിന്നോടൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം നിനക്കത് ഉള്ള വിശ്വാസം കൂടി പോയി പോകും. കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ ആ അവിശ്വാസം കാരണം കൊണ്ട് ഡിലേ ആക്കിയോ ചെയ്യുന്നത്. അപ്പൊ സമയങ്ങൾ പ്രവർത്തിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ദൈവം ഇങ്ങനെ സ്റ്റേബിൾ ആക്കി നടത്തിക്കണം. അങ്ങനെ ദൈവകൃപയാൽ ഇങ്ങനെ ആയിരിക്കുന്നത്. ദൈവം പറഞ്ഞുകൊണ്ട് സകല മാനവും മഹത്വവും ദൈവത്തിന് സമർപ്പിക്കുന്നു. നമ്മുടെ ഒരു കഴിവും എടുക്കുമൊന്നുമല്ല, ഇതെല്ലാം ക്രൂശിന്റെ മറവിൽ വെച്ചുകൊണ്ട് സാക്ഷ്യം. കർത്താവിന് സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങളാണ് കേട്ടത്. കൊച്ചു അനുഭവങ്ങളാണെങ്കിലും കർത്താവ് അല്ലേ ചെറിയ പ്രായം മുതലേ നമ്മളെ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി സ്ട്രോങ് ആക്കിയെടുത്തു. ആ ചെറിയ പ്രായത്തിൽ ഒരു ആത്മഹത്യാ ചിന്തയൊക്കെ ഉണ്ടായൊരു സമയമുണ്ട്. സത്യത്തിൽ ഞാനിപ്പോൾ കണ്ട വിഷനുമായിട്ട് ആ ഭാഗം അങ്ങ് കണക്ട് ചെയ്യുക. ഒരു കിളിക്കൂട് വീണു പോയാൽ അത് നിലത്ത് വീണ മുട്ടയെല്ലാം പൊട്ടി നശിച്ചു പോകും അല്ലേ. പക്ഷേ ദൈവം അതൊന്നും സമ്മതിച്ചില്ല. ആ ചെറിയ പ്രായത്തിൽ എനിക്ക് പെട്ടെന്നൊരു ചിന്ത എന്താ വന്നതെന്നറിയോ, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തയിൽ കേട്ടതാണ്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി ഫുട്ബോൾ ട്രെയിനിങ്ങിന് പോകാൻ സമ്മതിച്ചില്ലെന്ന് പറഞ്ഞ് കേരളത്തിൽ ഒരു മോന് സൂയിസൈഡ് ചെയ്തു. കുളിക്കാൻ കയറിയ കുളിമുറിയിൽ അവൻ തോർത്തിൽ തൂങ്ങി മരിച്ചു. 7ാം ക്ലാസ്സിൽ 12-13 വയസ്സേ ഉള്ളൂ. നോർത്ത് ഇന്ത്യയിലെ UP-യിലെ 3 പെൺകുട്ടികൾ മൊബൈൽ ഗെയിം വിഷയത്തിൽ 12-16 വയസ്സൊക്കെ ഉള്ളൂ, 14, 12, 16. ഒരു വീട്ടിലെ 3 പെൺകുട്ടികൾ ഒന്നിച്ച് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചു. അപ്പം ഞങ്ങൾ ചിന്തിക്കുക, ഈ കൊച്ചു കുട്ടികളുടെ മനസ്സിൽ എങ്ങനെയാണ് സൂയിസൈഡത്തിൽ തോട്ടുണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു ലിഷയ്ക്ക് ആ ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ എന്തോ വയസ്സുണ്ട്, കൊച്ചതല്ലേ, 5ാം ക്ലാസ്സോ? 10 വയസ്സ് 11 എന്തായാലും 10 വയസ്സ് സമയം 9-10 ആ പ്രായമുള്ളൂ. അതെ. പക്ഷെ ആ ഒരു ഒറ്റപ്പെടുന്ന ഒരു ഫീലാണ്, നമുക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല, നമ്മളെ കേൾക്കാൻ പാടില്ല എന്നുള്ള, നമ്മളെ ചുറ്റിനും ആൾക്കാരുണ്ട്, പക്ഷെങ്കിൽ നമ്മളെ ഒന്ന് ഓപ്പൺ അപ്പ് ആവാനുള്ള ഒരു അവസരം ഇല്ലെന്നുള്ള ഫീല്. പക്ഷെ എന്നെ ദൈവത്തോട് റീഡയറക്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ മുന്നോട്ട് നീങ്ങിയത്. ദൈവം എന്നെ കണ്ടതുകൊണ്ട്. വലിയൊരു പൈശാചിക സ്പിരിറ്റാണ് ഈ ദിവസങ്ങളിലൊക്കെ കൊച്ചു കുട്ടികളുടെയൊക്കെ മനസ്സിൽ അങ്ങനെയുള്ള തോട്ടിടുന്നെന്ന് പറയുന്നത്. കാരണം പഴയ ജനറേഷനിലെ കുഞ്ഞുങ്ങളൊന്നും അങ്ങനെ ചിന്തിക്കത്തില്ല. ഇപ്പം കുട്ടികൾ നേരത്തെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ തെറ്റായ കാര്യങ്ങളും പഠിക്കുക, തെറ്റായ ചിന്തകളുണ്ട്. എന്തായാലും ദൈവം സംരക്ഷിച്ചു, ദൈവം കാത്തു. ഒരു വലിയ മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ പൊതിഞ്ഞു നിർത്തി, സ്പിരിച്വലി സ്ട്രോങ് ആക്കി, ഇന്ന് കാണുന്ന ആ ശുശ്രൂഷയിലൊക്കെ കൊണ്ടുവന്നു. ദൈവം ശക്തമായിട്ട് നിങ്ങളെ കുടുംബമായിട്ട് ഉപയോഗിക്കട്ടെ, ചർച്ചിനെ അനുഗ്രഹിക്കട്ടെ എന്ന്
പ്രാർത്ഥിക്കുന്ന അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഇമാജിനേഷനൊക്കെ അപ്പുറമാണ്. നമ്മളാ പലപ്പോഴും കർത്താവിനെ ലിമിറ്റ് ചെയ്യുന്നത്. നമ്മൾ പറയും ഇത്രയൊക്കെ മതി കർത്താവേ എന്ന് പറയും. ഞാനെപ്പോഴും പ്രാർത്ഥിക്കുന്നത് 1-ാം നൂറ്റാണ്ടിൽ പൗലോസും പീറ്ററും ഒക്കെ അനുഭവിച്ചത്, അതിൽ കുറഞ്ഞതൊന്നും എനിക്ക് വേണ്ട, സെയിം എനിക്ക് അനുഭവിക്കണം. നമുക്കങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ, നമ്മൾ പറയുന്നത് നമ്മുടെ കഴിഞ്ഞ തലമുറ അനുഭവിച്ചത് നമുക്ക് വേണമെന്ന്, നമ്മുടെ അപ്പച്ചന്മാർ അനുഭവിച്ചത് നമുക്ക് വേണമെന്ന്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഫസ്റ്റ് സെഞ്ചുറിയിൽ എന്തവരനുഭവിച്ചു അതേ ആ പരിശുദ്ധാത്മാവിൻ്റെ അതേ അനുഭവം നമുക്ക് വേണം. 1-ാം നൂറ്റാണ്ടിൽ എന്തൊക്കെ സംഭവിച്ചു അതെല്ലാം ഈ നൂറ്റാണ്ടിലെ സഭയിൽ നടക്കട്ടെ. മന്ത്രവാദി പേര് പറഞ്ഞെന്നാ പറഞ്ഞതല്ലേ? മന്ത്രവാദി പേര് പറഞ്ഞെന്നാ പറഞ്ഞത്. അതെ, ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ഒരിക്കലും ഒരു മഹാരാഷ്ട്രൻ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരെ ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബമായിരുന്നു. അപ്പം ഈ ഹസ്ബൻഡാണ് ഞങ്ങളുടെ അടുപ്പിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ ദിവസം പൂനെയിൽ താമസിക്കുന്ന ഭാര്യ ഒരു മന്ത്രവാദിയുടെ അടുക്ക ചെന്നപ്പം നമ്മുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച സംഭവം എല്ലാം ഈ മന്ത്രവാദി ഈ പെൺകുട്ടിയോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം, മന്ത്രവാദിക്ക് പേര് വിളിക്കാമെങ്കിൽ പാസ്റ്റർമാർക്ക് പേര് വിളിക്കത്തില്ലേ? ശരിയല്ലേ? നമ്മൾ ഈ കാലത്തൊരു പേരൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ ആളുകൾ പറയും അത് നേരത്തെ പ്ലാൻ ചെയ്തിട്ട് വിളിച്ചതാ, അറിഞ്ഞുകൊണ്ട് വിളിച്ചതാ. ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവത്തിൻ്റെ സ്തോത്രം. കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ദൈവം മന്ത്രവാദിയെക്കാട്ടിലും ശക്തി കുറഞ്ഞ ദൈവമാണ്. അപ്പോൾ നമ്മുടെ ഈ വിശ്വാസത്തിൻ്റെ നമ്മൾ വെക്കുന്ന പരിമിതികളൊക്കെ ഒന്ന് മാറ്റി, ലിമിറ്റേഷൻസൊക്കെ ഒന്ന് മാറ്റി, കർത്താവിനെ കണ്ണടച്ച് വിശ്വസിച്ച് കർത്താവിൻ്റെ കൈ പിടിച്ചാൽ അസാധാരണ വെളിപ്പാടുകളും ദർശനങ്ങളും ഒക്കെ ഈ കാലഘട്ടത്തിലും ദൈവം നമുക്ക് തരും. നമ്മൾ സംശയം കൂടാതെ നിന്നാൽ മതി. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. എനിക്ക് ആ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത ഞാൻ അങ്ങ് പറഞ്ഞതാ കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം പറഞ്ഞാൽ, നമ്മളുടെ ചിലപ്പം ക്വാളിറ്റി അല്ലായിരിക്കും ദൈവം നോക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം കഴിവുണ്ട്, കേപ്പബിലിറ്റി അല്ല നോക്കുന്നത്, നമ്മുടെ അവൈലബിലിറ്റിയാണ് നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കഴിവും, പ്രത്യേകിച്ച് കഴിവോ പാട്ട് പാടാനോ പ്രസംഗിക്കാനോ ഒന്നും വലിയ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് അവൈലബിൾ ആക്കി ഇട്ട് കൊടുത്തു. എങ്ങനെ വേണമെങ്കിലും ദൈവം ഉപയോഗിച്ചോ, ഏതിനാണോ കുറവുള്ളത് അതിലേക്ക് ദൈവം എടുത്ത് ഉപയോഗിച്ചോ എന്നുള്ള മാത്രമേ ദൈവസന്നിധി പറഞ്ഞു. ഇടയ്ക്ക് പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഒരു അപകടത്തെ ദൈവം വഴിമാറ്റി വിട്ടു. നമ്മുടെ അതേ തരത്തിലുള്ള ഏജ് ഗ്രൂപ്പിലുള്ള മറ്റാരോ മാറ്റപ്പെട്ടു. ഈ ഒരാഴ്ച പല പ്രാവശ്യം പരിശുദ്ധാത്മാവ് എനിക്ക് തന്നൊരു വചനമാണ് യെശയ്യാവ് 43:4-5. യെശയ്യാവ് 43:4-5 പറയുന്നത്, നീ എനിക്ക് വിലയേറിയവനും മാന്യനും ആകിയാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിനക്ക് പകരം ഞാൻ ജാതികളെ, നിനക്ക് പകരം ഞാൻ മിസ്രൈമിനെ ഒക്കെ കൊടുക്കും എന്ന് പറയുന്നൊരു വചനമുണ്ട്. അപ്പോൾ ആ വാക്യം വായിച്ചിട്ട് ഞാൻ ഇന്ന് ചിന്തിച്ചു, 2 ദിവസം മുമ്പേ ചിന്തിച്ചു, കർത്താവ് എനിക്ക് പകരം എന്തിനാ മറ്റൊരാളെ കൊടുക്കുന്നത്? ചിലപ്പോഴൊക്കെ നമ്മളെ തകർക്കാൻ ശത്രു വെച്ചിരിക്കുന്ന ആയുധങ്ങൾ, ഒരുപക്ഷെ നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ ഒക്കെ ശത്രു വെച്ചിരിക്കുന്ന ആയുധങ്ങൾ, നമ്മൾ കർത്താവിന് ഭയങ്കര പ്രഷ്യസ് ആയതുകൊണ്ട്, നമ്മൾ കർത്താവിനെ വിലയേറിയതും മാന്യനും, കർത്താവ് നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മുടെ അടുക്കൽ നിന്ന് തട്ടി മാറ്റി വിടുമ്പോൾ ഒരുപക്ഷെ അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടാകാം. അത് ദൈവത്തിന് മാത്രം അറിയാവുന്ന രഹസ്യമാണ്. എന്തുകൊണ്ട് പകരം എന്നത് സംഭവിക്കുന്നതെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വലിയ പദ്ധതി. ഞാനും സാൻഡിയും കൂടെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എനിക്ക് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഈ അടുത്ത സമയത്ത് ഇങ്ങനെ എന്തൊക്കെയോ സിംറ്റംസ് കണ്ടപ്പം ഞാനൊരു ദർശനം കണ്ടു. ഞാൻ ഒത്തിരി ഡീറ്റെയിൽസ് ഇപ്പം പറയുന്നില്ല. അപ്പം ദർശനത്തിൻ്റെ ഒരു ഷോർട്ട് ഫോമിൽ പറഞ്ഞാൽ, ഞാനൊരു ഹോസ്പിറ്റലിൽ ബ്ലഡ് ചെക്കപ്പിന് പോയി നിൽക്കുക. അപ്പോൾ എന്നെ ഒരു ഗോൾഡൻ വാച്ച് കാണിക്കുന്നു. അപ്പം ഈ 2 എണ്ണം ഞാൻ കാണുന്നു. ഒരു ഗോൾഡൻ വാച്ച് എന്നെ ഇങ്ങനെ കാണിക്കുന്നു, ഞാൻ ബ്ലഡ് ചെക്കപ്പ് ചെയ്യുന്നു. അപ്പം ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ ഒരു ചിന്ത, എൻ്റെ വാച്ച് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി. അപ്പോൾ പിന്നെ ഞാൻ ആ വാച്ച് അവിടെ അതേ സ്ഥലത്ത് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം ഉണ്ടാകുന്നു, എൻ്റെ വാച്ച് ആരും കൊണ്ടുപോയില്ലല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിൽ ആ സ്വപ്നം ഇങ്ങനെ കിടന്നു. ഞാൻ സാൻഡിയോട് പറഞ്ഞു, ദൈവം എന്തോ പറയുക, നമുക്കൊരു ഗോൾഡൻ ടൈം ഉണ്ട് എല്ലാത്തിനും. അപ്പോൾ എന്തോ ഒരു പോരാട്ടമുണ്ട്, ഒരു വെല്ലുവിളിയുണ്ട്.
ഞങ്ങളിങ്ങനെ തമ്മിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അപ്പനോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അപ്പൻ എന്നെ വേണമെങ്കിൽ അപ്പൻ്റെ വേലയ്ക്ക് കുറച്ച് നാളും കൂടി ഉപയോഗിക്കണമെങ്കിൽ അപ്പൻ വെച്ചേക്കും, ശരിയല്ലേ? ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അപ്പൻ്റെ വകയാണ്. എത്ര നാളും നമ്മൾ ഈ ഭൂമിയിൽ നിൽക്കണം. ഞാൻ അപ്പനോട് പറഞ്ഞിട്ടുണ്ട്, അപ്പം കുറച്ച് നാളും കൂടെ എന്നെ വേണമെങ്കിൽ അപ്പൻ തന്നെ സൗഖ്യമാക്കിക്കണം. അപ്പന് വേണ്ടെങ്കിലോ? വേണ്ടെങ്കിൽ അത് മറ്റൊരു ഭാഗം. പക്ഷെ അപ്പന് നമ്മളെ വേണമെന്നുള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ വചനം പറയുന്നത് പോലെ, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാകിയാൽ നിനക്ക് പകരം ഞാൻ ചിലരെ എന്ന് പറയുന്ന വചനമൊക്കെ സംഭവിക്കുന്നത്. അപ്പന് നമ്മളെ വേണ്ടതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മളെക്കുറിച്ചൊക്കെ ദൈവത്തിന് കുറച്ചുകൂടെ പദ്ധതി ഉള്ളത് കൊണ്ടാണ്. ദൈവം ധാരാളമായിട്ട് ഉപയോഗിക്കട്ടെ. ഒത്തിരി നാളിന് ശേഷം ഡോണാമോള് പാട്ട് പാടാൻ റെഡിയാണ്. ഈ അടുത്ത ദിവസങ്ങളിലൊന്നും പിന്നെ ഡോണാമോക്ക് സമയമില്ലായിരുന്നു. പണ്ട് നമ്മുടെ വിമൻ ഫോർ ജീസസിൽ ഡോണാമോള് സ്ഥിരം പാടുമായിരുന്നു, പ്രത്യേകിച്ച് ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ. ഒത്തിരി നാളുകൾക്ക് ശേഷം ഡോണാമോള് ഞങ്ങളുടെ ഇവിടെ പാട്ട് പാടാൻ വന്നിരിക്കുകയാണ്. നമുക്കൊന്നിച്ചൊന്ന് വർഷിപ്പ് ചെയ്യാം. നമ്മൾ ഇത് പാട്ട് എടുത്തിരിക്കുന്നത് മോനിരിക്കുന്നു. ഓക്കെ, ശരി. ഇത്രമേൽ എന്നെ സ്നേഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ, അതെത്രയും വിചിത്രമേശു രക്ഷക. ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ, ഇതെത്രയും വിചിത്രമേശു രക്ഷക. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെ നീ. തള്ളി പറഞ്ഞപ്പോൾ തള്ളിക്കളഞ്ഞതിൽ എന്നെ നീ. ചൂടുള്ളൊരപ്പവും കുളിരിനാൽ ചൂടും പകർന്നു തന്നെന്നിൽ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ. പക്ഷേ ചൂടുള്ള അപ്പവും കനലിൽ ചുട്ട മീനുമായി ആ കടൽക്കരയിൽ വന്നു നിന്ന യേശു ഇന്നും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ കേട്ടത്. പരിശുദ്ധാത്മാവിൽ നാം ഒന്ന് ബലപ്പെടട്ടെ. ഞങ്ങളിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവാത്മാവിൻ്റെ അസാധാരണ സാന്നിധ്യം ഇന്ന് ഈ ശുശ്രൂഷ, ഈ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ വെളിപ്പെടുവാനിടയായി തീരട്ടെ. ഓ ഹല്ലേലൂയ, വർഷിപ്പ് യു ലോർഡ്. കർത്താവേ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നപ്പാ, സ്തോത്രമപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഞങ്ങളൊരു ചെറിയ ദൈവത്തെ അല്ലല്ലോ വിളിക്കുന്നത്, സർവശക്തനായവനെ, ഞങ്ങളെ നന്നായിട്ട് അറിയുന്നവനെ, മറ്റാരും ഞങ്ങളെ അറിയുന്നതിലധികം ഞങ്ങളെ അടുത്തറിയുന്നവനെ.
കർത്താവേ, നിന്നോട് ചേർന്നുള്ള ജീവിതം ഒരു ഭാഗ്യമാണല്ലോ. പ്രിയ ലിഷ സിസ്റ്റർ അനുഭവങ്ങൾ ഞങ്ങൾ കേട്ടു. കർത്താവ് എങ്ങനെ എക്യുപ്പൈ ചെയ്ത് ഒരു മിനിസ്ട്രിക്ക് വേണ്ടിയ കുടുംബത്തിൽ നീ തയ്യാറാക്കിയെന്ന് ഞങ്ങൾ കേട്ടു. ഇന്ന് ഈ ശുശ്രൂഷ അനുഭവിക്കുമ്പോൾ തന്നെ ചില വ്യക്തികളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാലുള്ള ചില ഗൈഡൻസ്, ആത്മാവിൻ്റെ ചില നിയോഗങ്ങൾ പകരപ്പെടട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദിയോട് സ്തോത്രമപ്പ, നന്ദിയോട് സ്തോത്രമപ്പ. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മളൊന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ അസാധാരണ ദൈവശക്തി വ്യാപരിപ്പാനിടയായി തീരട്ടെ. ചില വ്യക്തികൾ ഹീലാകുവാനിടയായി തീരട്ടെ. നിനക്ക് പകരം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിങ്ങളിൽ നിന്ന് വഴിമാറി അത് പോകട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ വഴി വിട്ട് അത് മാറിപ്പോകട്ടെ, അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചില മേഖലകളിൽ ശത്രുവാദിച്ച് നിൽക്കുന്ന ചില മേഖലകളിൽ എൻ്റെ ജനത്തിനെതിരെയുള്ള ചില ആയുധങ്ങൾ, അതിനെ ഞങ്ങൾ മടക്കി, അതിനെ ഞങ്ങൾ വഴിമാറ്റി പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ. കർത്താവേ, സ്തോത്രം, സ്തോത്രം. ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ലിഷ സിസ്റ്റർ തന്നെ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാം. വിശുദ്ധനായ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തത് കർത്താവെ ഒരിക്കലും വൃഥാവായി മാറാത്തതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങൾ കേൾക്കുന്ന പ്രഷർ കർത്താവെ, ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും കർത്താവെ എമോസിലേക്ക് പോകുന്ന രണ്ടുപേരുടെ ഉള്ളിൽ യേശു സംസാരിച്ചപ്പോൾ അവരുടെ ഉള്ളം കത്തി എന്ന് പറയുന്ന പോലെ കർത്താവെ, ഇന്ന് കേട്ട സാക്ഷ്യം കർത്താവെ ദൈവനാം മഹത്വത്തിന് വേണ്ടി സമർപ്പിക്കുന്നു കർത്താവെ. ദൈവമേ, കേൾക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ കർത്താവെ ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുവാൻ, ദൈവത്തോടുള്ള പാഷൻ വർദ്ധിക്കും, ദൈവവേലയ്ക്കുള്ള ഒരു പാഷൻ വർദ്ധിക്കുന്ന കർത്താവ് ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് എനിക്ക് കുറച്ചും കൂടി കയറണം എന്നുള്ള ചിന്തയിലേക്ക് വന്ന് എത്തുവാൻ ദൈവം ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒറ്റപ്പെട്ട അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ അവർക്ക് കർത്താവെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ ദൈവം ഇടയാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവം കാണുന്നില്ല അല്ലെങ്കിൽ ദൈവം അറിയുന്നില്ല എന്നൊരു ചിന്തയിലേക്ക് കടക്കുമ്പോൾ തന്നെ കർത്താവെ ദൈവത്തിന്റെ സാന്നിധ്യം അവർ അനുഭവിച്ചറിയാൻ ദൈവമെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവം മരുഭൂമിയുടെ അവസ്ഥയിലായിരിക്കുമ്പോൾ കർത്താവെ ആ എസിയുടെ തണുപ്പ് അനുഭവിക്കത്തക്കണം ആ ഒരു കവറിങ് കർത്താവെ അവർ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം ഇടയാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒരു നെഗറ്റീവ് ചിന്താഗതികൾ വരുമ്പോൾ തന്നെ കർത്താവ് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളൊരു റീഡയറക്ഷൻ കർത്താവ് അവർ മനസ്സിൽ അവർ ചിന്തകളിൽ കർത്താവ് ഉണ്ടാകുവാൻ ദൈവം ഇടയാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, ഈ ആസാദി ചാനലിൽ ദൈവമേ പ്രവർത്തിക്കുന്ന ദേവദാസനെയും ആന്റിയോടുത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, കുടുംബത്തെ ദൈവകരണം താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവെ. ഡോണയ്ക്കും പാടുവാനുള്ള കൃപ നൽകി കൊടുത്തല്ലോ കർത്താവെ. ദൈവമേ, ഇവരുടെ പ്രവർത്തനത്തിൽ കർത്താവിന്റെ സാന്നിധ്യം കൂടെ നിന്ന് കർത്താവ് ഇനി അനേകരെ കർത്താവെ സാക്ഷ്യത്തിൽ കൂടി അനേകരെ കർത്താവിന്റെ ആ വേലയ്ക്ക് വേണ്ടി കർത്താവ് പുറത്തോട്ട് എടുക്കുന്ന ഒരു ശുശ്രൂഷയായി മാറുവാൻ ദൈവം ഇടയാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അവരിൽ കൂടി ചെയ്തെടുക്കുന്ന ദൈവപ്രവൃത്തി കർത്താവ് ഇനി വർദ്ധിക്കുവാൻ ദൈവം ഇടയാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവം നാം മഹത്വത്തിന് വേണ്ടി സകലമാക്കി തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യും. ദൈവകരങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ഇട്ടിരിക്കാതെ സ്തോത്രം. സകല മാനവ മഹത്വം യേശുവിലേക്ക് സമർപ്പിക്കുന്നു. യേശു നാം തന്നെ ആമേൻ. ആമേൻ, 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 ആമേൻ. ആശീർവാദം പറയുന്നതിന് മുമ്പേ എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രേരണ വാക്യമൊന്ന് വായിക്കാവുന്ന യെശയ്യാവ് 43:1 മുതൽ 5 വരെ ഉള്ള വാക്യങ്ങൾ ആർക്കോ വേണ്ടി പരിശുദ്ധാത്മാവ് ഇന്ന് കൈമാറുകയാണ്. ഇപ്പോഴും യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പ്, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. നിന്റെ മുറിവിലയായി ഞാൻ മിസ്രയീമിനെയും നിനക്ക് പകരമായി കൂശിനെയും സെബയെയും കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. കർത്താവേ, സ്തോത്രം. പിതാപുത്ര പരിശുദ്ധാത്മാവാണ് ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ സഹവാസകാവിൽ നമ്മളെല്ലാവരുടെ മേലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച പ്രിയപ്പെട്ട നമ്മൾ ലിഷ സിസ്റ്റർമേൽ, എൻ്റെ കുടുംബത്തിന്മേൽ, ശുശ്രൂഷകളുടെ മേൽ ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും. മടക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൻ്റെ സ്തോത്രം. നന്ദി പറയുക.
വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായിരുന്നു. ദൈവം ഇനിയും ഉപയോഗിക്കട്ടെ. സ്തോത്രം. താങ്ക് യു മോളെ. ഞങ്ങളുടെ എല്ലാ നന്ദി സ്നേഹം അറിയിക്കുന്നു. ഒത്തിരി ബ്ലസ്ഡ് ആയിട്ടുള്ള സെക്ഷനായിരുന്നു. തീർച്ചയായും അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലുമായി തീരും. പ്രത്യേകമായ ദൈവസ്നേഹത്താൽ ഇത് കേൾക്കുന്ന എല്ലാവരുടെ ഉള്ളത്തിൽ കർത്താവിനോടുള്ള ഒരു ആഴമായ ആ സ്നേഹവും അടുപ്പവും എല്ലാം ജിഷയ്ക്ക് എങ്ങനെയാണോ ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൽ ആ അടുപ്പത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്നതുപോലെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ആ അടുപ്പത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർക്കും ആന്റിക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. താങ്ക് യു മോളെ. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Thank you so much. God bless you all. God Have bless you. a wonderful time. Thank you for watching. God bless you.